وصحبه وسلم تسليما دائما إلى يوم الدين. أما بعد فاتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا أطيعوا الله وأطيعوا الرسول وأولي الأمر منكم فإن تنازعتم في شيء فردوه إلى الله والرسول إن كنتم تؤمنون بالله واليوم الآخر ذلك خير وأحسن تأويلا. പടച്ചവന്റെ നിയമങ്ങളും ശാസനകളും ആദ്യമായി പരിശുദ്ധ ഖുർആനിൽ നിന്നും ശേഷം സ്ഥിരപ്പെട്ട സഹിയായ തിരു സുന്നത്തിൽ നിന്നും നബിചര്യയിൽ നിന്നും ശരിക്കും മനസ്സിലാക്കി കഴിവിന്റെ പരമാവധി ഉപയോഗിച്ച് ജീവിതത്തിൽ അവ അനുഷ്ഠിച്ച് മരണം ഏത് സമയത്ത് എവിടെ വെച്ച് ഏത് രൂപത്തിൽ നമ്മെ പിടികൂടിയാലും തട്ടിയെടുത്താലും ശരിയായ മുത്തഖീങ്ങളായി ഭയഭക്തന്മാരായി യഥാർത്ഥ മുസ്ലിങ്ങളായി മുഅ്മിനീങ്ങളായി ജീവിച്ച് മരിക്കാൻ ആദ്യം എന്നോടും തുടർന്ന് സ്നേഹം നിറഞ്ഞ പ്രിയം നിറഞ്ഞ സഹോദരിമാരോടും സഹോദരന്മാരോടും ഉമ്മമാരോടും ഉപ്പമാരോടും വിനീതനായി ഞാൻ ഉപദേശിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഈ വർഷത്തെ പരിശുദ്ധ റമളാനിൽ നിന്ന് ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കുന്ന അവസരത്തിലാണ് നാം ഇവിടെ സമ്മേളിച്ചത്. ഈ ക്ലാസ്സിൽ ഞാൻ സംസാരിക്കേണ്ട വിഷയം സ്വാഗത പ്രസംഗത്തിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കി. അതായത് കേരളത്തിലെ മുസ്ലിങ്ങൾ അവകാശപ്പെടുന്നത് ഞങ്ങൾ ശാഫിഈ മദ്ഹബുകാരാണ് എന്നാണ് ഭൂരിപക്ഷം അവകാശപ്പെടുന്നത്. മിക്ക പള്ളികളിലെയും ഭരണഘടന ഈ പള്ളി വിശ്വാസം അഖീദ അശ്അരി അഖീദ അനുസരിച്ചും കർമാനുഷ്ഠാനങ്ങൾ ശാഫിഈ മദ്ഹബ് അനുസരിച്ചും മുന്നോട്ട് പോകേണ്ടതാണ് എന്ന് ഭരണഘടന നമുക്ക് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. എന്നാൽ സുഹൃത്തുക്കളെ, ഭൂരിപക്ഷം മുസ്ലിം സഹോദരി സഹോദരന്മാർക്ക് പടച്ചതമ്പുരാന്റെ ഖുർആനുമായി കൂറു പുലർത്താനും പ്രവാചകന്റെ നബിചര്യയുമായിട്ട് കൂറു പുലർത്താനും സാധിക്കാതെ വന്നതുപോലെ തന്നെ ഈ ശാഫിഈ മദ്ഹബ് അനുസരിച്ചിട്ട് പോലും ജീവിക്കാനും അതിനോട് പോലും കൂറു പുലർത്താനും സാധിച്ചിട്ടില്ല എന്നതാണ് ഖേദകരം. അതൊന്ന് വിശദീകരിക്കുക എന്നതാണ് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുറമെ എന്റെ അവസാനത്തെ ക്ലാസ് ആയതുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ചൊന്ന് ഓടിച്ചു പോയ ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുള്ള ഏത് വിഷയമാണെങ്കിലും അത് ഉന്നയിച്ചാൽ ഇൻഷാ അല്ലാഹ് നമുക്കതിന് നിവാരണം കണ്ടെത്തുകയും ചെയ്യാം. സ്നേഹിതന്മാരെ, ഒന്നാമതായി ഇമാം ഷാഫി ഇമാമിന്റെ അടിസ്ഥാനപരമായ മൗലികപരമായ സിദ്ധാന്തങ്ങൾ അത് നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്, ഷാഫി ഇമാം അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിക്കണം മുമ്പ് ഷാഫി ഇമാമിന്റെ ഏറ്റവും പ്രസിദ്ധ ഗ്രന്ഥമാണ് അർ റിസാല എന്നത്. ഈ അർ റിസാല അദ്ദേഹം എഴുതി അത് പ്രസിദ്ധീകരിക്കുന്ന അവസരത്തിൽ മുസ്ലിം സമൂഹത്തോട് അദ്ദേഹം ഉണർത്തിയത് വമാ വാഫഖൽ കിതാബ വസുന്ന ഫഖുദു, നിങ്ങൾ അള്ളാന്റെ പരിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ചര്യയുമായി യോജിച്ചത് എന്റെ ഗ്രന്ഥത്തിൽ നിന്ന് നിങ്ങൾ സ്വീകരിക്കുക. വമാല യുവാഫിഖിൽ കിതാബ വസുന്ന ഫത്റുഖുഹു, ഞാൻ മനുഷ്യനാണ്, മനുഷ്യ സഹജമായ പാളിച്ചകള് തെറ്റുകൾ എനിക്ക് സംഭവിക്കും. അങ്ങനെ ഈ ഗ്രന്ഥത്തിൽ അള്ളാന്റെ ഖുർആനിനും പ്രവാചക ചര്യക്കും എതിരുകൾ കണ്ടേക്കാം. അങ്ങനെ കണ്ടാൽ നിങ്ങൾ വാശി പിടിക്കരുത്. ഇമാം ഷാഫി പറഞ്ഞതല്ലേ, അദ്ദേഹം വളരെ ദിവ്യനല്ലേ,
7-8 വയസ്സിൽ തന്നെ ഖുർആൻ പഠിച്ച വ്യക്തിയല്ലേ, ലക്ഷക്കണക്കിന് സുന്നത്തുകൾ പഠിച്ചതല്ലേ എന്നെല്ലാമുള്ള ആ ചിന്തന്റെ വാശിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഒരിക്കലും എന്റെ അഭിപ്രായത്തിനെ പിടിച്ചു തൂങ്ങരുത്, എന്റെ അഭിപ്രായങ്ങളെ നിങ്ങൾ വലിച്ചെറിയുക, ദൂരെ ഉപേക്ഷിക്കുക എന്ന് ഷാഫി ഇമാം ഉപദേശിക്കുകയാണ്. അപ്പൊ ഷാഫി മദ്ഹബ് എന്ന് പറഞ്ഞ സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആനും പ്രവാചകന്റെ സ്ഥിരപ്പെട്ട സഹിയായ ഹദീസും അനുസരിച്ച് ആണും പെണ്ണും ജീവിക്കുക, അതാണ് ഷാഫി മദ്ഹബ്. ഒന്നുകൂടി ഇമാം ഷാഫി വ്യക്തമാക്കി. കാരണം സുന്നത്തുകൾ ഹദീസുകളിൽ നബി പറഞ്ഞതും പറയാത്തതുമുണ്ട്. അതുകൊണ്ട് ഇമാം ഷാഫി റഹ്മത്തുള്ളാ വ്യക്തമായി പറഞ്ഞ്, ഇദാ സ്വഹൽ ഹദീസ് ഫഹുവ മദ്ഹബി, ഹദീസ് സ്ഥിരപ്പെട്ടാൽ സഹിയായാൽ മാത്രമാണ് എന്റെ അഭിപ്രായം മദ്ഹബാകുക എന്ന് പറഞ്ഞാൽ ഒരു കാലകാല റസൂലുള്ള പറഞ്ഞു എന്ന് പറഞ്ഞ് ഉദ്ധരിക്കപ്പെട്ടതുകൊണ്ട് അത് എന്റെ മദ്ഹബാകുകയില്ല. നേരെ മറിച്ച് ഹദീസ് സഹിയാവണം, സ്ഥിരപ്പെടണം, എങ്കിൽ മാത്രമേ എന്റെ അഭിപ്രായമാവുകയുള്ളൂ എന്ന് വരെ അദ്ദേഹം പറയുകയാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ഷാഫി ഇമാം പറഞ്ഞത് നമ്മൾ അതുപോലെ സ്വീകരിച്ച്, എങ്കിൽ ഷാഫി മദ്ഹബാവുകയില്ല. അല്ലെങ്കിൽ ഹദീസിൽ പറഞ്ഞത് അതിന്റെ സിഹത്ത് പ്രാമാണികത നോക്കാതെ സ്വീകരിച്ച്, എന്നാലും ഷാഫി മദ്ഹബല്ല. നേരെ മറിച്ച് സുന്നത്തിന്റെ വിഷയത്തിൽ ഷാഫി ഇമാമിനോട് നമുക്ക് കൂറ് പുലർത്തണമെങ്കിൽ ആ ഹദീസ് സ്ഥിരപ്പെട്ടത് സഹി ആയിരിക്കണം. ഏതാനും ചില ഉദാഹരണത്തിലൂടെ ഞാൻ നിങ്ങളെ വിശദീകരിക്കാം. ഇപ്പോൾ ഇമാം ഷാഫി ഇമാമ് സുബൈക്ക് ഖുനൂത്ത് ഓതല് സുന്നത്താണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ല. എന്നാൽ സ്നേഹിതന്മാരെ, സുബ്ഹിക്ക് ഖുനൂത്ത് ഓതലല്ല ഷാഫി മദ്ഹബ്. കാരണം ഷാഫി മദ്ഹബാകണമെങ്കിൽ എന്ത് വേണം? ഇദാ സ്വഹൽ ഹദീസ് ഫഹുവ മദ്ഹബീന, സുബഹിന്റെ ഖുനൂത്തിന് നമ്മൾ സ്ഥിരപ്പെട്ട സഹിയ ഹദീസ് നമ്മൾ കാണണം. ഷാഫി പറഞ്ഞു എന്നതുകൊണ്ട് അദ്ദേഹത്തിന് മദ്ഹബാകൂല. ഇനി എവിടെയെങ്കിലും കാലകാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞ് ഉദ്ധരിച്ചുകൊണ്ടും ഷാഫി മദ്ഹബാകുകയില്ല. നേരെ മറിച്ച് ഹദീസ് സുന്നത്ത് സ്ഥിരപ്പെട്ടാൽ മാത്രമേ ഷാഫി മദ്ഹബാകുകയുള്ളൂ. അപ്പൊ യഥാർത്ഥത്തിൽ സുബ്ഹിക്ക് ഖുനൂത്ത് ഓതാത്ത ഇസ്ലാഹി പ്രസ്ഥാനം സലഫി പ്രസ്ഥാനമാണ് ഷാഫി ഇമാമിനോട് കൂറു പുലർത്തുന്നത്. കാരണം ഈ വിഷയത്തിൽ വന്ന ഹദീസ് വളരെയധികം ദുർബലമായതാണ്. ബൈഹഖിയും തൊബ്രാനിയും ഉദ്ധരിച്ചതാണ്. വഅമ്മാ ഫി സുബ്ഹി ഫലം യസൽ യഖ്നുതു ഹത്താ ഫാറഖ ദുനിയ. എന്നാൽ സുബ്ഹ് നമസ്കാരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭൂമിയിൽ നിന്ന് വിട പറയുന്നത് വരേക്കും സുബ്ഹിക്ക് ഖുനൂത്ത് ഓതിയിരുന്നു എന്ന ഹദീസാണ് ഇമാം ഷാഫി ഇമാം സ്വീകരിച്ചത്. അദ്ദേഹം തെറ്റിദ്ധരിച്ചു പോയതാണ് ഈ ഹദീസ് സഹിയാണ് എന്ന്. കാരണം അദ്ദേഹത്തിന്റെ ധാരണ അങ്ങനെയാണ്. അദ്ദേഹം തന്നെ പറഞ്ഞതാണ്, ഞാൻ ബശറാണ്, മനുഷ്യനാണ്, ഉസീബു വ ഉഖ്തിഉ, എനിക്ക് ശരിയും പറ്റും തെറ്റും പറ്റുമെന്ന്. അങ്ങനെ ഷാഫിക്ക് പറ്റിയ തെറ്റിൽപ്പെട്ടതാണ് ഈ ഹദീസ് സഹിയാണെന്ന ധാരണ. കാരണം സ്നേഹിതന്മാരെ ആർക്കും തർക്കമില്ല, ഈ ഹദീസ് ഉദ്ധരിക്കുന്ന റബീഉ ബിൻ അനസ് ബിൻ മാലിക് എന്ന് പറഞ്ഞിട്ടാണ്. റബീഉ ബിൻ അനസ് എന്ന മനുഷ്യനാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. ഷാഫി മദ്ഹബിലെ തന്നെ പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്ന ഏറ്റവും പ്രഗത്ഭ പണ്ഡിതനായ ഇബ്നു ഹജർ അസ്കലാനി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ തഹ്ദീബ് എന്ന ഗ്രന്ഥത്തിൽ പറയാണ്, ഈ റബീഉ ബിൻ അനസ് എന്ന് പറഞ്ഞ പുൽത്തു ഞാൻ പറയാണ് ഷിയയും യുഫിരിത്തു, അതിര് കവിയുന്ന ഷിയാണ് എന്നാണ്. അതിര് കവിയുന്ന ഷിയ എന്ന് പറഞ്ഞാൽ ഷിയാക്കൾ ധാരാളം വിഭാഗങ്ങളുണ്ട്. അതിര് കവിയുന്ന ഷിയ എന്ന് പറഞ്ഞാൽ പ്രധാനമായി ഉദ്ദേശിക്കുന്നത് അലിയല്ലാഹു അന്തരിച്ചിട്ടില്ല, മരിച്ചിട്ടില്ല, അദ്ദേഹം മേഘത്തിൽ ഉപവിഷ്ടനായിക്കാണ് എന്നാണ്. എന്നിട്ട് ആ ഷിയാക്കൾ പറയുന്നത് അലിയല്ലാഹു കുരക്കുന്നതാണ് ഇടിയെന്നാണ്, അലി പുഞ്ചിരിക്കുന്നതാണ് ഇടിമിന്നല്. അപ്പൊ അലി മേഘത്തിൽ ഉപവിഷ്ടനായിക്കാണ്, അലിയല്ലാഹു കുരക്കുന്നത് ഇടിയും അദ്ദേഹം പുഞ്ചിരിക്കുന്നത് ഇടിമിന്നലുമാണ് എന്ന് വരെ പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആളാണ് റബീഉ ബിൻ അനസ്. ഒരിക്കലും ഒരു വ്യക്തി ഷിയാണെങ്കിൽ ആ ഷിയന്റെ ഹദീസ് സ്വീകരിക്കാൻ പാടില്ല എന്ന് ഏകകണ്ഠമായിട്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് സ്വീകരിച്ചതാണ്. അപ്പൊ അങ്ങേയറ്റത്തെ ഷിയാണ് ഹദീസ് ധരിക്കുന്നത്. രണ്ടാമത് അബൂ ജഅഫർ റാസി എന്ന വ്യക്തിയുണ്ട്. ഇദ്ദേഹം ഒരിക്കലും തെളിവിന് കൊള്ളുകയില്ല, തെളിവിന് പറ്റാത്ത വ്യക്തിയാണ്. അവ ഒരിക്കലും ഈ വിഷയത്തിൽ ഹദീസ് സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, സ്ഥിരപ്പെട്ട ഹദീസിൽ എന്താ വന്നത്? അബൂ മാലിക്കുൽ അക്ശരിനോട് അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹം തന്റെ പിതാവിനോട് ചോദിച്ച്, യാ അബത്തി ഉപ്പ, നിങ്ങൾ പ്രവാചകന്റെയും അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി ഇവരുടെയൊക്കെ പിന്നിൽ വെച്ചിട്ട് സുബ്ഹ് നിസ്കരിച്ചിട്ടുണ്ടല്ലോ,
ആ കാനു യഖ്നുതൂന ഫി സുബ്ഹി, അവര് സുബ്ഹ് നമസ്കാരത്തിൽ ഉപ്പ ഖുനൂത്ത് ചെല്ലാറുണ്ടോ എന്ന് പറഞ്ഞു. അതിലാ പ്രഗൽഭ സഹാബി വര്യൻ മകനെ പഠിപ്പിക്കുകയാണ്, മോനെ സല്ലൈതു ഖൽഫൻ നബി, മുഹമ്മദ് നബി മരിക്കുന്നത് വരേക്കും ഞാൻ സുബ്ഹ് പ്രവാചകന്റെ പിന്നിൽ വെച്ചിട്ട് തന്നെയാണ് നിസ്കരിച്ചിട്ടുള്ളത്. ഫലം യഖ്നുത്, ഒരിക്കലും പ്രവാചകൻ ഖുനൂത്ത് ഓതിയിട്ടില്ല. സല്ലൈതു ഖൽഫ അബീ ബക്കർ, അബൂബക്കർ മരണപ്പെടുന്നത് വരേക്കും ഞാൻ സുബ്ഹ് നമസ്കാരം അദ്ദേഹത്തിന്റെ പിന്നിലാണ് നിസ്കരിച്ചിട്ടുള്ളത്. ഫലം യഖ്നുത്ത്, മോനെ അബൂബക്കർ ജീവിതത്തിൽ ഒരിക്കലും സുബ്ഹ് നമസ്കാരത്തിൽ ഖുനൂത്ത് ഓതിയിട്ടില്ല. സല്ലൈതു ഖൽഫ ഉമറ, ഒരു സുബ്ഹ് നമസ്കാരത്തിൽ ഒരു ഘാതകൻ ഉമർലാനെ ഖടാരി കൊണ്ട് കുത്തി. ആ സംഭവം നടക്കുന്നത് വരേക്കും മോനെ ഞാൻ ഉമറിന്റെ പിന്നിൽ തന്നെയാണ് നിസ്കരിച്ചിട്ടുള്ളത് സുബ്ഹ്. ഒരിക്കലും ഫലം യഖ്നുത്ത്, ആവർത്തിച്ച് പറയാണ്, ഒരിക്കലും ഉമർ ഖുനൂത്ത് ഓതിയിട്ടില്ല. സല്ലൈതു ഖൽഫ അലിയിൻ, സല്ലൈതു ഖൽഫ ഉസ്മാന, മോനെ ഉസ്മാൻലാനെ ശത്രുക്കൾ വളഞ്ഞ് അദ്ദേഹത്തെ പള്ളിയിലേക്ക് പോകാനൊന്നും അനുവദിക്കാത്തൊരു അവസരം വരിക. ആ അവസരം വരേക്കും ഞാൻ ഉസ്മാന്റെ പിന്നിൽ തന്നെയാണ് സുബ്ഹ് നിസ്കരിച്ചത്. മോനെ ഉസ്മാനും ഖുനൂത്ത് ഓതിയിട്ടില്ല. സല്ലൈതു ഖൽഫ അലിയിൻ ആഹുനാബി കൂഫ, ഈ കൂഫയിൽ വെച്ചിട്ട് അലിന്റെ പിന്നിൽ വെച്ചിട്ട് അലി റളിയല്ലാഹു സുബൈക്കര ഘാതകൻ കുത്തിക്കൊന്ന്. അങ്ങനെ അലി റളിയല്ലാഹുവിനെ സുബൈയിലേക്ക് സുബൈസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പുറപ്പെടുമ്പം ഘാതകൻ കുത്തുന്നത് വരേക്കും അലിന്റെ പിന്നിൽ തന്നെയാണ് മോനെ ഞാൻ സുബ്ഹ് നിസ്കരിച്ചിട്ടുള്ളത്. അലി റളിയല്ലാഹു ഒരിക്കലും ജീവിതത്തിൽ ഖുനൂത്ത് ഓതിയിട്ടില്ല. അതുകൊണ്ട് മോനെ ഈ മുനയ്യ ബിദഅ, മോനെ അത് അനാചാരമാണ് കേട്ടോ, ബിദ്അത്താണ്, നീ അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല, ഉപേക്ഷിക്കണമെന്ന് പറയാം. ഇതാണെങ്കിൽ സ്നേഹിതന്മാരെ പവിഴം പോലെ മുത്തുപോലെ നല്ല ഹദീസാണ്. ഒരു ദുർബലതയും ഇതിന്റെ പരമ്പരയ്ക്കില്ല. ഇമാം നസായും തുർമദിയും അഹമ്മദും എല്ലാം ഉദ്ധരിച്ച ഹദീസാണ്. അപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞുകൊണ്ടുവന്നത്, ഷാഫി ഇമാമിന്റെ മദ്ഹബാവണമെങ്കിൽ ഷാഫി ഇമാമ് പറഞ്ഞത് കൊണ്ട് മദ്ഹബാവൂല. അതിന് നമ്മൾ സുന്നത്തിന്റെ ഹദീസിന്റെ പിൻബലം കാണണം. ഹദീസിന്റെ പിൻബലം കണ്ടാൽ മാത്രം പോരാ, ആ ഹദീസ് സഹിയായിട്ട് സ്ഥിരപ്പെട്ടതും കൂടി ആവണം, എങ്കിലേ ഷാഫി മദ്ഹബാവുകയുള്ളൂ. അപ്പൊ ഷാഫി മദ്ഹബ് എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ പരിശുദ്ധ ഖുർആനും പ്രവാചകന്റെ സഹിയായ സ്ഥിരപ്പെട്ട സുന്നത്തും അനുസരിച്ച് നമ്മൾ ജീവിച്ച, അല്ലാതെ ഷാഫിന്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ, അദ്ദേഹത്തിന്റെ കിതാബിലെഴുതിയ അഭിപ്രായങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നതല്ല. ഇനി സ്നേഹിതന്മാരെ ഷാഫി ഇമാം ഒരിക്കല് ഷാഫി ഇമാം മരണവേളയിൽ വരെ വസിയത്ത് ചെയ്തതെന്താണ്? ഇതാ നിങ്ങൾ എന്റെ അഭിപ്രായം നബിചര്യക്കെതിരായിട്ട് കണ്ടാല്, നബിചര്യ മുഴുവൻ എനിക്ക് കിട്ടിയിട്ടില്ല ജനങ്ങളെ, ഇനിയും നബിചര്യ ധാരാളം ഉണ്ടാവാം, അത് മുഴുവനും ലഭിക്കാനുള്ള, അത് പഠിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ മരിച്ചു നുരുമ്പി കബറിൽ കിടക്കുകയാണെങ്കിലും നബിചര്യ സഹിയായി കണ്ടാൽ നിങ്ങൾ, ഞാൻ എന്റെ അഭിപ്രായത്തിന് പിന്മാറിയിട്ട് നിങ്ങൾ സങ്കല്പിക്കണം. എനിക്ക് പിന്മാറാൻ സാധ്യമല്ല, ഞാൻ മരിച്ചു നുരുമ്പിയിട്ടുണ്ട്, എങ്കിലും ഞാൻ ആ അഭിപ്രായത്തിന് പിന്മാറിയിട്ടുണ്ട് നിങ്ങൾ കരുതണമെന്ന് പറയാണ്. മരണവേളയിൽ വരെ സ്നേഹിതന്മാരെ ഷാഫി ഇമാം സമൂഹത്തോട് വസിയത്ത് ചെയ്തത്, ഉപദേശിച്ചതാണ്. ഈ ഷാഫി ഇമാമിന്റെ വസിയത്ത് പല വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര് ജീവിതത്തിൽ പകർത്തിയെ നമുക്ക് കാണാൻ സാധിക്കും. 100 ഉദാഹരണത്തിന് ഏതാനും 2-3 ഉദാഹരണം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഇമാം ഷാഫിന്റെ അല്ലുമ്മ്, ഷാഫിന്റെ നഫ്സ് എന്ന് പറയും ഗണ്യതമായ അഭിപ്രായം, വ്യക്തമായ അഭിപ്രായം, പുതിയ ജദീദായ അഭിപ്രായം, അവസാനത്തെ അഭിപ്രായം വിശദീകരിക്കുന്ന പ്രധാന ഗ്രന്ഥമാണ് അല്ലുമ്മ്. ആ അല്ലുമ്മ നിങ്ങൾ മറിച്ചു നോക്കൂ. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറയാം, സുബ്ഹിന്റെ ബാങ്കിൽ അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് വിളിച്ചു പറയല് സുന്നത്തില്ലാതെ മാത്രമല്ല, അത് കറാഹത്ത് വെറുക്കപ്പെട്ടതാണ്. കാരണം അബൂ മഹദൂറ ഉദ്ധരിക്കുന്ന ഹദീസ്, അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസ് സഹിയായിട്ട് എനിക്ക് ലഭിച്ചിട്ടില്ല എന്ന് ഷാഫി ഇമാം അല്ലുമ്മിൽ പറയാണ്. പ്രത്യേകിച്ച് പറയുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് വിളിച്ചു പറയലാണ് എന്നാ. അപ്പൊ ഷാഫി ഇമാം പറഞ്ഞത് എന്താണ്? സുബഹിന്റെ ബാങ്കിന് അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് വിളിച്ചു പറയൽ വെറുക്കപ്പെട്ടതാണെന്നാ. എന്നിട്ടും സ്നേഹിതന്മാര് ഇമാം നബവി പോലുള്ള ഷാഫിന്റെ ശിഷ്യന്മാര് എന്ത് ചെയ്ത് ഷാഫി ഇമാമിയുടെ ദൂരെ വലിച്ചെറിയാണ്, അദ്ദേഹത്തെ കൈവിട്ട്. നബവി ശറഹ് മുഹദ്ദബിൽ പറഞ്ഞു, നമ്മുടെ ഇമാമിന് ഹദീസ് സഹിയായി കിട്ടിയിട്ടില്ല, അബൂ മഹദൂറിന്റെ ഹദീസ് അബൂദാവൂദൊക്കെ സഹിയായി ഉദ്ധരിച്ചതാണ്, അതുകൊണ്ട് നമുക്ക് വാശി പിടിക്കണ്ട, നമുക്ക് ഇമാമിനെ കൈവിടാം, നബിചര്യയിലേക്ക് മടങ്ങാം. കാരണം എന്നിട്ട് ഉടനെ ഇമാം നബവി പറയാണ്, മദ്ഹബു ശാഫിഈ മുതാബഅത്തു സുന്നത്തി ഇദാ സബതത്, നബിചര്യ സ്ഥിരപ്പെട്ടാലും സുന്നത്ത് സ്ഥിരപ്പെട്ടാലും അതനുസരിച്ച് നമ്മൾ ജീവിക്കനാട്ടോ ഷാഫി മദ്ഹബ്. അതുകൊണ്ട് ഇവിടെ ഷാഫിനെ അവഹേളിക്കുന്ന അല്ലെങ്കിൽ ഷാഫി ഇമാമിനെ പരിഹസിക്കുന്ന പ്രശ്നം ഇവിടെ വരുന്നില്ല. നമുക്ക് തൽക്കാലം ഈ വിഷയത്തിൽ ഇമാമിനെ കൈവിടാമെന്ന് പറഞ്ഞ് ഇന്ന് എല്ലാ ഷാഫി പള്ളികളിലും സ്നേഹിതന്മാര് അസ്സലാത്തു ഖൈറുൻ ഒന്ന് വിളിച്ചു പറയുന്നില്ലേ?
ഈ കണ്ണൂര് എത്ര ഷാഫി പള്ളിയുണ്ടോ ആ ഷാഫി പള്ളിയിലെല്ലാം തന്നെ സുബൈന്റെ ബാങ്കിൽ അസ്സലാത്തു ഖൈറുൻ മിനെന്ന് വിളിച്ചു പറയാം. യഥാർത്ഥത്തിൽ ഷാഫി ഇമാമിനെ സ്വീകരിക്കുകയാണെങ്കിൽ അങ്ങനെ വിളിച്ചു പറയാൻ പറ്റുമോ? ഇല്ല. കാരണം അദ്ദേഹം വ്യക്തിതമായി പറഞ്ഞത് സുന്നത്തില്ല എന്നല്ല വെറുക്കപ്പെട്ടതാണ്. എന്നിട്ടും ഷാഫി മതയിലെ പണ്ഡിതന്മാര് ഇവിടെ ഹദീസിലേക്ക് സുന്നത്തിലേക്ക് മടങ്ങി ഇമാം സ്വന്തം ഇമാമിനെ കൈവിടുകയാണ്. അതുപോലെ തന്നെ രണ്ടാമതൊരു മസല വ്യത്യാസമാണ്. ഇതാ കാലൽ ഇമാമു വലവ്വാലിം ഫഖൂലു ആമീൻ. ഇമാമ് വലവ്വാലിം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ആമീൻ പറയണം. ഹദീസിൽ കാണാൻ സ്നേഹിതന്മാരെ നബിന്റെ കാലത്ത് ആമീൻ എന്ന് സഹാബത്ത് ഉറക്കെ പറഞ്ഞിട്ട് പള്ളിയിൽ വെക്കോ പ്രതിധ്വനി പള്ളി ഇങ്ങനെ പ്രകമ്പനം കൊള്ളാറുണ്ട് എന്നാ. അപ്പൊ വളരെ ഉച്ചത്തിൽ തന്നെയാണ് ആമീൻ പറയേണ്ടത്. ഇത് നബിന്റെ പ്രബലമായ സുന്നത്താണ്. അതേ അവസരത്തിൽ ഇമാം ഷാഫി ഇമാം അല്ലുമ്മ തന്നെ പറഞ്ഞെന്താ, ഹനഫി മദ്ഹബാണ് ഷാഫി ഇമാമും പറയുന്നത്. ഹനഫി മദ്ഹബില് ഉറക്കോദര നിസ്കാരാണെങ്കിലും ഉറക്കെ ആമീൻ പറയുകയില്ല. അതേ അഭിപ്രായം ഷാഫി ഇമാം അല്ലുമ്മ പറയാണ്, മർമൂമ് ഉറക്കെ ആമീൻ പറയുന്നതിനെ ഞാൻ തൃപ്തിപ്പെടുന്നില്ല, അത് മനസ്സിൽ രഹസ്യമാക്കി ആണ് വേണ്ടത്. എന്നിട്ടും ഇമാം നബവി രണ്ടാം ഷാഫിയായ ഇമാം നബവിയും എന്തിനധികം പറയും ഫത്തുൽ മുഈൻ വരെ ഇമാം ഷാഫിയുടെ കൈവിട്ട് അവര് പറഞ്ഞു ഷാഫി ഇമാമിന് നമ്മുടെ ഇമാമിന് ഹദീസ് കിട്ടാത്തത് കൊണ്ടാണ്. ഈ വിഷയത്തിൽ വന്ന സുന്നത്ത് ഷാഫി ഇമാമിന് സ്ഥിരപ്പെട്ട് കിട്ടിയിട്ടില്ല. പക്ഷേ ഷാഫി ഇമാം മരണവേളയിൽ നമ്മോട് പറഞ്ഞതെന്താണ്, ഇതാ സഹൽ ഹദീസ് ഫഹുവ മദ്ഹബി. ഷാഫി ഇമാമിന്റെ വ്യക്തിപരമായ അഭിപ്രായം നമ്മൾ സ്വീകരിക്കലല്ല, സുന്നത്ത് സ്ഥിരപ്പെട്ട് കണ്ടാൽ അതിലേക്ക് മടങ്ങാനാണ്. അതുകൊണ്ട് നമുക്ക് മടങ്ങാമെന്ന് പറഞ്ഞു. ഇന്നത്തെ ഷാഫി പള്ളിയിലെല്ലാം തന്നെ സുഹൃത്തുക്കളെ ഉറക്കെ ആമീൻ പറയുന്നില്ലേ. ഹനഫി പള്ളികളിൽ പറയുകയില്ല. പഴയ ഷാഫി പള്ളികളിൽ സലഫി പള്ളി മുജാഹിദ് പള്ളികളിലെ മാതിരി തന്നെ ഇമാമ് വലവ്വാലി എന്ന് പറഞ്ഞ ഉറക്കെ ആമീൻ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ആ സുന്നികൾ എന്താണ് ചെയ്യുന്നത്, സ്വന്തം ഇമാമായ ഷാഫിനെ കൈവിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കൈവിട്ടിട്ട് പ്രവാചകന്റെ സുന്നത്തിലേക്ക് അവർ മടങ്ങുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതുപോലെ മറ്റൊരു വിഷയം ഇമാം ഷാഫി വ്യക്തിതമായി പറഞ്ഞതാണ് സ്നേഹിതന്മാരെ, ഈ ചേലാകർമ്മ സുന്നത്ത് കല്യാണം നടത്തുക എന്നുള്ളത് ആണിനും പെണ്ണിനും ഫർളാണ്, നിർബന്ധമാണ്. അത് ഇമാം നബവി ഷറൈ മുഹദ്ദബിനും ഷറൈ മുസ്ലിമിനും പറയാണ്. നമ്മുടെ ഇമാം ഷാഫി പറഞ്ഞത് ചേലാകർമ്മ സുന്നത്ത് കല്യാണം പെണ്ണുങ്ങൾക്ക് ഫർളാണ് എന്നാണ്. ഷാഫിന്റെ അഭിപ്രായം അതാണ്. പക്ഷേ ഈ കേരളത്തിൽ ഏതെങ്കിലും ഷാഫിയാക്കള് പെൺകുട്ടികൾക്ക് ചേലാകർമ്മം നടത്താറുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? സ്ത്രീകൾക്ക് ചേലാകർമ്മം സുന്നത്തെ ഹദീസിൽ ഇടപെട്ട് വന്നിട്ടില്ല. അതേ അവസരത്തിൽ പുരുഷന്മാർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും സ്ത്രീകൾക്ക് എന്താണ് സുന്നത്ത് എന്ന നിലയ്ക്ക് തന്നെ പറന്നു പോകട്ടെ, കേവലം സുന്നത്ത് എന്ന നിലയ്ക്ക് പോലും ഇവിടുത്തെ ഷാഫിയാക്കള് പെൺകുട്ടികൾക്ക് എന്താണ് ചേലാകർമ്മം സുന്നത്തിന് നടത്തുന്നില്ല. അതിന് എന്താണെന്ന് ചോദിച്ചാൽ അവര് പറഞ്ഞെന്താ, അവിടെ ഞങ്ങൾ ഷാഫിനെ ഒഴിവാക്കുകയാണ്. ഷാഫിമാൻ പറഞ്ഞ ആ അഭിപ്രായത്തിന് രേഖല്ല, സ്ത്രീകൾക്ക് ചേലാകർമ്മം സുന്നത്ത് കർമ്മം നിർബന്ധമാണ് എന്നതിന് രേഖല്ല എന്ന് പറഞ്ഞ് ഇമാമിനെ കൈവിടുകയാണ് സ്നേഹിതന്മാരെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇമാം ഷാഫി അദ്ദേഹത്തിന്റെ അല്ലുമ്മിൽ വ്യക്തമായിട്ട് പറയാം, സാലിലബ് കുറുനരിനെ നമുക്ക് അറുത്തിട്ട് തിന്നാനാ ഭക്ഷിക്കാനാ. പ്രത്യേകം ഷാഫി പറയുന്നത് ചേറ്റുള്ള നാബുള്ള കുറുനരി കുറുക്കൻ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഫത്തുൽ മുഈൻ വരെ മറിച്ചോക്കിങ്ങള് പുത്തൂർ ബൈത്തിന്റെ പരിഭാഷ ഉണ്ട്, അത് മറിച്ചോക്കിയാൽ കാണാം. ഫത്തുൽ മുഈൻ വരെ പറയുന്നത് ഷാഫി മതിലെ ഗ്രന്ഥാണ്, അതിൽ കാണാം കുറുനരിനെ നമുക്ക് ഭക്ഷിക്കാനാ. എന്നിട്ട് ഈ കണ്ണൂര് ഏതെങ്കിലും ഷാഫിയാക്കൾ കുറുക്കനെ തിന്നാറുണ്ടോ, കുറുനരിനെ തിന്നാറുണ്ടോ? ഇല്ലല്ലോ. എന്തുകൊണ്ട്? സ്വന്തം ഇമാമ് വ്യക്തമായി പറഞ്ഞിട്ടും അല്ലുമ്മ എന്ന കിതാബിൽ കണിശമായി പറഞ്ഞിട്ടും ഇവിടത്തെ കേരളത്തിലെ ഒരു ഷാഫിയും ഒരു സുന്നിയും എന്താണ് കുറുക്കനെ അറുത്തിട്ട് തിന്നാറില്ല, കുറുനരിനെ അറുത്തിട്ട് തിന്നാറില്ല. കാരണം അവര് പറയുന്നത് അതേ ഹദീസിനെതിരാണ്. ഷാഫി ഇമാമിനെ ഹദീസ് വ്യക്തമായി ലഭിച്ചിട്ടുണ്ടാവില്ല, കിട്ടാത്തത് കൊണ്ട് ലഭിക്കാത്തത് കൊണ്ട് പറഞ്ഞതാണെന്ന് പറഞ്ഞ് ഷാഫിനെ ഇവിടെ കൈവിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഏതാനും 2-3 ഉദാഹരണങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചത്. പല വിഷയത്തിൽ നമ്മുടെ ഇമാമിന് ഈ വിഷയത്തിൽ സുന്നത്ത് കിട്ടിയിട്ടില്ല, ഹദീസ് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് സുന്നത്തേക്ക് മടങ്ങാന്ന് പറയാണ്. ഈ വിശാല മനസ്സ് സ്നേഹിതന്മാരെ എല്ലാ വിഷയത്തിലും പ്രകടിപ്പിച്ചാലും ഈ കണ്ണൂർ സുന്നി മുജാഹിദാണ് 2 വിഭാഗത്തിന്റെ ആവശ്യം ഉണ്ടാവുകയില്ല. കാരണം തറാവി ഇമാം ഷാഫി 23 റക്അത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിച്ച് എന്നാൽ തന്നെ നബിചര്യ അതിലുണ്ടോ? ഒറ്റ ഹദീസ് അതിലില്ലല്ലോ. ഒറ്റ ഹദീസ് നബിസ്വലാസ്ലം 23 തറാവി നിസ്കരിച്ച് വന്നിട്ടില്ല. അപ്പം പള്ളിയിൽ അസ്സലാത്തു ഖൈറുൻ മിനൻ നൗം എന്ന വിഷയത്തിൽ ഇവിടുത്തെ സുന്നികൾ കാണിച്ച വിശാല മനസ്സ് തറാവിന്റെ വിഷയത്തിൽ പ്രകടിപ്പിച്ചാൽ മതി. എന്നാ തറാവിന്റെ വിഷയത്തിലെ തർക്കം തീർന്നില്ലേ? സുബീന്റെ കുനൂത്തിൽ അസ്സലാത്തു ഖൈറുൻ മിനൻ നൗം എന്ന വിഷയത്തിൽ സുന്നികൾ പ്രകടിപ്പിച്ച വിശാല മനസ്സ് കുനൂത്തിന്റെ വിഷയത്തിനും പ്രകടിപ്പിച്ചാൽ മതി. ഷാഫി അങ്ങനെ കുനൂത്ത് ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഹദീസ് സ്ഥിരപ്പെട്ട് വന്നിട്ടില്ലല്ലോ.
അസ്സലാത്തു ഖൈറും മിനൻ നൗമിൽ ഹദീസ് സ്ഥിരപ്പെട്ട് വന്നതിനാൽ ഇമാം ഷാഫിന്റെ അല്ലുമ്മിൽ വരെ പറഞ്ഞ അഭിപ്രായം ഉപേക്ഷിച്ചില്ലേ? അപ്പോൾ ആ തർക്കം തീർന്നു. അങ്ങനെ ഓരോരോ തർക്കെടുത്ത് നോക്കി നിങ്ങൾ. ആ അസ്സലാത്തു ഖൈറും മിനൻ എന്ന് പറഞ്ഞാൽ വിളിച്ചു പറയുന്ന വിശാല ആ വിഷയത്തിൽ ആ മസലയിൽ പ്രകടിപ്പിച്ച വിശാല മനസ്സ് എല്ലാറ്റിനും പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ഈ തർക്കം തന്നെ തീർന്ന് പിന്നെ ജനങ്ങൾ ഖുർആനിക്കും സുന്നത്തുക്കും ഓട്ടോമാറ്റിക്കലായിട്ട് തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. പക്ഷേ ചില വിഷയത്തിൽ പിടിവാശി പിടിക്കുകയാണ്. എത്രയോ വിഷയത്തിൽ അവർ പിടിവാശി പിടിക്കുന്നില്ല. ഒരു ഉദാഹരണം കൂടി പറയാം. ഒരിക്കൽ നബിസ്വലാം നിസ്കരിച്ചു കഴിഞ്ഞിരുന്നു, സലാം വിട്ടിരുന്നു. ആ അവസരത്തിലാണ് സ്നേഹിതന്മാര് ഒരു സഹാബി വര്യൻ താമസിച്ച് കയറി വന്നത്. അവൻ നബിസ്വലാം ചോദിച്ച് മൈ യത്തജിറു അലാ ആദാം, ഈ മനുഷ്യൻ ഒറ്റയ്ക്ക് നിസ്കരിച്ചാൽ കൂലി കുറയും, അതുകൊണ്ട് നിങ്ങളിൽ ആരുണ്ട് ഇദ്ദേഹത്തിന് കൂട്ടുകച്ചവടം ഒരു കച്ചവടന്മാര് ചെയ്തു കൊടുക്കുമെന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ ഇമാമായി നിന്ന് കൊടുത്താൽ ഇയാൾക്ക് ഇരട്ടി കൂലി കൂടുതൽ കിട്ടുമല്ലോ. മറ്റൊരു ഹദീസിൽ കാണാമായി യതസദ്ദഖു അലാ ഹാദാ, നിങ്ങളിൽ ആരാണ് ഇയാൾക്കൊരു ധർമ്മം ചെയ്യാന്ന് ചോദിച്ച് അതിന്റെ സഹാബി മുന്നിട്ട് വന്ന് അങ്ങനെ നിസ്കരിച്ച ഇമാമിനെ തന്നെ നിസ്കരിച്ച വ്യക്തിനെ നിർത്തിയിട്ട് രണ്ടാമത് ഇമാമിൽ നിന്ന് നിസ്കരിക്കണം. ഇന്ന് ഗൾഫ് നാടിലൊക്കെ ഉണ്ടാണ്, നമ്മുടെ കേരളത്തിലാണ് കാണാത്ത തീരെ സ്വഭാവം. സൗദി അറേബ്യയിലെല്ലാം തന്നെ കാണാം. ഒരാള് നിസ്കാര ശേഷമാണ് ഒരാൾ പള്ളിയിൽ കയറി വന്നതെങ്കിൽ നിസ്കരിച്ച ആളെന്നെ ആൾക്ക് വേണ്ടി ഇമാമെന്ന് കൊടുക്കും, എന്നിട്ട് തുറന്ന് നിസ്കരിക്കും. കാരണം ഇയാൾക്കൊരു സുന്നത്തിന്റെ കൂലി കിട്ടി. ആർക്ക്? ഇമാമ് നിന്ന് കൊടുക്കാനും നിസ്കരിച്ചോനോ ഒറ്റയ്ക്ക് നിസ്കരിച്ചാൽ കിട്ടുന്നേക്കാൾ 25 ഇരട്ടി കൂലി അയാൾക്കും കിട്ടി. അപ്പൊ രണ്ടു കൂട്ടർക്കും ഉപകാരപ്പെടും. പക്ഷെ ഈ സുന്നത്തിന് തീരെ നമ്മൾ ശ്രദ്ധിക്കാറില്ല. പക്ഷെ ഗൾഫ് നാടുകളിൽ അങ്ങനെ കാണാൻ ഒറ്റയ്ക്കൊരാൾ പള്ളി നിസ്കരിച്ചിട്ട് കാണൂല. നിസ്കരിച്ച് കഴിഞ്ഞവനാണെങ്കിൽ തന്നെ ഇമാമെന്ന് കൊടുക്കുകയാണ്. അപ്പൊ ഇത് പ്രബലമായ സുന്നത്താ. പഴയ ഷാഫി ഇമാമിന്റെ അല്ലൂമിൽ ഇമാം ഷാഫി എന്താ പറഞ്ഞത്? ഒരു പള്ളിയിൽ ആദ്യത്തെ ജമാഅത്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്നവരൊക്കെ യുസല്ലൂന ഫുറാദാന്ന ഷാഫി അല്ലുമിൽ കണിശമായിട്ട് പറയാണ്. പിന്നെ ഒറ്റക്കൊറ്റക്ക് നിസ്കരിക്കണ രണ്ടാമത്തെ ജമാഅത്ത് സംഘടിപ്പിക്കാൻ പാടില്ല എന്നാ. ഹനഫി മദ്ഹബ് അങ്ങനെ തന്നെയാണ്. ഒരാൾ നിസ്കരിച്ച് കഴിഞ്ഞ ആദ്യത്തെ ജമാഅത്ത് പള്ളിയിൽ നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ 10-20 ആള് വന്നാലും രണ്ടാമത് ജമാഅത്ത് സംഘടിപ്പിക്കാൻ പാടില്ല, ഒറ്റക്കൊറ്റക്ക് നിസ്കരിക്കണമെന്ന് ഷാഫി ഇമാം കണിശമായിട്ട് അല്ലുമ്മിൽ പറയാം. എന്നിട്ടും ഈ കേരളത്തിലെ മുഴുവൻ ഷാഫി പള്ളിയിലും 2, 3, 4 ജമാഅത്ത് സംഘടിപ്പിക്കുന്നില്ലേ? മുസ്ലിയാക്കന്മാർ അതിന് എതിർക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഓലെ ഇമാം അത് പാടില്ല എന്നല്ല പറഞ്ഞത്. ശരി, എന്നിട്ടും ഇമാമിനെ കൈവിടാം. എന്തുകൊണ്ട്? നബിചര്യ അവിടെ സ്ഥിരപ്പെട്ട് കാണാം, സുന്നത്തിലൂടെ സ്ഥിരപ്പെട്ട് കാണുകയാണ്. അവ മുസ്ലിയാക്കന്മാർ സുന്നത്തിലേക്ക് മടങ്ങാനും സ്വന്തം ഇമാമിനെ ഷാഫിനെ കൈവിടുകയാണ്. ഇങ്ങനെ എത്ര മസലങ്ങളോട് ആവശ്യപ്പെടി. ഞാൻ അഹങ്കരിക്കല്ല, കിബിർ പറയല്ല. പക്ഷെ യാഥാർത്ഥ്യം ഞങ്ങളെ മുമ്പിൽ പറയാണ്. ധാരാളം വിഷയത്തില് ഷാഫി ഇമാമിന് തെറ്റുപറ്റൂല, ഷാഫി ഇമാമിന് പേര് സംഭവിക്കൂല, ഷാഫി ഇമാം പറഞ്ഞ അപ്പടി സ്വീകരിക്കണം എന്നെല്ലാം പറഞ്ഞ മുസ്ലിയാക്കന്മാര് ധാരാളം 1-2 വിഷയത്തിലല്ല പല വിഷയത്തില് ഷാഫി ഇമാമിനെ കൈവിട്ടിട്ട് അവർ നബിചര്യയിലേക്ക് മടങ്ങുന്നുണ്ട് എന്ന്. അതിനൊരു 5 ഉദാഹരണം മാത്രം ഞാൻ നിങ്ങളെ മുന്നിൽ വെച്ചെന്ന് മാത്രം. ഇനി സ്നേഹിതന്മാരെ, ഇമാം ഷാഫിന്റെ രണ്ടാമത്തായ മൗലികമായ തത്വം, അതായത് ഒരു വിഷയത്തിൽ പ്രവാചകന്റെ മുത്തുനബിന്റെ സുന്നത്ത് സ്ഥിരപ്പെട്ട് നമ്മൾ കണ്ട്, നബിചര്യ നമ്മൾ സ്ഥിരപ്പെട്ട് കണ്ട്, അതിനെതിരായിട്ട് സഹാബത്തിന്റെ ചര്യം കണ്ടാൽ ഇമാം ഷാഫിന്റെ അല്ലുമ്മിൽ എത്ര സ്ഥലത്താ പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും സഹാബത്ത് തെളിവല്ല, സഹാബത്തിനെ സ്വീകരിക്കാൻ പാടില്ല. നബിചര്യനെ കൈവിട്ടിട്ട് ആരും സ്വീകരിക്കാൻ പാടില്ല എന്ന് 1-2 സ്ഥലത്തല്ല സ്നേഹിതന്മാരിൽ 10-100 സ്ഥലത്ത് ഇമാം ഷാഫി അല്ലുമ്മിലും അറിസാലും പറഞ്ഞിട്ടുണ്ട്. ഒരു ഉദാഹരണം മാത്രം ഞാൻ നിങ്ങളെ മുമ്പിൽ കേൾപ്പിക്കാം. ഇപ്പം ഗ്രഹണ നിസ്കാരം നമുക്കറിയാലോ. സാധാരണ നിസ്കാരം പോലെയുള്ള ഗ്രഹണ നിസ്കാരം ആദ്യം കൈകെട്ടിയിട്ട് പിന്നെ ഫാത്തിഹ ഓതിയിട്ട് ഖുർആനെ ദീർഘമായിട്ട് ഓതും. എന്നിട്ട് വീണ്ടും അല്ലാഹു അക്ബർ എന്നിട്ട് റുക്കൂയിലേക്ക് പോകും. റുക്കൂവിന് എഴുന്നേൽക്കുമ്പോൾ സമി അല്ലാഹു ലിമൻ ഹമീദ എന്ന് പറയാം. വീണ്ടും കൈകെട്ടാണ്, വീണ്ടും കൈകെട്ടിയിട്ട് വീണ്ടും ഫാത്തിഹ ഓതാണ്, ഖുർആൻ ഓതാണ്. അപ്പൊ ഒരു റക്അത്തിൽ 2 റുക്കൂ വരും എന്ന് പറഞ്ഞാൽ ഒരു റക്അത്തിൽ 2 ഫാത്തിഹയും 2 പ്രാവശ്യം ഖുർആൻ ഓതലും. റക്അത്ത് 2 4 ഫാത്തിഹ വരും. അങ്ങനെ നബിസ്വലാം ഗ്രഹണ നിസ്കാരത്തിലും ഒരു റക്അത്തിൽ 2 റുക്കൂ ചെയ്തത് വളരെ സ്ഥിരപ്പെട്ടതാണ്. ഇമാം ഷാഫി ഹദീസ് ഉദ്ധരിച്ച് ഹദ്ദസനാണ് ഹദീസ് ഉദ്ധരിച്ചു എന്നിട്ട് പറഞ്ഞു ഞാൻ പറയുന്നത് ഈ ഹദീസിൽ പറഞ്ഞതാ എന്ന് പറഞ്ഞാൽ റുക്കൂവില് ഗ്രഹണം നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ ഒരു റക്അത്തിൽ 2 റുക്കൂ വർദ്ധിപ്പിക്കണം. ഷാഫി ഇത് പറഞ്ഞപ്പോൾ ഷാഫിനെ എതിർത്തും കൊണ്ട് എതിരാളികൾ പറഞ്ഞ്, ഷാഫി ഇമാമൻ നിങ്ങൾ പറഞ്ഞ അഭിപ്രായം ഖുലഫാഉർ റാഷിദീങ്ങൾ അബൂബക്കർ, ഉമർ, ഉസ്മാന്റെ ഒക്കെ അഭിപ്രായത്തിന് എതിരാണല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഷാഫി അതിന് കൊടുക്കുന്ന ചുട്ട മറുപടി എന്താണെന്നറിയാം നിങ്ങൾ? ഇന്നാ ഇദാ അലിന്ന അന്നൻ നബിയ ഖാല ശൈഅൻ വഖാല വൈറഹു വലാ യശുക്കു മുസ്ലിമുൻ അന്നമാ ജാഅ അനിൻ നബിയ്യി ഖാല ഔലാ യുഖദ ബിഹി. ഒരു വിഷയത്തിൽ പ്രവാചകന്റെ ചര്യ സുന്നത്തുന്നതാണെന്ന് നമുക്ക് വ്യക്തമായി
അബൂബക്കർ, ഉമർ, ഉസ്മാനൊക്കെ സഹാബത്തൊക്കെ ഇന്നതാണ് ചെയ്തതെന്നും വ്യക്തമായി. എന്നാൽ ഒരു മുസൽമാന് സംശയിക്കൂലെന്നാ ഷാഫി പറയുന്നത്. ഒരു മുസ്ലിം സംശയിക്കാൻ പാടില്ല, പ്രവാചകന്റെ സുന്നത്താ എടുക്കേണ്ടത്, സഹാബത്തിന്റെതല്ല നമ്മൾ എടുക്കേണ്ടത്, നബിചര്യനെയാണ് എടുക്കേണ്ടത്, പ്രവാചകന്റെ സുന്നത്താണ് എടുക്കേണ്ടത് എന്നതിൽ ഒരു മുസ്ലിമായ ആണും പെണ്ണും സംശയിക്കാനും പാടില്ല എന്നാണ്. ഇതാരാണ് പറയുന്നത്? ഇമാം ഷാഫി അല്ലുമ്മിൽ പറയാം. ഇങ്ങനെയാണ് സ്നേഹിതന്മാരെ അല്ലുമ്മി 7ാമത്തെ വാൾ എന്താണ് അറിയുന്നത്? ഹദ്ദസനായിട്ട് ഇങ്ങനെ ഹദീസ് ധരിക്കും നബിയിലേക്ക്. എന്നിട്ട് ഷാഫി പറയും, ഈ ഹദീസിൽ സുന്നത്ത് പറഞ്ഞതാണ് ഞാൻ പറയുന്നത്. പക്ഷെ എന്റെ എതിരാളികൾ പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞതിന് എതിരാണല്ലോ ഉമറിന്റെ അള്ളാന്റെ അഭിപ്രായം, നിങ്ങൾ പറഞ്ഞതിന് എതിരാണല്ലോ ഉസ്മാന്റെ അഭിപ്രായം, നിങ്ങൾ പറഞ്ഞതിന് എതിരാണല്ലോ ഖുലഫാഉർ റാഷിദുകളുടെ അഭിപ്രായം എന്ന് പറയുമ്പം അദ്ദേഹം ഷാഫി കൊടുക്കുന്ന മറുപടി ഇതാണ്: എനിക്കത് നോക്കേണ്ട ആവശ്യമല്ല, പ്രവാചകന്റെ ഇന്നതാണ് തെളിഞ്ഞിട്ടുണ്ട്, പ്രവാചകന്റെ സുന്നത്ത് ഇന്നതാണെന്ന് തെളിഞ്ഞാല് സഹാബത്തിന്റെത് ഒരിക്കലും രേഖയല്ല, നബിന്റെ ചര്യയാണ് എടുക്കേണ്ടതെന്നൊരു മുസൽമാന് സംശയിക്കൂല എന്നാണ്. ഇതാണ് ഷാഫിയുടെ 2ാമത്തെ മൗലിക തത്വം എന്ന് പറഞ്ഞാല് പ്രവാചക ചര്യ സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു സഹാബിന്റെയും അഭിപ്രായത്തിന് യാതൊരു വിലയും കൽപ്പിക്കാൻ പാടില്ല. ഷാഫി ഇമാമിന്റെ ഈ 2ാമത്തെ തത്വം ഇന്നത്തെ സുന്നികളുമായിട്ട് വലിയ ബന്ധമുണ്ടോ സ്നേഹിതന്മാര്? ഇന്നത്തെ ഷാഫിയാക്കളെന്ന് പറയുന്നവരേക്ക് ബന്ധമുണ്ടോ? ഇല്ല. ബന്ധമുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് കേൾക്കുന്നതാണ്, ആർക്കും തർക്കമല്ല. എതിരാളികൾ എന്നെ പറഞ്ഞെന്താ? മക്കയിലെ ഉമർ അള്ളാഹു തറാവി 23 നിസ്കരിച്ച് സെൽസബിൽ ഉമർ മൗലിയ തറാവി 11 വെട്ടിമുറിച്ചിരുന്ന. മക്കത്തെ വെളിയങ്കോണ്ട് ഉമർ തറാവി 11, മക്കത്തെ ഉമർ മദീനത്തെ ഉമർ തറാവി 23. ഇതാണ് അവര് പറയുന്നത്. ഒരിക്കലും ഒരു മൂലാര് പ്രസംഗം കേട്ടിക്കണോ? മുഹമ്മദ് നബി തറാവി 23 നിസ്കരിച്ച് മുജാഹിദ് അത് 11 വെട്ടിച്ചിരിക്കുന്നു. ഒരു സുന്നി മൂലാരും പ്രസംഗിക്കാൻ കേട്ടിട്ടില്ല. ഒരു സുന്നി മുസ്ലിയാരും മക്കത്തെയും മദീനത്തെയും അബൂബക്കർ തറാവി 23 നിസ്കരിച്ച് അത് സലഫീങ്ങൾ എന്താണ് 11 വെട്ടിമുറിച്ചെന്ന് പറയുന്നില്ല. പിന്നെ അവരെന്നെ പറയുന്നെന്താ? മക്കത്തെ ഉമർ തറാവി 23 നിസ്കരിച്ച് അത് 11 അപ്പൊ മുഹമ്മദ് നബി 11 നിസ്കരിച്ച് അവരും സമ്മതിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ശൈലി യഥാർത്ഥത്തിൽ ഒരു ഷാഫി ഉപയോഗിക്കാൻ പറ്റുമോ? ഒരു മുസ്ലിയാരി ഞാൻ ഷാഫി മദ്ഹബുകാരാന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനത്തെ ഒരു ശൈലിനെ ഉപയോഗിക്കാൻ പാടില്ല. കാരണം മുഹമ്മദ് നബിന്റെ ഇന്നതാന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പിന്നെ ഉമർ ഖുലഫാഉർ റാഷിദീൻ വരെ അഭിപ്രായം സ്വീകരിക്കാൻ പാടില്ല എന്നാ. ഇവിടെ അബൂബക്കർ 23 അല്ല 11 നിസ്കരിച്ചത് മറുപക്ഷം സമ്മതിക്കുന്നുണ്ടല്ലോ. ഇതുവരെ ഒരു മുസ്ലിയാർ പറഞ്ഞാൽ കേട്ടിട്ടില്ല അബൂബക്കർ തറാവി 23 നിസ്കരിച്ച് എന്നിട്ട് അത് സലഫീങ്ങൾ 11 വിമർശനം കേട്ടിട്ടില്ല. പിന്നെ ഉമർ 23 നിസ്കരിച്ച് അത് ചുരുക്കിയേ പറയുന്നുള്ളൂ. അപ്പോൾ 4 ഖുലഫാഉർ റാഷിദീൻ 23 നിസ്കരിച്ചെന്ന് നമ്മൾ സങ്കല്പിക്കാം. എങ്കിൽ വരെ സ്നേഹിതന്മാരെ നബി 11 നിസ്കരിച്ചെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ പിന്നെ അത്ര ഉമറിന്റെയും അബൂബക്കറിന്റെയും അഭിപ്രായം ഉദ്ധരിക്കാൻ തന്നെ പാടില്ല എന്നാ. അപ്പൊ ഇതാണ് 2ാമത് ഇമാം ഷാഫിന്റെ അടിസ്ഥാന മൗലിക തത്വം. പ്രവാചകന്റെ സുന്നത്ത് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ മറ്റുള്ള അഭിപ്രായത്തിന് വിലല്ല. അതിനൊരു മസാലയും കൂടി ഞാൻ പറയാം. 10 or 15 ഹദീസിന്റെ സ്നേഹിതന്മാര് പ്രവാചകൻ ഉമെടുത്തിട്ട് ഭാര്യനെ സ്പർശിച്ചത്, ഭാര്യനെ തൊട്ടത്. ബുഖാരി മുസ്ലിമിനെ തന്നെ കാണാം. ലക്ഷ്യാത്ത രാത്രി നിസ്കരിക്കും. ചിലപ്പോൾ ഞാൻ അന്ന് വീട്ടിൽ വിളക്ക് കത്തിയ ബുഖാരി പ്രത്യേകം പറയുന്നുണ്ട്, അന്ന് വീട്ടിൽ വിളക്ക് കത്തിക്കാറില്ല എന്നാ. അത്രയ്ക്ക് ദരിദ്രന്മാരാണ് നബിയും കുടുംബവും എന്നർത്ഥം. എന്നിട്ട് ഞാൻ ജനാദ മയ്യത്ത് വിലങ്ങക്കിടക്കണമായ നബിന്റെ വിലങ്ങട്ട് കടക്കും. അങ്ങനെ നബി സുജൂദ് ചെയ്യുമ്പോൾ എന്റെ ശരീരത്തിനാ സുജൂദ് ചെയ്യുക. അപ്പൊ ഒമദനീന ബുഖാരിന്റെ റിപ്പോർട്ടാ. ചേച്ചി എന്നെ നുള്ളും തിച്ചുണ്ടാം. അപ്പൊ ഞാൻ കാല് വലിക്കും. ഇങ്ങനെ എത്ര ഹദീസാണുള്ളതെന്നറിയാം നിങ്ങൾ. അപ്പൊ ഇതിൽ നിന്നൊക്കെ വളരെ വ്യക്തമായി ഭാര്യ ദമ്പതിമാര് പരസ്പരം സ്പർശിച്ച് അല്ലെങ്കിൽ അന്യ പെണ്ണിനെ ഒന്ന് ഉടുത്തൊരു തൊട്ടുകൊണ്ട് ഒന്നും മുറിയില്ല എന്നുള്ളത്. പക്ഷേ ഷാഫിയാക്കൾ ഇതിനൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യാണ്. ഇന്നത്തെ മുസ്ലിയാക്കന്മാര് അവര് പറയുന്നത് എന്താണ്? ആയിഷാ ബീബിനെ നബി തോണ്ടിയപ്പോൾ നുള്ളിയപ്പോൾ ആയിഷാ ബീബിന്റെ ശരീരത്തിൽ എന്തുണ്ടാവും? വസ്ത്രം ഉണ്ടാവുന്ന, ചർമ്മം തൊട്ടിട്ടുണ്ടാവില്ല. അപ്പൊ ദമ്പതിമാര് കിടന്നുറങ്ങുന്ന അവസരത്തിൽ സ്നേഹിതന്മാര് കാല് മുഴുവൻ ചുറ്റിങ്ങാണ്ട കിടക്കുക. പണ്ടൊരു പുട്ടുംകുച്ചിയാണ് സാധനം ഉണ്ടായി, ഇന്നത്തെ പുട്ടുംകുച്ചിയല്ല. ആ പുട്ടുംകുച്ചി ഇങ്ങനെ ശീല ചിറ്റലാണ്. ഇതേമാതിരി കാല് മുഴുവനും ശീല ചിറ്റിയിട്ട് കിടക്കുക നമുക്ക് പറയാൻ പറ്റുമോ? പോട്ടെ, ഞങ്ങൾ സങ്കല്പിക്കാം. എന്നാ മുസ്ലിമിലെ ഹദീസ് ദുർവ്യാഖ്യാനത്തിന് പറ്റുമോ? മുസ്ലിമിലെ ഹദീസിന് ആയിഷാനി പറയുന്ന ഒരിക്കലും ഞാൻ കിടപ്പറയിൽ നബിനെ തപ്പി നോക്കി, നബിനെ കാണില്ല. എനിക്ക് സംശയം, എനിക്കന്ന് അശുദ്ധിയാണ്, നബി മറ്റു ഭാര്യന്റെ അടുത്ത് പോയോ? അങ്ങനെ ഞാനിങ്ങനെ തപ്പി നോക്കുന്ന സമയത്ത് നബി നിസ്കരിക്കുകയാണ്. നബിന്റെ കാലിന്റെ ഉള്ളിൽ പ്രത്യേകം പറയാൻ നബിന്റെ നനവ് നാം, ആ ചർമ്മത്തിന്റെ നനവ് വരെ അനുഭവപ്പെട്ടു നാം. സുബ്രാനി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, എന്നെ പിശാച് പിടികൂടി. എന്നിട്ട് എന്നോട് പറഞ്ഞ് നബി കുളിച്ചിക്കണമെന്ന് അറിയാൻ വേണ്ടി ഈ മുടിന്റെ ഉള്ളിലൊന്ന് കൈ പ്രവേശിപ്പിച്ച് നോക്കുന്നായിരുന്നു. അങ്ങനെ നബി നിസ്കരിക്കുന്ന അവസരത്തിൽ ഞാൻ നബിന്റെ തലന്റെ മുടിന്റെ ഉള്ളിൽ കൂടെ കൈയിട്ട് നോക്കിയിരുന്ന.
ചർമ്മം തൊട്ടില് എത്ര ഹദീസ് ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഉതെടുത്തിട്ട് ഭാര്യമാരെ തൊട്ടുകൊണ്ടെന്താണ് ഉതുമുറിയിലെ പ്രശ്നമല്ല എന്നുള്ളത് ഇത് വ്യക്തമായി തെളിഞ്ഞതാണ്. എന്നാലും ഇവിടെ മുസ്ലിയാക്കന്മാർക്കുള്ള രേഖ എന്താ? ഇബ്നു ഉമർ അഭിപ്രായപ്പെട്ടിരിക്കുന്നതെന്നാണ് പെണ്ണിനെ തൊട്ടാൽ ഉതുമുറി എന്നുള്ളത്. ഇബ്നു ഉമർ അങ്ങനെ പറഞ്ഞിരിക്കുന്ന നമ്മൾ സങ്കല്പിച്ച സ്നേഹിതന്മാര്. എന്നാൽ തന്നെ നബിചര്യ ഇവിടെ സ്ഥിരപ്പെടുമ്പോൾ അതിന് പ്രസക്തി ഉണ്ടോ? ഒരിക്കലുമില്ലല്ലോ. ആയിഷാ ബീബിന്റെ ഹദീസാണ്, വളരെ വ്യക്തമായതാണ്. അതിനെ നമുക്ക് വ്യാഖ്യാനം ചെയ്യാൻ പറ്റുമോ? ആയിഷാ യുദ്ധത്തിലും നബി സലാത്തനെ ഉടുത്തിട്ട് തന്നെ ചുംബിക്കാറുണ്ട് എന്നാ. എന്നിട്ട് നബിനാസം നിസ്കരിക്കാൻ പോകും, ഉടുക്കാറില്ല. ഉടുക്കാതെ തന്നെ നബി നിസ്കരിക്കും. ഈ ഹദീസിന് കുഴപ്പമില്ല. ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് ഉർവത്തിബിന് മുജിനി എന്ന വ്യക്തിയല്ല ഞാൻ ഉദ്ധരിച്ച ഹദീസ് ഉദ്ധരിക്കുന്നത്. ഉർവത്തിബിന് സുബൈർ എന്ന് പറഞ്ഞ ആയിഷാ ബീബിന്റെ മകനായ സഹോദരി അസ്മന്റെ മോന്. നല്ല മുത്തുപോലുള്ള ഹദീസാണ് ഇബ്നു മാജന്റെ റിപ്പോർട്ട്. നബി ഉടുത്ത ശേഷം ബാലിനെ ചുംബിച്ചിട്ട് ഉദു പൂർത്തിയാക്കി എന്ന് പറഞ്ഞ മുഹമ്മദ് നബി വീണ്ടും ഒന്നും ഉടുക്കാറില്ല, നിസ്കരിക്കാൻ പോവുക. പക്ഷേ ഈ വിഷയത്തിൽ മൂലയന്മാർക്ക് ആകെ തെളിവെന്താന്ന് അറിയങ്ങള് നിഷ്കാത്തിന് ഇബ്നു ഉമർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഭാര്യമാരെ സ്പർശിച്ചാല് തമ്മിൽ തൊട്ടാൽ എന്താണ് ഉളുമുറി എന്ന് ഇബ്നു ഉമർ പറഞ്ഞിട്ടുണ്ട് എന്നൊരു അസറാണ്, ഒരു അഭിപ്രായമാണ്. ആ അഭിപ്രായം സ്ഥിരപ്പെട്ടിരിക്കുമെന്ന് വിചാരിക്കാം. എന്നാലും ഷാഫിയ എന്ന് പറയുന്ന മൂല്യർക്കൾ ഉദ്ധരിക്കാൻ അവകാശം ഉണ്ടോ? ഒരിക്കലും ഇല്ലാന്നർത്ഥം. മുഹമ്മദ് നബിന്റെ സുന്നത്തോട് വ്യക്തിപരമായിട്ട് സ്ഥിരപ്പെടുമ്പം സഹാബത്തിന്റെ അഭിപ്രായത്തിനൊന്നും യാതൊരു പ്രസക്തിയില്ലാണ്. ഇതാ ഷാഫിന്റെ രണ്ടാമത്തായ അഭിപ്രായം. ഇനി മൂന്നാമത്തെ അദ്ദേഹത്തിന്റെ മൗലിക തത്വം എന്താണ്? ഒരിക്കലും സ്നേഹിതന്മാര് നല്ലതാണ്, പുതിയതല്ലേ, നിസ്കാരല്ലേ, നോമ്പല്ലേ എന്ന് വിചാരിച്ച് മുഹമ്മദ് നബിന്റെ സുന്നത്തിന്റെ പിമ്പലല്ലാത്ത ഒരു നിസ്കാരവും ഒരു നോമ്പും ഒന്നും തന്നെ ഇസ്ലാമിൽ നിർമ്മിക്കാൻ പാടില്ല. ഇതാണ് ഷാഫിന്റെ മൂന്നാമത്തായ മൗലിക തത്വം. അദ്ദേഹത്തിന് അർദീസാൻ എന്ന കിതാബിൽ എന്താ പറഞ്ഞ ഷാഫി എന്നറിയോ? അന്നമാൻ ഇസ്തന ആരെങ്കിലും നല്ലതല്ലേ, നല്ല വിദ്യാർത്ഥിയാണ് കണ്ടേ. നല്ല വിദ്യാർത്ഥിന്റെ കഴുത്തിന് ആദ്യമായി കടാരി വെച്ച പണ്ഡിതൻ ആരാന്നറിയങ്ങള്? മദ്ഹബിന്റെ ഇമാമികൾ കർശനമായിട്ട് ഇമാം ഷാഫിയാണ്. നല്ല വിദ്യാർത്ഥിയായിട്ട് ഒന്നില്ല ഷാഫി ഇമാം പറയാം. നല്ല വിദ്യാർത്ഥിയുണ്ട് എന്ന് പറഞ്ഞ് ആരെങ്കിലും മതത്തില് ഇസ്ലാമിൽ എന്തെങ്കിലും കടത്തി കൂട്ടിയാല് പദ്ധതി ശറഅാന. അവൻ സ്വയം മതം ഉണ്ടാക്കുകയാണ് എന്നാ, ഓൻ പഠിച്ചവനാകുകയാണ് എന്നാ. ഒരാള് നല്ലതല്ലേ, മൗലൂദ് നബിദിനം നബി ചെയ്തിട്ടില്ല ശരി, എന്നാലും ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ നല്ലതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നബിന്റെ മാതൃകയില്ലാത്തൊരു പുണ്യകർമ്മം ഇമാം ഷാഫി അഹീസാനി പറയാം. നല്ലതാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും ഒരു പുണ്യകർമ്മം മതത്തിൽ ഉണ്ടാക്കിയാൽ അവൻ സ്വയം ശരീഅത്ത് നിയമം സ്വയം നിർമ്മിക്കാമെന്ന് പറഞ്ഞു. ഇനി സ്നേഹിതന്മാരെ എത്ര മസലങ്ങൾ കാണുന്നറിയോ? നല്ല നല്ല നിസ്കാരങ്ങൾ, നല്ല നല്ല പ്രാർത്ഥനകൾ ഷാഫി മദ്ഹബിൽ കാണാം. ഇനി നബിചര്യയിൽ സ്ഥിരപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് ഉപേക്ഷിക്കണമെന്ന് പറയുന്നത്. അതിന് ഏതാനും ചില തെളിവ് ഞാൻ നിങ്ങളെ മുമ്പിൽ വെക്കാം. മിൻഹാജ്, തൂഫ, മഹല്ലി എല്ലാം കിതാബിൽ കാണാം. എല്ലാ ഷാഫി മദ്ഹബിന്റെ കിതാബിലും കാണാം. എന്താണ് കാണുന്നത്? ഹദഫ്തു ദുആഅൽ അഅ്വാഇ ഇതിനാ അസ്ലലഹു. നമ്മൾ വുദു എടുക്കുന്ന അവസരത്തിൽ ബിസ്മി ചൊല്ലണം, അത്രേ നബി പഠിപ്പിക്കുന്നിട്ടുള്ളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലുക. ഇനി അതെന്നെ മറന്നാലോ പ്രശ്നമൊന്നുമില്ല, അത് സുന്നത്ത് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും തന്നെ നബി ചൊല്ലിയിട്ടില്ല. സ്നേഹിതന്മാര് ചിലര് പലതും ചൊല്ലും, നിയ്യത്ത് ചൊല്ലും, നിസ്കാരം ഹലാക്കിലാക്കാന്ന് പറയും കേട്ടോ. നിസ്കാരത്തെ ആകെ ഹലാക്കിലാക്കാൻ ഞാൻ ഒന്നെടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചൊല്ലി പറയും. ചില ആളുകൾ അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറാ, ഒന്നെടുക്കാൻ വേണ്ടി വെള്ളം ശുദ്ധിയാക്കി തന്ന പടച്ചോനെ സർവ്വസ്തുതിയുന്ന. ഇനി സ്തുതി പറയുകയാണെങ്കിൽ തന്നെ ഒന്നെടുത്ത ശേഷം പറയേണ്ടി കേട്ടോ. ഇപ്പൊ ചോറ് കഴിക്കുമ്പോ എപ്പോഴാ നമ്മൾ സ്തുതി പറയാ? ചോറ് കഴിക്കുന്ന മുമ്പല്ലല്ലോ, ചോറ് വെച്ച് കഴിഞ്ഞിട്ടാണ്. ചോറ് കഴിക്കാൻ നിൽക്കുമ്പോ ബിസ്മിയെ ചൊല്ലുക. ചോറ് ഭക്ഷണം കഴിച്ചിട്ടാണ് ഹംദ് പറയാ. ഇത് ഒന്നുവിന്റെ മുമ്പ് തന്നെ പറയാണ് അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറാ, വെള്ളം ശുദ്ധിയാക്കി തന്ന പടച്ചോന് സർവ്വസ്തുതി എന്നൊക്കെ. ഒന്നും പ്രവാചകൻ ചൊല്ലാറില്ല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലും. ഇത് ചൊല്ലണമെന്ന് പറഞ്ഞിട്ട് തുഹ്ഫ, അതുപോലെ മഹല്ലി, സർവ്വ ഷാഫി ഫിഖിന്റെ കിതാബിലും പറയാം. ഓരോ അവയവം കൈകുമ്പോഴുള്ള സുന്ദരമായ പ്രാർത്ഥന ഉണ്ട്. ആ പ്രാർത്ഥന എന്താണ്? നിങ്ങൾ വലിച്ചെറിയണം, ഉപേക്ഷിക്കണം. കാരണം അതിന് ലാ അസ്ലലഹു, യാതൊരു അടിസ്ഥാനവും ഇല്ലാന്ന. എത്ര സുന്ദരമായ പ്രാർത്ഥനയാണെന്നറിയങ്ങള്. മിക്ക പ്രാർത്ഥനയും ഖുർആനിൽ വന്നതുമാണ്. കൈമടം കഴുകുന്ന അവസരത്തിൽ പറയാം, പടച്ചോനെ എന്റെ കൈപ്പടം കൈകൊണ്ട് ചെയ്ത പാപ്പൊക്കെ എനിക്ക് പുറത്തു തരണം. വലത് കൈ കൈകുമ്പം പറയാം, പടച്ചോനെ എന്റെ ഏട് വലത് കൈയിൽ തരണം. ഇടത് കൈ കൈകുമ്പം പടച്ചോൻ എന്റെ ഏട് ഇടത് കൈയിൽ തരരുത്. മൂക്കിൽ വെള്ളം ഇങ്ങനെ കയറ്റുമ്പോൾ പടച്ചോൻ എന്റെ മൂക്കിന് സ്വർഗത്തിന്റെ വാസന ശ്വസിക്കാനുള്ള അലിമപ്പെടാനുള്ള മഹത്തായ ഭാഗ്യം തരണം. കാല് കഴിയുമ്പം പടച്ചോനെ എന്റെ കാല് സിറാത്തുമ്മലിനി ഉറപ്പിച്ച് നിർത്തണം. ഇങ്ങനെ ചെല്ലുന്ന പ്രാർത്ഥന.
സുന്ദര പ്രാർത്ഥനയാണ്. എന്നിട്ടും നബി ഇമാം മിൻഹാജിലൊക്കെ പറയാണ്, രണ്ടാം ഷാഫിയായ നബി പറയാണ്, ഇനി നിങ്ങൾ ദൂരെ വലിച്ചെറിയണം കേട്ടോ, അതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല. നോക്കി സ്നേഹിതന്മാരെ, ഇമാം നബവിന്റെ ഉസ്താദാണ് റാഫി ഇമാം. ആ റാഫി ഇമാമിന്റെ ഗ്രന്ഥാണ് മുഹറർ. ആ മുഹറർ എന്ന ഗ്രന്ഥത്തിൽ നബവിന്റെ ഉസ്താദ് ഇത് സുന്നത്താണ്, പുണ്യകർമ്മ എന്നാ പറയുന്നത്. എന്നിട്ടും സ്വന്തം ഉസ്താദിനെ തോട്ടിക്കുകയാണ് നബവി ഇമാം. മുഹറർ എന്ന ഉസ്താദിന്റെ ഗ്രന്ഥം ചുരുക്കിയതാണ് മിൻഹാജ് താലിബ്. മുഹറർ എന്ന ഭയങ്കര ഒരു കിതാബ, വലിയ കിതാബ, ഉസ്താദിന്റെ കിതാബ്. ആ ഉസ്താദിന്റെ കിതാബ് ശിഷ്യനായ നബവി ഇമാം ചുരുക്കിയിട്ടാണ് മിൻഹാജ് ഉണ്ടാക്കിയത്. സ്വന്തം ഉസ്താദിനെ കൈവിട്ട്, ഉസ്താദിന്റെ കിതാബിനെ കൈവിട്ടിട്ട് പറഞ്ഞ ഇതിൽ ആ അസുല ലഘുന്ന ഒരു അടിസ്ഥാനവും അടിത്തറയുമില്ല എന്നാ. അവ ഏതെങ്കിലും മഹാൻ പറഞ്ഞുകൊണ്ട് അടിത്തറ ഉണ്ടാവില്ല, അസുലുണ്ടാവില്ല. അസുലുണ്ടാവണമെങ്കിൽ അടിത്തറ ഉണ്ടാണെങ്കിൽ എന്തെന്നെ വേണം? പ്രവാചകന്റെ സുന്നത്തിൽ സ്ഥിരപ്പെടുന്ന വേണം. നല്ല പ്രാർത്ഥനയില്ല സ്നേഹിതന്മാര്. എന്നിട്ടും ഷാഫിഈയുടെ ഗ്രന്ഥങ്ങൾ മുഴുവൻ പറഞ്ഞെന്താ? അത് ദൂരെ വലിച്ചെറിയണം കേട്ടോ, പ്രവാചകൻ അത് ചെയ്തു തന്ന മാതൃകല്ല. അതുപോലെ അബൂദാബു തന്നെ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, നബി 5 നേരം നിസ്കാരത്തിൽ സലാം കിട്ടുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നും കൂടി ചൊല്ലിനീന. 5 നേരത്തെ നിസ്കാരത്തിൽ അബൂദാബു ഉദ്ധരിച്ചതാണ്, ബറകാത്തും ചൊല്ലാറുണ്ട്. എന്നിട്ടും നിങ്ങൾക്കറിയാം ഇമാം നബവിന്റെ അദ്കാർ ശറഹ് മുഅദ്ദബ് ഫത്തുൽ മുഈൻ വരെ എന്ത് പറഞ്ഞ് 5 നേരത്തിന് നിസ്കാരം സലാം കിട്ടുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പറയാൻ പാടുള്ളൂ, ബറകാത്തു എന്ന് പറയാൻ പാടില്ല. കാരണം അബൂദാബൂദ് ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിലും ഹദീസ് സ്ഥിരപ്പെട്ടിട്ടില്ല. നോക്കി സുഹൃത്തുക്കളെ, നിങ്ങൾ ഇതിന്റെ ജന്മദിനം മൗലൂദ് ഓതാന് ഒരു മാറോല ദുർബലമായ ഹദീസിൽ വരെയല്ല. ഇപ്പൊ മൻ അക്കലൽ ബിത്തീഖ ദഖലൽ ജന്ന, മത്തക്ക ചെലവാകല്ല. അപ്പൊ മത്തക്ക കച്ചവടക്കാർ ഹദീസ് ഉണ്ടാക്കി മുഹമ്മദ് പറഞ്ഞിരിക്കണ് മത്തക്ക തിന്നാലൊക്കെ സ്വർഗത്ത് കടന്ന്. ആ മത്തക്ക തിന്നോ സ്വർഗത്ത് കടന്നെന്ന് വരെ ഹദീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലൊരു ഹദീസിൽ പോലും സുഹൃത്തുക്കളെ മുഹമ്മദ് പറഞ്ഞിട്ടില്ല നിസ്കാര ശേഷം കൂട്ടുപാർത്ത നടത്താനും. ദുർബലമായ ഹദീസിൽ വരെ നിസ്കാര ശേഷം നിങ്ങൾ കൂട്ടുപാർത്ത നടത്തിയെന്ന് പറഞ്ഞില്ല. മൗലൂദ് ഓതാന് റബീഉൽ അവ്വൽ മാസം വന്നാൽ ഞാൻ എന്റെ ദിവസമാണ്, നിങ്ങൾ എന്റെ പേരിൽ സലാത്ത് പ്രത്യേകിച്ച് ചൊല്ലണം, അന്നദാനം ചൊല്ലണം. ഒരു ദുർബല ഹദീസിൽ വരെ എല്ലാ സ്നേഹിതന്മാരെ, ഒരു ദുർബല ഹദീസിൽ വരെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണമെന്ന് പറഞ്ഞിട്ടില്ല. ഒരു ദുർബല ഹദീസിൽ വരെ പറഞ്ഞിട്ടില്ല. പക്ഷെ അബൂദാബു സിഹാബ് സിറ്റി പെട്ടതല്ലേ. എന്നിട്ട് വരെ ഷാഫി മദ്ഹബുകാരെങ്കിലും ഇവിടെ ഏതെങ്കിലും ഒരു മൂലയാര് മയ്യത്ത് നിസ്കാരത്തിൽ ചിലപ്പോ ബറകാത്തു ചാടിന്ന് വരുന്നല്ലാതെ 5 നേരത്തെ നിസ്കാരത്തിലും ആ ബറകാത്തു ചൊല്ലുന്നുണ്ടോ? എന്താ സ്നേഹിതന്മാരെ, ബറകാത്തു നല്ലതല്ലേ? അള്ളാന്റെ നന്മയും കൂടി ബർക്കത്തും കൂടി ഉണ്ടാവില്ലെന്നല്ല പറയുന്നത്. എന്നിട്ടും എന്തിനെ ഷാഫി മദ്ഹബിനെ കൈവിട്ടത്? അബൂദാബിൽ വന്നും ചെയ്തിട്ടുണ്ടല്ലോ, സനദിന് കുറച്ച് കുഴപ്പം ഉണ്ടെന്നുള്ളല്ലോ. എന്നിട്ടും എന്തിനെ കൈവിട്ടത്? ഷാഫി മദ്ഹബാവണമെങ്കിൽ എന്ത് വേണം? വ്യഭിചാരിയിൽ സ്ഥിരപ്പെടണം. വ്യഭിചാരിയിൽ സ്ഥിരപ്പെട്ടാലേ ഷാഫി മദ്ഹബാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് മൂലയന്മാരെന്താണ് ഈ ബറകാത്തിനെ ഉപേക്ഷിക്കുകയാണ്. അതുപോലെ സ്നേഹിതന്മാരെ, ഇബ്നു മസ്ഊദ് എന്ന പ്രഗൽഭ സഹാബി വര്യൻ, അദ്ദേഹം നിസ്കാരത്തിന് അത്തയ്യാത്ത് ചൊല്ലുമ്പം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലിയിട്ടാണ് അത്തയ്യാത്ത് ചൊല്ലാറുള്ളത്. നസായി റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട് മുഹമ്മദ് നബി അത്തയ്യാത്ത് ചൊല്ലുമ്പോൾ എന്താണ് ബിസ്മില്ലാഹിന്ന് ചൊല്ലാറുണ്ട്. എന്നിട്ടും ഷാഫിഈയിലെ സർവ്വ കിതാബിൽ എന്ത് പറയുന്നുണ്ടോ? ബിസ്മി ചൊല്ലാൻ പാടില്ല. നബി അത്തയ്യാത്ത് ചൊല്ലുമ്പോൾ ബിസ്മി ചൊല്ലിയതായിട്ട് സ്ഥിരപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അത്തയ്യാത്തും ബാറക്കാത്തിനെ തുടങ്ങാൻ പാടുള്ളൂ, ബിസ്മി ചൊല്ലാൻ പാടില്ല. ഈ ഒരു ഒറ്റ ഉദാഹരണം പോലെ സ്നേഹിതന്മാരെ, ബിസ്മി നല്ലതല്ലേ? നല്ല കാര്യമൊക്കെ ബിസ്മിയോണ്ടല്ലേ തുടങ്ങാറുള്ളൂ, അത് ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ. എന്നിട്ടും എന്താണ് ഷാഫി മദ്ഹബ് പറയുകയാണെങ്കിൽ അത് ഉപേക്ഷിക്കണം. പിന്നെ ഇബ്നു മസ്ഊദ് എന്ന പ്രഗൽഭ സഹാബി ബിസ്മി ചൊല്ലിയെന്നാണ്, അത് സ്ഥിരപ്പെട്ടതാണ്, സഹാബിമാര് ചൊല്ലിയിരുന്നു. എന്നിട്ടും ഉപേക്ഷിക്കാൻ പറയാം. ഇവിടെ കേരളത്തിൽ ഏതെങ്കിലും ഒരു സുന്നി അത്തയ്യാത്ത് ചൊല്ലുമ്പോൾ ബിസ്മില്ലാഹി ഞാൻ അത്തയ്യാത്ത് ചൊല്ലുന്നുണ്ടോ? നല്ലതല്ലേ? ബിസ്മി നല്ലതല്ലേ? സഹാബത്ത് ചെയ്തിട്ടില്ലേ? ഹദീസിൽ നസായിൽ ഒന്നും ചെയ്തിട്ടില്ലേ? എന്നിട്ടും എന്താ പറഞ്ഞത്? അത് ചൊല്ലാൻ പാടില്ല, ബിദ്അത്താണ്, അനാചാരാണ്. ഒരൊറ്റ ഉദാഹരണം കൂടി സുഹൃത്തുക്കളെ, അഹമ്മദ് ഉദ്ധരിച്ച ഹദീസിൽ കാണാം നബി ഉടുക്കുമ്പോൾ തിരടി തടവീന. അഹമ്മദിന്റെ റിപ്പോർട്ടിൽ വന്നതാണ്. എന്നിട്ടും നബവി ഇമാം അദ്ദേഹത്തിന് ശറഹ് മുഅദ്ദബിൽ ശറഹ് മുസ്ലിമിലും പറയാണ്, സർവ്വ ഷാഫിഈയിലും പറയാണ്, ഒതെടുക്കുമ്പം തിരടി തടവല് ബിദ്അത്താണ്, അനാചാരാണ്. ബിദ്അത്താണ്, അനാചാരാണ്, മറ്റോ സൃഷ്ടിക്കും ചെയ്യാൻ പാടില്ല. എന്താ സുഹൃത്തുക്കളെ, ഏതായാലും തടവല്ലേ, കുറച്ചും കൂടി നീട്ടി തടവിയൽ എന്താ? കഴുകുമ്പോ നമ്മൾ നീട്ടി കഴുകുന്നുണ്ടല്ലോ, അതേമാതിരി പെരടിയും കൂടിയാണ് തടവിയ എന്താ? പിന്നെ അഹമ്മദിൽ ഹദീസ് റിപ്പോർട്ടും വന്നിട്ടില്ലേ, ഹദീസ് വന്നിട്ടില്ലേ? എന്നിട്ടും ഷാഫി മദ്ഹബുകാരത് തോട്ടിക്ക് വലിച്ചെറി. കാരണം അത് പുണ്യകർമ്മമായി സ്ഥിരപ്പെട്ടിട്ടില്ല. ഇങ്ങനെ എത്ര ഉദാഹരണം സുഹൃത്തുക്കളെ. നിസ്കാരങ്ങൾ, സമൂഹത്തിലുള്ള നിസ്കാരങ്ങൾ, പ്രാർത്ഥനകൾ, കൂട്ടുപ്രാർത്ഥനകൾ, അതെല്ലാം ഉപേക്ഷിക്കാൻ അവർ നമ്മൾ വസിയത്ത് ചെയ്യുക. ഷാഫി മദ്ഹബ് നബിയിൽ സ്ഥിരപ്പെട്ടിട്ടില്ല. അപ്പൊ ഷാഫി ഇമാമിന്റെ മൂന്നാമത്തായ അടിസ്ഥാന തത്വം എന്താ? നമസ്കാരാവട്ടെ, പ്രാർത്ഥന ആവട്ടെ, കൂട്ടുപ്രാർത്ഥന ആവട്ടെ,
23 വർഷത്തിന്റെ ഉള്ളിൽ പ്രവാചകൻ ചെയ്തതായിട്ട് സ്ഥിരപ്പെട്ടില്ലെങ്കിൽ അതൊക്കെ കൈവിടണം എന്നാണ്. ഈ ഉസൂലുമായി അടിസ്ഥാന തത്വവുമായിട്ട് ഞങ്ങൾ ഷാഫിയാന്ന് പറഞ്ഞ് നെളിഞ്ഞു നടക്കുന്ന ആളുകൾക്ക് കൂറുപുലർത്താൻ സാധിച്ചോ? നമ്മൾ മദ്ഹബിനെ നമ്മൾ എതിർക്കുന്നുണ്ടെന്ന് വിമർശിക്കപ്പെടുന്ന സലഫി പ്രസ്ഥാനത്തിനല്ല ഈ വിഷയത്തിലും ഷാഫി ഇമാമിന്റെ ഉസൂലുമായിട്ട് അടിസ്ഥാന തത്വമായിട്ട് വരെ കൂറുപുലർത്താൻ സാധിച്ചത്. അപ്പൊ ഏതാനും ചില വിഷയങ്ങൾ, അടിസ്ഥാനപരമായ ചില വിഷയങ്ങൾ ഷാഫിന്റെ ഞാൻ പറഞ്ഞു. ഇനി എത്രത്തോളം ഷാഫി ഇമാം പറഞ്ഞത് ലാ യുസ്ഖുൽ ഖുർആനു ഇല്ലാ ബിൽ ഖുർആനി എന്നാണ്. ഷാഫി ഇമാമിന്റെ അർദിസാലി പറയാം, പരിശുദ്ധ ഖുർആനിന്റെ സംഗതി പറഞ്ഞാൽ അതിനെ നേരിട്ട് എതിർക്കണമെങ്കിൽ എന്തെന്നെ വേണം? ഖുർആൻ തന്നെ ഓതണം എന്നാ. ഹദീസ് തെളിവായിട്ട് കൊണ്ടുവരാൻ പാടില്ല എന്നാ. ശരിക്കും പഠിക്കുക. ഖുർആനിന്റെ സംഗതി പറച്ചാൻ പറഞ്ഞു, എന്നാൽ ആ പറഞ്ഞ സംഗതിനെ എതിർക്കാന് നബിന്റെ സഹിയ ഹദീസ് വരെ തെളിവായിട്ട് ഉദ്ധരിക്കാൻ പറ്റൂല എന്നാ. ഇതാണ് ഷാഫിന്റെ 4ാമത്തെ മൗലിക തത്വം. ഞാൻ ഏതാനും ചില ഉദാഹരണത്തിലൂടെ പറയാം. അള്ളാഹ് പറഞ്ഞു, എന്തേ പഠിച്ച പറയും, തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും, മരിച്ചവരെ നിങ്ങൾ വിളിച്ചു തേടിയാൽ ഓലെ വിളി കേൾക്കൂല എന്ന് പറഞ്ഞു. വിളി കേൾക്കൂലെന്ന് എത്ര സ്ഥലത്ത ഒമാ അന്തതി മുസ്ലിം മംസിൽ ഖുബൂർ, ഖബറാളി ആരാവട്ടെ നബിയെ, പ്രവാചകനായി നീയാണ് മരിച്ചു കിടക്കുന്ന, അന്റെ ഖബറാണ്, അന്റെ ഖബറിന്റെ അടുത്ത് വന്നിട്ട് വരെ വിളിച്ചാൽ വിളി കേൾക്കൂല. ഇന്നക്കലാ തുസ്നിയുൽ മൗത്ത, മരിച്ചവരെ മുഹമ്മദ് നബിയെ നീ വരെ വിളിച്ചാൽ, പ്രവാചകനായി നീ വരെ വിളിച്ചാൽ മരിച്ചവരെ വിളി കേൾക്കൂല. ഇതൊക്കെ കേവലം വിഗ്രഹമല്ല ഉദ്ദേശിക്കുന്നത്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ തഫ്സീറായ തഫ്സീർ ഖുർത്തുബിലൊക്കെ പറഞ്ഞ നബിമാര് വരെ അവിടെ ഉൾപ്പെടുന്ന അറിഞ്ഞു. ആ മരിച്ചവര് വിളിച്ചാൽ കേൾക്കൂല എന്നുള്ളത് ഖുർആന്റെ ഗണ്യതമായ പഠന അധ്യാപനമാണ്. ഇനി ഏതെങ്കിലും ഒരു മുസ്ലിയാർ പറയാണ് മരിച്ചവര് വിളിച്ചാൽ കേൾക്കുമെന്ന് പറയണമെങ്കിൽ മുഹമ്മദ് നബിന്റെ ഹദീസ് വന്നിട്ട് നമ്മൾ സങ്കല്പിക്കാം. ഹദീസിൽ ബുഖാരിയിലും മുസ്ലിമിലൊക്കെ മരിച്ചവർ വിളിച്ചാൽ കേൾക്കുന്നുണ്ട് നമ്മൾ വിചാരിക്കാം. എന്നാൽ തന്നെ തെളിവായിട്ട് ഉദ്ധരിക്കാൻ പാടില്ല എന്നാണ്. മുജാഹിദികൾ ഖുർആൻ ഓതുമ്പോൾ മറുപക്ഷം ഖുർആൻ തന്നെ ഓതണം എന്നാണ് ഷാഫി പറയുന്നത്. ഇവിടെ മറുപക്ഷം ഒരു പാർട്ടി ഒരു വിഷയം അവതരിപ്പിക്കാൻ പരിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ ഇമാം ഷാഫി റഹ്മത്തുള്ള പറഞ്ഞ മറുപക്ഷം അതിനെ എതിർക്കുകയാണെങ്കിൽ ഹദീസ് ഉദ്ധരിച്ചിട്ട് ഫലല്ലോ, ഖുർആൻ തന്നെ ഉദ്ധരിക്കണം എന്നാ. അതുപോലെ മറ്റൊരു ഉദാഹരണം അള്ളാഹ് പറഞ്ഞ്, കുലിദുല്ലദീന സഅംതും മിൻ ദൂനിഹി ഫലാ യംലികൂന കശ്ഫൽ അൻകും വലാ തഹ്ദീന. ജലാലൈനി വരെ നോക്കികൾ വിഗ്രഹമല്ല പറഞ്ഞത്. ഈസാ നബി, ഉസൈർ നബി, മലായിക്കത്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. എന്താ പറഞ്ഞത്? അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾ ആരെ വിളിച്ചു തേടുന്നുണ്ടോ അവരെ നിങ്ങൾ വിളിച്ചു തേടിയാൽ ഒരു ഉപകാരവും, മരണപ്പെട്ടവരെ ഒരു ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ സാധ്യമല്ല. ഖുർആൻ കണിശായിട്ട് പറയാണ്. കാരണം ജലാലൈനി വരെ പറഞ്ഞ് ഇവിടെ വിഗ്രഹമല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈസാ നബി, ഉസൈർ നബി പോലുള്ള ആളുകൾ, മഹാന്മാര്, മലക്കുകൾ. അപ്പൊ മരിച്ചവരെ വിളിച്ചാലും ഉപകാരം ചെയ്യൂല എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. ഇനി ഏതെങ്കിലും ഒരു മുസ്ലിയാർക്ക് എന്താണ് മരിച്ചവരെ വിളിച്ചു തേടിയ ഉപകാരം ചെയ്യുമെന്ന് പറയണമെങ്കിൽ മീറാജിന്റെ സംഭവം ഉദ്ധരിക്കാൻ തന്നെ പാടില്ല. മീറാജിൽ 50 റക്അത്തുള്ളത് 5 ചുരുക്കിലെ വഹാബി. ഇപ്പൊ മരിച്ചവര് സഹായിച്ചത് കണ്ടില്ലേ, മിണ്ടാൻ പാടില്ല എന്നാണ് ഷാഫി പറയുന്നത്. മീറാജിന്റെ സംഭവം ശരിക്കും നടന്ന സംഭവം നമ്മൾ വെച്ച ജഡത്തോടുകൂടി തന്നെ അതിൽ തന്നെ തർക്കാണ്. ആയിഷ ബീബി, ഹുദൈഫത്ത്, മുആവിയ, 3 പ്രഗൽഭ സഹാബിവര്യന്മാര് പറഞ്ഞ മീറാജ് എന്താണ് സ്വപ്നമായിരുന്നു എന്നാ. പോകട്ടെ, ശരീരത്താലാണ് നമ്മൾ സങ്കല്പിക്കാം. എന്നാൽ വരെ ഷാഫിമാ അറിസായി പറഞ്ഞെന്താ, അള്ളാന്റെ ഖുർആനിൽ ഒരു സംഗതി പറഞ്ഞാൽ അതിനെ എതിർക്കണമെങ്കിൽ ഖുർആൻ തന്നെ കൊണ്ടുവരണമെന്നാ. അതിന് മീറാജിന്റെ സംഭവം ഉദ്ധരിച്ചിട്ട് ഫലല്ല. മുത്തവാത്തിറായ ഹദീസ്, മുത്തവാത്തിർ എന്ന് പറഞ്ഞാൽ 100 കണക്കിന് പരമ്പര ഉണ്ടാവില്ല. ഇപ്പൊ ഞാൻ നിങ്ങൾ ചൈന കണ്ടിക്കണോ? ചൈന ഉണ്ടെന്ന് നമുക്ക് വളരെ ഉറപ്പാണ്. അതുപോലെ ഉറപ്പാണ് ഹദീസിനെ മുത്തവാത്തിർ എന്ന് പറയാം. മുത്തവാത്തിറായ ഹദീസാണെങ്കിൽ വരെ ഖുർആന് ഓതണ ഒരാൾ ഖുർആൻ ഓതിയിട്ട് വിഷയം അവതരിപ്പിക്കുമ്പം അതിനെ എതിർക്കണമെങ്കിൽ, അതിനെ ഗണ്ണിക്കണമെങ്കിൽ ഖുർആൻ തന്നെ ഓതണമെന്നാ. അപ്പൊ മരിച്ചവര് വിളിച്ചാൽ ഉപകാരം ചെയ്യൂല എന്ന് ഖുർആൻ കണിശമായി നസ്സായി വ്യക്തമായി പറഞ്ഞതാണ്. ഇനി ഏതെങ്കിലും ഒരു പണ്ഡിതന്, ഷാഫി പണ്ഡിതന്, ഞാൻ ഷാഫിയാന്ന് പറയുന്ന മുസ്ലിയാർക്ക് വാദമുണ്ടെങ്കിൽ മൂപ്പര് മിഹ്റാജിന്റെ സംഭവം വലിച്ചുകൊണ്ടുണ്ട് ഫലല്ല. അള്ളാന്റെ ആയത്ത് തന്നെ ഓതണം. മരിച്ചവരെ വിളിച്ച് തേടിക്കോളി, മരിച്ചവർക്ക് ഉപകാരം ചെയ്യുന്ന ഇന്ന ആയത്ത് പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആയത്തിനെ തെളിവുകൊണ്ടിരണം. യഥാർത്ഥത്തിൽ ഇമാം ഷാഫിന്റെ 4 മൗലിക ഉസൂലുകൾ, അടിസ്ഥാന തത്വങ്ങളാണ് ഞാൻ ഇത്രയും നിങ്ങളെ മുന്നിൽ വെച്ചത്. ഇതുമായിട്ട് ഇനി കേരളത്തിലെ ഷാഫിയാക്കൾക്ക് കൂറുപുലർത്താൻ സാധിച്ചിരിക്കുന്ന സുഹൃത്തുക്കളെ ഒരിക്കലുമില്ല. അപ്പൊ ഷാഫിമാൻ പറഞ്ഞമാര് നടന്നിക്കണമെങ്കിൽ പ്രശ്നം തീർന്നിരുന്നു. ഇവിടെ കേരളത്തിൽ സുന്നി മുജാഹിദിന്റെ പാർട്ടി ഉണ്ടല്ലോ, ഒക്കെ മുജാഹിദിനാവുക. വേറൊരു പാർട്ടി ഇവിടെ ഉണ്ടാകേണ്ട ആവശ്യമില്ല. ഇവിടെ സലഫി പ്രസ്ഥാനം ഉണ്ടാവുള്ളൂ എന്നർത്ഥം. പക്ഷേ ഈ ഷാഫിന്റെ മൗലികമായ തത്വത്തിന്റെ അടുത്തുകൂടെ പോകാൻ ഇന്നത്തെ ഷാഫിയാക്കളെന്ന് പറഞ്ഞിട്ട് എളിഞ്ഞടക്കുന്ന പണ്ഡിതന്മാർക്ക് സാധിച്ചിട്ടില്ല എന്ന് ഷാഫിന്റെ ഗ്രന്ഥങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഞാൻ അനുഷ്ഠാന കർമ്മങ്ങൾ ഫിഖിയായ വിഷയത്തിൽ ഏതാനും ചിലത് നിങ്ങളെ മുന്നിൽ വെക്കാം. സ്നേഹിതന്മാരെ മിക്ക പള്ളി ഉത്സവങ്ങൾ ഭരണഘടനയിൽ കാണും
ഈ പള്ളിയിലെ കുത്തുബ ഇവിടുത്തെ നടക്കേണ്ട ഷാഫി മദ്ഹബിന്റെ നീങ്ങണമെന്ന. എന്നാൽ ഷാഫി മദ്ഹബിലെ കുത്തുബ എന്താ നമുക്കൊന്ന് പരിശോധിക്കാം. ഇമാം ഷാഫി ഒന്നാമത്തത്, ഇന്നത്തെ ജനങ്ങളെ ധാരണ എന്താ, മുഹമ്മദ് നബിയും സഹാബത്തൊക്കെ അറബിയിലല്ല കുത്തുബ നിർവഹിച്ചത്. അതുകൊണ്ട് അറബി തന്നെ മുഴുവൻ കുത്തുബയിൽ നിർവഹിക്കലാണ് ഷാഫി മദ്ഹബ് എന്ന. യഥാർത്ഥത്തിൽ സ്നേഹിതന്മാരെ ഷാഫി മദ്ഹബ് അതാണോ? ഒരിക്കലുമല്ല. ഷാഫിയിലെ സർവ്വ കിതാബിൽ എന്താ, സൂഫിയിൽ വരെ പറഞ്ഞെന്താ, ഇഷ്ടറത്തു അർക്കാനുവാദിൽ അറബിയത്തി ദൂനമാ അദാഹ. നബിയും സഹാബത്തും അറബിയിലാ കുത്തുബ നിർവഹിച്ചത്. ശരി, ആ സുന്നത്ത് കിട്ടാൻ വേണ്ടി ആ നിർബന്ധ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറയാം. സല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ ഊസീകും ബി തഖ്വല്ലാഹ്. ഏതെങ്കിലും ഒരു കുത്തുബിലെ ആയത്ത് ഖുൽ ഹുവല്ലാഹു അഹദ് നൂദ റബ്ബനാ ഇഗ്ഫിർ ലനാ വലി ഇഖ്വാനിനാ, ഇത്ര മാത്രം അറബി മൊഴിഞ്ഞാൽ മതി. ബാക്കിയുള്ളത് നബിന്റെ കുത്തുബ ജനങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ലേ? നബിന്റെ കുത്തുബ മനസ്സിലാവാതെ സഹാബത്ത് പോയിട്ടുണ്ടോ? സഹാബത്തിന്റെ കുത്തുബ സദസ്സിന് തിരിഞ്ഞിട്ടില്ല. അപ്പൊ കുത്തുബ മനസ്സിലാവും വേണം. അതുകൊണ്ട് ബാക്കിയുള്ളതൊക്കെ ഏത് ഭാഷയിലും ആവാന്ന് പറയാത്ത കിതാബുണ്ടോ? അതിൽ തന്നെ തർക്കം സുഹൃത്തുക്കളെ, ഷാഫിമലെ വലിയ കിതാബാണ് ഷെർവാനി. ആ ഷെർവാനി പറഞ്ഞത് എന്താണെന്നറിയങ്ങള്, മഹല്ലു ഇസ്തിറാത്തിൽ അറബിയത്തി ഇൻകാനഫിൽ കൗമി അറബിയും മൈല്ലാ കഫാ കൗനുഹാബിൽ അജമിയത്തി ഇല്ലാത്തിൽ ആയ. മുത്തിനെ പ്രവാചകന്റെ പേരിൽ നെറ്റിന്റെ പേരിൽ സലാത്ത് ചെല്ലലൊക്കെ ഉണ്ടല്ലോ, അതെന്നെ അറബിയിലാവണമെന്ന് പറഞ്ഞതപ്പോയാ അറബി അറിയുന്നത് ആള് സദസ്സിലുണ്ടെങ്കിലാ. അങ്ങനെ ഇല്ലെങ്കിൽ ഒരു ആയത്ത് മാത്രം അറബിയിൽ ഓതിയാൽ മതിയില്ല. ഒരാൾ മിമ്പർമാടി കയറുക, സ്വലാത്തൊക്കെ മലയാളത്തിലാണ് ചൊല്ലുക, മുഹമ്മദ് നബിക്ക് സ്വലാത്ത് ഉണ്ടാവട്ടെ, അള്ളാഹ്ക്ക് സ്തുതി, ഇങ്ങനെ മലയാളത്തിലോട് പറയുക. ആയത്ത് മാത്രം വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്രിയുടെ ഓതുക, ഇതിന് പച്ച മലയാളത്തിലോട് പ്രസംഗിക്കുക. എന്നിട്ട് ജുമ എന്താണ്, നിസ്കരിച്ച് 2 റക്അത്ത് നിസ്കരിച്ച് പോവുക. അപ്പൊ ആകെ ഷാഫി മദ്ഹബുള്ള തർക്കം എന്താണെന്നറിയങ്ങള്, ഈ നബിന്റെ പേരിലുള്ള സ്വലാത്തുണ്ടല്ലോ, ഹംദുണ്ടല്ലോ, പ്രാർത്ഥന ഉണ്ടല്ലോ, അതുവരെ അറബിയിലാവണോ വേണ്ടിടത്തൊക്കെ തർക്കം. ഭൂരിപക്ഷം ഷാഫി മദ്ഹബിന്റെ കിതാബിൽ പറഞ്ഞ് ഇത്രയെങ്കിലും ഇതുപോലെ അൽഹംദുലില്ലാ സല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ ഊസീകും ബി തഖ്വല്ലാഹ് ഖുൽ ഹുവല്ലാഹു അഹദ് റബ്ബനാ ഇഗ്ഫിർ ലനാ. ഇതിനും സാധിക്കില്ലെങ്കിൽ ളുഹ്ർ 4 റക്അത്ത് നിസ്കരിച്ച് പോകണം എന്ന് പറഞ്ഞു. അവ ഷെർവാനി ബുജയിൽ നിന്ന് വിട്ടില്ലെങ്കിൽ ളുഹ്ർ നിസ്കരിക്കൽ പറ്റൂല കൂട്ടരെ. ഏതെങ്കിലും ഡോക്ടർ, എഞ്ചിനീയറോ, മിമ്പർമാര് ചെയ്ത ധൈര്യമുള്ളവന് എന്നിട്ട് ആയത്താണ് ഓതുക, ഖുർആന്റെ ആയത്ത് ഓതുക, എന്നിട്ട് പച്ച മലയാളത്തോടെ പ്രസംഗിക്കുക, എന്നിട്ട് ജുമ 2 റക്അത്ത് നിസ്കരിച്ച് പോകണം. ഇതാണ് തർക്കം. ഇനി ഷാഫി മദ്ഹബിന്റെ കിതാബായ കിതാബിൽ മുഴുവൻ പറഞ്ഞ കുത്തുബ മഫ്ഹൂമാകണം, ജനങ്ങൾക്ക് തിരിയണം. തിരിയണ്ടെന്ന് പറഞ്ഞ കിതാബുണ്ടോ? തിരിയണ്ടെന്ന് പറഞ്ഞത് ഏതാ? ഈ അർക്കാന്. ഇപ്പൊ മുജാഹിദ് പള്ളിയിൽ വന്നാൽ നോക്കേണ്ടി, മുജാഹിദുകൾ മിമ്പർമണ കയറി ഉടനെ തന്നെ ബഹുമാനപ്പെട്ടാണ് തുടങ്ങിയല്ല, ഒരു 2 മിനിറ്റൊക്കെ അറബി ചൊല്ലും. അത് ചോദിച്ചൂടെ എന്തിനാണെന്നുള്ളത്? എന്തിനാ അറബി ചൊല്ലുന്നത്? മുഹമ്മദ് നബി അറബിയിലാ കുത്തുബ ഓതിയത്, ആ സുന്നത്തിട്ടാണ്. അപ്പൊ അത് തിരിയണോ? അത് തിരിയണ്ട. അതിനെക്കുറിച്ചാണ് ദിക്റും മഫ്റൂദ കുത്തുബ എന്ന് പറഞ്ഞാല് നിർണീതമായ ദിക്റാണ്. അത് മൊത്തത്തിൽ ചിൽജുംലിയിൽ മനസ്സിലായാൽ മതി. ഇപ്പൊ എന്തൊക്കെ ചൊല്ലുമ്പോ യഥാർത്ഥത്തിൽ എന്താണ് ചൊല്ലുന്നത് മൊത്തത്തിൽ മനസ്സിലായാൽ മതി. അപ്പൊ കുത്തുബ മനസ്സിലാവേണ്ടതില്ല എന്ന് പറഞ്ഞത് ഈ അർക്കാനെ കുറിച്ചാണ്. അതേ സന്ദർഭത്തിൽ മതകാര്യം പഠിപ്പിക്കല കുത്തുബന്റെ ലക്ഷ്യത്തെ കടക്കുന്നുണ്ട്. സ്നേഹിതന്മാരെ മതകാര്യം ദീൻകാര്യൊക്കെ പഠിപ്പിക്കല് അത് ഏത് ഭാഷയിലാണ്? ഉമ്മില് ആദ്യം എന്തേ പറഞ്ഞത്? അല്ല, ഉമ്മില് ഷാഫി കുത്തുബത്തിൽ ജുമാറ്റി വെള്ളിയാഴ്ച കുത്തുബയാവട്ടെ, ഏത് കുത്തുബയാവട്ടോ, ഈ കലാമിനകത്ത് തന്നെ സ്പർശിക്കുന്ന വിഷയം, ജനങ്ങളെ സ്പർശിക്കുന്ന വിഷയം, അവരെ ഭാഷയിൽ സംസാരിക്കുന്ന യാതൊരു കുഴപ്പമില്ല, യാതൊരു തെറ്റുമില്ലാന്ന് ഷാഫിമാം അല്ലുമ്മിന് വരെ കണിച്ചായിട്ട് പറയാണ്. ജനങ്ങളെ സ്പർശിക്കുന്ന സംഗതി ഉണ്ട്, ഇമാമിനെ വരെ സ്പർശിക്കുന്ന സംഗതി ഉണ്ടെങ്കിൽ വരെ അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ, ഇംഗ്ലീഷുകാരാണെങ്കിൽ ഇംഗ്ലീഷിൽ, ഉറുദു ആണെങ്കിൽ ഉറുദു, കർണാടക ആണെങ്കിൽ കർണാടകം, ഏത് ഭാഷയിലും കുത്തുബയിൽ വെള്ളിയാഴ്ച കുത്തുബയിൽ ഷാഫി പ്രത്യേകം പറയാം, സംസാരിക്കുന്നതിന് വിരോധമില്ലെന്ന് അല്ലുമ്മിൽ വരെ പറയാം. അപ്പോൾ ഇത് ഇനി ഷാഫി മദ്ഹബ് ആയിട്ട് യോജിക്കുന്നുണ്ടെന്നത്തെ ഷാഫിയാക്കള്. പിന്നെ മഫ്ഹൂമാന്ന് പറയണം, കുത്തുബ മനസ്സിലാവണം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സംശയം ഉണ്ടാവുന്ന, ശരി മുജാഹിദ് പള്ളി 2 അറബികൾ കയറി വന്ന് ഞങ്ങൾ എന്താ ചെയ്യാന്ന് മൂല്യന്മാർ ചോദിച്ചാറുണ്ട്. കുത്തുബ മനസ്സിലാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, ശരി സമ്മതിച്ച്. എന്നാ ഒരു 2 ഉറുദു അറിയണം കയറി വന്ന്, 2 വെള്ളക്കാരനും കയറി വന്ന്, 2 അറബിയും കയറി വന്ന്, എന്നാ എന്ത് ചെയ്യും? അതിനും ഷാഫി മദ്ഹബിലെ കിതാബ് ചുട്ട മറുപടി പറഞ്ഞ് ഈ അക്സരിൽ ഹാവില്ലാന്ന് പറഞ്ഞു, ഭൂരിപക്ഷത്തപ്പം പരിഗണിച്ചാൽ മതി എന്ന് പറഞ്ഞു. അല്ലെ നാട്ടുകാരെ, യാത്രക്കാർക്ക് സുന്നത്തുള്ളല്ലോ, യാത്രക്കാരെ പരിഗണിക്കേണ്ട ആവശ്യമില്ല, നാട്ടിൽ മഹല്ലിലെ ഭാഷനെ പരിഗണിക്കാം. അല്ലെ ഭൂരിപക്ഷം ഏതാണ് സദസ്, ആ ഭൂരിപക്ഷത്തെ പരിഗണിച്ചാൽ മതി. എല്ലാ ചോദ്യങ്ങൾക്കും വ്യക്തമായി മറുപടി വരെ ശരിയാണ്. ഇനി സ്നേഹിതന്മാരെ, മൂല്യന്മാരെ വാദം എന്താ? കുത്തുബ പഠനമല്ല എന്നാ. കുത്തുബ പഠിക്കാനുള്ളതല്ല, അത് ബാങ്ക് നമുക്ക് മലയാളത്തിലാക്കിക്കൂടെ, നിസ്കാരം മലയാളത്തിലാക്കിക്കൂടെ, എന്താ വിരോധം എന്നാ? അതുപോലെ ഒരു ഇബാദത്താണ് കുത്തുബയും. അല്ല സുഹൃത്തുക്കളെ,
ഷാഫി മതിലെ ഉഗ്ര പണ്ഡിതനാണ് ഇബ്നു ഖുസൈമ. ആ ഇബ്നു ഖുസൈമയിലെ അധ്യായന ബാബു തഅലീമി ഫിൽ ഖുതുബ. ഖുതുബയിൽ ജനങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ പഠിപ്പിക്കണം എന്നാ. ഖുതുബയിൽ ജനങ്ങൾക്കറിയാത്ത സംഗതി പഠിപ്പിക്കാനാ. കാരണം ഇസ്ലാം പ്രായോഗിക മതല്ല സ്നേഹിതന്മാർ. അള്ളാഹ് പറഞ്ഞ് ഫലൗലാ നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ തായിഫ ലിയതഫഖഹു ഫിദ്ദീൻ. എല്ലാവരും മതം പഠിക്കാൻ പോണമെന്നില്ല. ഞാൻ കുറച്ചുകൂടെ വിശദീകരിച്ചിട്ടുണ്ടാവും. എല്ലാവരും മതം പഠിക്കാൻ പോണെന്ന് ഖുർആൻ പറയുന്നില്ല. എല്ലാ ഭാഗത്തും വിടുക. കുറച്ചാൾ എഞ്ചിനീയറിംഗ് പോവുക, ഡോക്ടറേറ്റിന് പോവുക. കുറെ ആളെന്താണ് കടല കച്ചവടം നടത്തുക. ഏത് കച്ചവടം. കുറെ ആൾ ബാർബർ പഠിക്കുക, ബാർബർ പണി, ഒസ്താൻ പണി ഒന്നും മോശമല്ല. ഞാൻ തന്നെ ഓർക്കില്ല, ഒസ്താൻ പണി മോശമൊന്നുമല്ല. ഹജ്ജും വിരമിക്കാൻ ഒസ്താൻ പണി ചെയ്തിട്ടാന്ന് അറിയില്ലേ. ഹജ്ജെന്നും എങ്ങനെ വിരമിക്കണ്ടേ ഖുർആൻ പറഞ്ഞ് ഒന്നെങ്കിലും മുടി കളയാ അല്ലെങ്കിൽ മുടി വെച്ചാ. മുടി കളയാനാ ഉത്തമം എന്ന് പറഞ്ഞു. അപ്പൊ ഒസ്താന്മാര് സമൂഹത്തിൽ വേണ്ടേ? നിസ്കാരത്തിന് വിരമിക്കലെങ്ങനെയാ സലാം പറഞ്ഞിട്ടാ? ഹജ്ജെന്നും ഉംറീന്നോ ഇത് മുട്ടാക്കിട്ടാ. ഏത് പണി കക്കലി ചതിക്കലി മന്ത്രം ഉപ്പൊക്കെ ഏലപ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചീത്ത പണിയുള്ളൂ. എല്ലാ പണിക്കും ഇപ്പൊ തെങ്ങുമ്പോ കയറാൻ നമുക്ക് പഠിച്ചുകൂടെ? എല്ലാ പണിയും പഠിക്കാം. അത് പഠിക്കും നമ്മൾ വേണം. പക്ഷെ അതേ അവസരത്തിൽ സ്നേഹിതന്മാര് കുറച്ചാള് മതം പഠിച്ചാലും പോവുക. കുറച്ചാള് മതം പഠിച്ചാൽ പോലെ എല്ലാവരും ചെയ്യും പഠിക്കും വേണം. അപ്പൊ അത് പ്രായോഗിക അടുപ്പാട്. വെള്ളിയാഴ്ച ഒരു നിർബന്ധമായിട്ട് പ്രസംഗം കേൾക്കണമെന്ന് വെച്ച് ഞാൻ മതം പഠിച്ചാൻ പോയവനാ. ഡോക്ടർ മുന്നിൽ ഇരിക്കുന്നുണ്ട്, എഞ്ചിനീയർ ഇരിക്കുന്നുണ്ട്. ഓലൊക്കെ ഡോക്ടർ ബാധ്യത ഡോക്ടർ നിർവഹിക്കണില്ലേ? ഒരു 12 മണിക്കെന്നിട്ട് വാദിക്കൽ മുട്ടിവെക്കുന്നത് ഡോക്ടർ. അദ്ദേഹം പോലെയല്ല നമ്മളെ കൂടെ, അല്ലെങ്കിൽ രോഗിനെ ചികിത്സിക്കല്ലേ? അങ്ങനെ ഞാൻ ചിന്തിക്കുക, ഇവരൊക്കെ എന്തിനാ വന്നിരിക്കുന്നത്? എന്റെ ഒച്ച കേൾക്കാനല്ല, എന്റെ കൂട്ടി കേൾക്കാനല്ല. അവർക്ക് എന്തെങ്കിലും മതം പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാം, ഓരോരോ വെള്ളിയാഴ്ച ഓരോരോ വിഷയം എടുക്കുക. എങ്ങനെ നിസ്കരിക്കണം, എങ്ങനെ നോമ്പ് പൊളിക്കണം, എങ്ങനെ പെണ്ണുങ്ങളോട് പെരുമാറണം, പെണ്ണുങ്ങളെ പുയ്യാപ്പനോട് എങ്ങനെ പെരുമാറണം, എങ്ങനെ കച്ചവടം ചെയ്യണം, എങ്ങനെ അമുസ്ലിങ്ങളോട് പെരുമാറണം, എന്തൊക്കെ തിന്നാൻ പാടില്ല, ഇതൊക്കെ കുത്തുബിൽ ഇങ്ങനെ പഠിപ്പിക്കുക. ഇതാണ് ഷാഫി മദ്ഹബ് പറയുന്നത്. ഷാഫി മദ്ഹബിന്റെ സർവ്വ കിതാബിലും കാണാൻ കുത്തുബയിൽ അംറും ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കണം കേട്ടോ, തിന്മ വിരോധിക്കണം, സന്ദർഭോചിതം. നബിന്റെ സഹാബത്തിന് കുത്തുബ എങ്ങനെയാണ്? നിങ്ങൾക്കറിയാം, ഉസ്മാന്റെ വെള്ളിയാഴ്ച കുത്തുബ ബുഖാരിന്റെ അദബുൽ മുഫ്രദ് ഉദ്ധരിക്കുന്നുണ്ട്. കുറെ വെള്ളിയാഴ്ച തിന്നാൻ പാടുള്ളതും പാടില്ലാത്തതും പഠിപ്പിക്കുക. അത് നമുക്ക് പഠിച്ചണ്ടേ? കുറുക്കനെ തിന്നാൻ പാടുണ്ടോ പാടില്ല പഠിച്ചണ്ടേ? തവളനെ തിന്നാൻ പാടുണ്ടോ പാടില്ല പഠിച്ചണ്ടേ? കൊരങ്ങനെ തിന്നാൻ പാടുണ്ടോ പഠിച്ചണ്ടേ? എവിടുന്നതൊക്കെ പഠിക്കുക. അപ്പൊ മിമ്പർമാൻ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ സദസ്സും ഒരു ചോദ്യം കുത്തുബിന്റെ അടുത്തുകൾ ചോദിക്കും ചെയ്യട്ടോ. നിങ്ങൾ ഇമാമ കുത്തുബഞ്ഞ് പോകുമ്പോ മൗലവിയെ സംശയം നിൽക്കണ്ട. കുത്തുബന്റെ ഇടയ്ക്കനെ നിങ്ങൾക്ക് വിഷയം ക്ലിയർ ആയില്ലെങ്കിൽ ഇമാമിന് ചോദിക്കാം, കുത്തുബന്റെ ഇടയ്ക്കനെ ചോദ്യം ചോദിക്കാം. പക്ഷെ ഇമാമിനെ ക്രോസിംഗിനെ മാതിരി ആവരുത് എന്നർത്ഥം. ക്രോസിംഗിനെ മാതിരി ആവരുത്. നിങ്ങൾക്ക് വിഷയം ക്ലിയർ ആയില്ലെങ്കിൽ കുത്തുബന്റെ ഇടയ്ക്കന്നെ മൗലവിയ പറഞ്ഞൊന്ന് ക്ലിയർ ആയില്ല, അതിന് സംശയം ചോദിക്കാം. അപ്പൊ ഉസ്മാന്റെ വെള്ളിയാഴ്ച കുത്തുബ പ്രത്യേക രീതിയിൽ പറയാണ്. ഒരു വെള്ളിയാഴ്ച കുത്തുബ, കുറെ വെള്ളിയാഴ്ച കുത്തുബ അദ്ദേഹത്തിനത് മുസ്ലിനൊക്കെ തിന്നാൻ പാടുള്ളതും പാടില്ലാത്തതും പഠിപ്പിക്കുക. അപ്പൊ ഒരാൾ എഴുന്നേറ്റ് ചോദിച്ചു, ഹമാമ് പ്രാവിനെ തിന്നാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പ്രാവിനെ തിന്നാൻ പാടുണ്ടോ? ഇന്നും സംശയം എന്താണ്? ഞാൻ ചില കിതാബിലൊക്കെ എഴുതി പ്രാവിന് മെൻസസ് ഉണ്ടാവുമല്ലോ, ആർത്തവം, അതുകൊണ്ട് തിന്നാൻ പാടില്ല എന്ന് ചില കിതാബിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ അന്ന് ആ സംശയം, ആ പ്രാവിനെ തിന്നാൻ പാടുണ്ടോ ചോദിച്ചു. ഉസ്മാൻ ഒരു തെറ്റുമില്ല, പുറത്ത് തിന്നോളി എന്നറിഞ്ഞു, ഒരു വിരോധമില്ല എന്നറിഞ്ഞു. എത്ര സംഭവം എന്നറിയങ്ങള് സഹാബത്തിന്റെ കുത്തുബി നബിന്റെ കുത്തുബ ഇങ്ങനെയാണ്. അവ കുത്തുബ പഠനാണ്, ജനങ്ങൾക്ക് കാര്യം പഠിപ്പിക്കലാണ്. അതുകൊണ്ട് കുത്തുബ മഫ്ഹൂമാകണം എന്നല്ല പറഞ്ഞത്. അതേ അവസരത്തിൽ കുത്തുബി നിസ്കാരം ഒന്നാണോ? ഷാഫി മദ്ഹബിലെ കിതാബിൽ മുഴുവൻ പറഞ്ഞെന്താ? കുത്തുബി നിസ്കാരം രണ്ടാണ് എന്നാണ്. കുത്തുബി നമസ്കാരം ഒന്നല്ല. ഷാഫി അല്ലുമ്മിൽ എന്ത് പറഞ്ഞത്? കുത്തുബയിൽ നമസ്കാരം ഒരുപോലെയല്ലെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാം, അലാ തറ അന്നൻ നബിയ കല്ലമല്ലദീന ഖതലു ഇബ്നു അബി ഉഖൈഖ. മുഹമ്മദ് നബി ഇബ്നു അബി ഉഖൈഖ എന്ന ഘാതകനെ കൊല്ലാൻ വേണ്ടി പറഞ്ഞയച്ച പട്ടാളക്കാരോട് വെള്ളിയാഴ്ച കുത്തുബന്റെ അടുത്ത് സംസാരിക്കില്ലേ? എന്താ സംഭവം എന്നറിയങ്ങള്? ചെവിന്റെ കാറ്റ് ഇബ്നു അബി ഉഖൈഖ വലിയൊരു കൊലയാളുണ്ടായിരുന്നു. ലക്ഷല്ലാന്ന് കണ്ടപ്പോ മുഹമ്മദ് നബി എന്തൊരു കുറെ പട്ടാളക്കാരെ വിളിച്ചിട്ട് നിങ്ങൾ ആ ഘാതകനെ പോയിട്ട് കൊല്ലണം എന്ന് പറഞ്ഞു. അങ്ങനെ നബി ഒരു വെള്ളിയാഴ്ച കുത്തുബ പ്രത്യേകം പറയട്ടോ. നബി വെള്ളിയാഴ്ച കുത്തുബ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താ പട്ടാളക്കാർ പള്ളിയിൽ കയറിയെന്നത്. അപ്പൊ കുത്തുബന്റെ അടുക്കൽ നബി ചോദിച്ചു, നിങ്ങൾ ആ ഇബ്നു അബി ഉഖൈഖ എന്ന ഘാതകനെ കൊന്നോന്ന് ചോദിച്ചു. കൊന്നു നബിയെന്ന് അറിഞ്ഞു. ഇതൊക്കെ കുത്തുബന്റെ അടക്കാൻ നടക്കണ വെള്ളിയാഴ്ച കുത്തുബിന്റെ രീതി നോക്കിങ്ങള്. അപ്പൊ നബിയാൻ എന്താ രേഖ തെളിവെന്താന്ന് ചോദിച്ചു. പട്ടാളക്കാർ മിമ്പറിന്റെ അടുത്തുകൂടെ വന്നിട്ട് ബാള് ഊരിച്ച് നബിക്ക് കാണിച്ചു കൊടുത്തു. അപ്പൊ നബി ബാള് വാങ്ങി. ഇനിത് രേഖയാക്കണ്ട, കുത്തുബിൽ ബാളെടുക്കാൻ കേട്ടോ, ഇത് രേഖയാക്കും കണ്ടോ. അപ്പൊ നബി കുത്തുബിൽ ബാളെടുത്തല്ലോ എന്നറിയും. അപ്പൊ നബി ആ വാള് വാങ്ങിയിട്ട് ഇങ്ങനെ പരിശോധിച്ചപ്പോ രക്തത്തിന്റെ കളർ കാണുന്നുണ്ട്, രക്തം കണ്ട്. അപ്പൊ നബിയാണ് അഫ്ലഹൽ വുജൂ, നിങ്ങൾ വിജയിച്ചു എന്ന് പറഞ്ഞു. ഈ സംഭവം ഇമാം ഷാഫിമാൻ കാണാം. ഷാഫിമാൻ പറയടോ, മുഹമ്മദ് നബി കുത്തുബന്റെ ഇടയ്ക്ക് ഇബ്നു അബി ഉഖൈഖ എന്ന ഘാതകനെ കൊല്ലാൻ വേണ്ടി പറഞ്ഞയച്ച വ്യക്തിനോട് പട്ടാളക്കാരോട് സംസാരിച്ചില്ലേ? അവര് നബിനോട് സംസാരിച്ചില്ലേ? അതേമാതിരി ഷാഫി അറിയാണ്, ഒരിക്കൽ നബി കുത്തുബ നിർവഹിക്കുക ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചതാ. ഒരാൾ കയറി വന്ന് തഹിയ്യത്ത് നിസ്കരിക്കാതെ ഇരുന്ന് കുത്തുബന്റെ ഇടക്കനെ നബി ചോദിച്ചാ സല്ലൈത യാ ഫുലാൻ,
ഇന്നവനെ നീ തഹിയ്യത്ത് നിസ്കരിച്ചോന്ന് ചോദിച്ചു. ഇല്ല റസൂലുള്ളാഹിന്ന് അറിഞ്ഞ്. എന്നാ എഴുന്നേൽക്ക് തഹിയ്യത്ത് നിസ്കരിക്ക്. തജവ്വദ് രീതി വരെ പഠിപ്പിക്കാത്തോ. എന്റെ ഖുതുബ കേൾക്കലും വലിയ പ്രധാന പ്രശ്നമാണ്. അതുകൊണ്ട് വല്ലാതെ നീട്ടരുത്. വളരെ ലഘുവായിട്ട് വളരെ വേഗത്തിൽ നീ തഹിയ്യത്ത് നിസ്കരിക്കണം എന്ന് അറിഞ്ഞ്. ഇതും ഷാഫി ഉദ്ധരിച്ചെന്നിട്ട് പറഞ്ഞ് ഒരു ഖുതുബ നിസ്കാരം പോലെയാണെങ്കിൽ ഇത് എങ്ങനെയാ സംസാരിക്കുക. ഇനി ഫത്തുൽ ബാരിലെ അസ്കലാനി ഷാഫിമലെ ഏറ്റവും വലിയ ഗ്രന്ഥാണ് ഫത്തുൽ ബാരി പറഞ്ഞത്. നീ കുല്ലി വജിഹിന്ന ഏത് വായിലൂടെ എടുത്തു നോക്കിയാലും ഖുതുബയും നിസ്കാരവും ഒന്നല്ല രണ്ടാണ്. എന്നിട്ട് ഒരു തെളിവ് അദ്ദേഹം പറഞ്ഞത്, നമ്മൾ ജുമാ നിസ്കരിച്ചും കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നൂറ് നിസ്കരിക്കുക. ഒരാൾ കയറി എന്നാൽ തഹിയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല. എന്നാ ഖുതുബന്റെ അടക്കോ തഹിയ്യത്ത് നിസ്കരിക്കണം. അസ്കലാനി ചോദിച്ചാ അവിടെ മണ്ടേന്നാ ചോദിക്കുന്ന അദ്ദേഹം. അവിടെ മണ്ടേ ഖുതുബയും നിസ്കാരം ഇങ്ങനെ ഒന്നാകുക. ഇപ്പൊ മൂലയാര് നിസ്കാരം തുടങ്ങിയായിരിക്കും. മൂലയാര് നിസ്കാരം തുടങ്ങിയാൽ ഒരാൾ പള്ളിയിൽ കയറി എന്നാൽ തഹിയ്യത്ത് നിസ്കരിക്കാൻ പാടുവോ? ഇല്ല. നേരത്തെ മൂലയാര് നബാത്ത് കഴിക്കുമ്പോൾ കയറി എന്നാലോ തഹിയ്യത്ത് നിസ്കരിക്കണം. അസ്കലാനി ഫത്തുൽ ബാരി പറയാം. അവൻ ഖുതുബ നിസ്കാരത്തിന്റെ സ്ഥാനത്താണ് ഇങ്ങനെ തഹിയ്യത്ത് നിസ്കരിക്കാൻ പറ്റുക. പക്ഷേ ഖുതുബന്റെ അവസരത്തിൽ തഹിയ്യത്ത് സുന്നത്തില്ലേ. അവ നിസ്കാരവും ഖുതുബി ഒരുപോലെയല്ല. ഇനി ഇവിടെ കൂടി ആർക്കും അറിയാലോ, ഷാഫി മദ്ഹബെല്ലാം പറഞ്ഞെന്താ, ഇമാമ് ഖുതുബ ഓതുമ്പം പടിഞ്ഞാറോട്ട് തിരിയണമെന്നാ, അല്ല കിഴക്കോട്ട് തിരിയണമെന്നാ, പടിഞ്ഞാറോട്ട് തിരിയണമെന്നല്ല. നിസ്കരിക്കുവാൻ നിൽക്കാൻ മൊഴിയാൽ എടുക്കാതിന് പടിഞ്ഞാറോട്ടല്ലേ. ഖുതുബന്റെ അവസരത്തിലോ നമ്മൾ തിരിഞ്ഞ മുഖത്തേക്കല്ലേ. അവ എത്ര തെളിവുണ്ട് അസ്കലാനി ഫത്തുൽ ബാരി പറയാണ്. അപ്പോൾ ഷാഫിയാക്കൾക്ക് എന്ത് ബന്ധാ സുഹൃത്തുക്കളെ. ഇന്ന് ഇവർക്ക് നിസ്കാരവും സ്വലാത്തും ഖുതുബയും ഒന്നാന്ന് പറഞ്ഞ് നടക്കല്ലേ. ഷാഫിയാക്കളെന്ന് പറയുന്നുണ്ടാണ്. ഷാഫി മദ്ഹബ് വലിയ ബന്ധമുണ്ടോ? എന്ത് ബന്ധമുള്ളത്? ഇല്ല. അവ ഷാഫി മദ്ഹബ് ഈ വിഷയത്തിൽ സ്നേഹിതന്മാരെ ഭരണഘടന വരെ എഴുതി വെക്കുക. പക്ഷെ ചില സ്ഥലത്തൊക്കെ ഉണ്ടോ സുന്നി പള്ളിയിൽ എന്റെ കൂടെ വരിങ്ങള് എത്ര സുന്നി പള്ളിയാണ് കാണിച്ചു തരാൻ നിങ്ങൾക്ക്. മലയാളത്തിൽ പച്ചയിൽ മിമ്പർ പറഞ്ഞ കുത്തുമ്പ മലയാളത്തിൽ നിർവഹിക്കുന്നത് അബ്ദുറഹ്മാൻ മുസ്ലിയാർ അറിയും മഞ്ചേരി. അദ്ദേഹം സമസ്തന്റെ വലിയൊരു പണ്ഡിതനായിരുന്നു. മീൻചാന്തിയിൽ പ്രമേയം കൊണ്ടെന്ന്. എന്തിനാണ് ഈ മൂല്യന്മാർക്ക് കൊണ്ടുവന്നെന്ന് അറിയങ്ങള്? മൂല്യന്മാർക്കൊന്നും തിരിയാത്തതുകൊണ്ടല്ല. ഈ മലയാളത്തിൽ ഖുതുബയായ വലിയ പ്രശ്നം നിങ്ങൾക്കറിയാലോ. ഞങ്ങളൊക്കെ 3 കൊല്ലം 4 കൊല്ലം ഒരു പള്ളിയിൽ നിൽക്കൂല. 3 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളിങ്ങനെ പറയും മൗലവി പറഞ്ഞത് തന്നെയാണ് പറയുന്നത് എന്നറിയും. പിന്നെ വേറെ പള്ളി നോക്കേണ്ടി വരിക. എന്ത് ബുദ്ധിമുട്ടാന്ന് അറിയങ്ങൾ ഈ വിഷയം. ഒരു 40 മിനിറ്റേ പറ്റുള്ളൂ. സമയം ക്ലിപ്താക്കണം. ഓരോരോ ആഴ്ച ഓരോ വിഷയം കണ്ടെത്തണം. നല്ല ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഉണ്ടാവും, മത്സ്യത്തൊഴിലാളികളും ഉണ്ടാവും. അപ്പം ഭാഷ ശരിയാക്കണം. രാഷ്ട്രീയ സാമ്പത്തിക സാമുദായിക മീമാംസ എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചാല് ഈ നാടന്മാരെ കുട്ടിയേക്ക് മീനെത്തുന്നാന്ന് വിചാരിക്കും. ജമാഅത്ത് സാഹിത്യം പ്രയോഗിച്ചാലേ. നാടൻ മലയാളം പ്രയോഗിച്ചാലോ ഡോക്ടർമാരും എഞ്ചിനീയർമാരും പറയും മൗലവിന്റെ ഭാഷ ശരിയല്ല എന്നറിയും. അപ്പൊ ഡോക്ടർക്കും തിരിയണം, നാടനും തിരിയണം. ഭാഷ സെലക്ട് ചെയ്യുന്ന ടൈം നോക്കണം. ആഴ്ച തോറും പുതിയ വിഷയങ്ങൾ കണ്ടെത്തണം. ചിലപ്പോൾ സ്നേഹിതന്മാര് ഈ വന്നു പോകുന്ന ഖത്തീബാണെങ്കിൽ വലിയ കുഴപ്പമില്ല കേട്ടോ. നാട്ടിൽ തന്നെ ജീവിക്കുന്ന ഖത്തീബാണെങ്കിൽ നാട്ടിൽ നടക്കുന്ന സംഗതിയും പറയേണ്ടി വരുമല്ലോ. അവന്റെ മനസ്സ് പച്ച പിടിച്ചതാണ്. യൂതന്മാരെ കുറിച്ച് പറഞ്ഞമാരി കല്ലല്ലെങ്കിൽ ഒരു വെള്ളിയാഴ്ചയെങ്കിലും സ്ത്രീധനത്തെ എതിർത്ത് എനിക്ക് കുത്തുബി പറയേണ്ടി വരും. കാരണം സ്ത്രീധനം പണ്ടൊക്കെ ഉള്ളത് കൊണ്ട് എത്ര പെൺകുട്ടികളാണ് വീട് നിറഞ്ഞ് നിൽക്കുന്നതെന്ന് അറിയോ. അപ്പൊ ഞാനൊരു വെള്ളിയാഴ്ച സ്ത്രീധനന്റെ വിഷയം, സ്ത്രീധനം വാങ്ങിയോ അടുത്ത സ്വത്ത് തന്നെ ഇരിക്കുന്നുണ്ടാവും. ഞാൻ ഓനെ ഉദ്ദേശിച്ച് പറഞ്ഞതൊന്നുമല്ല. അപ്പൊ യാദൃശികമായി നോട്ടോലെ നേരെയായി. ഓൻ ഉറപ്പായി എന്റെ നേരം അവിടെ വെടിയൊട്ടിച്ചതാ. പിന്നെ കുഴപ്പം പണി ഇരിക്കുക ഖത്തീബിനെ ഒഴിവാക്കണം എന്ന് അറിഞ്ഞിട്ട്. ഈ അറബിയിലാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടോ സുഹൃത്തുക്കളെ? ആർക്കാതെ തീരുക. ഞാൻ പള്ളിയിൽ വെച്ചിട്ട് പറയാണ്, അള്ളാന്റെ പള്ളി വെച്ചിട്ടാ നിങ്ങള് മെന്തൽമാണ പോയിട്ട് മണ്ണാറക്കാട് റോഡിന് ടിക്കറ്റ് എടുക്കുക. കൊടക്കാട് എന്നറിയും. അവിടെ പച്ചീര് നടന്ന സംഭവമാണ്. കുറച്ച് കൊല്ലമായിട്ടുള്ളൂ. ചെറിയനാൾ നോമ്പും കഴിഞ്ഞ് ചെറിയനാളും കഴിഞ്ഞട്ടോ 2 മാസം കഴിഞ്ഞ് മൂല്യാരെന്താണ് നോമ്പിന്റെ നബാത്തിയ വഹിക്കുന്നത്. നോമ്പിന്റെ നബാത്തി വഹിക്കാണ്. കുത്തുബ കഴിഞ്ഞപ്പം തങ്ങളുട്ടീന്ന് ഞമ്മക്കടെ വേറെ പള്ളിയുണ്ട്. തങ്ങളുട്ടീന്നാണല്ലോ തങ്ങളെന്നെയാണ്. പക്ഷെ നമ്മോട് വലിയ അന്ധമായ ശത്രുതല്ല. മൂപ്പര് മൂല്യാന റൂമിൽ കയറി എന്നിട്ട് പറഞ്ഞു മുസ്ലിയാരങ്ങൾ എല്ലാരും വിദ്യാർത്ഥികളെ ശരിയാവുക. നിങ്ങൾ റംസാന്റെ കുത്തുബിയല്ലേ വായിച്ചതെന്ന് ചോദിച്ചു. തെറ്റ് വെച്ചതാണ് പറഞ്ഞറിഞ്ഞ്. ഇളയൂരിന്നറിയ അരീക്കോട് അടുത്ത് അവിടെ നടന്ന സംഭവം എന്താണെന്നറിയങ്ങള്. ചെറിയനാളിന് സ്നേഹിതന്മാര് വലിയൊരുനാളിന്റെ ഇബ്രാഹിം കുട്ടി നടക്കാൻ കൊണ്ട് നോക്കി. ചെറിയനാൾക്ക് മൂല്യാര് വായിക്കാണ്. പള്ളിയിൽ നിന്നിട്ടാണ് നുണയെല്ലാം പറയുന്നത്. അപ്പൊ ഇത് വായിക്കുന്ന മൂല്യാർക്ക് എന്തായി വായിച്ചതെന്നറിയോ? കൗമിനറിയോ? അപ്പൊ ഇതാണ് സംഗതി. ആ മീൻചാന്തിയിലെ പ്രമേയോട് കൊണ്ടുവന്ന് ഇനി ഒന്നും പാടില്ല. അന്ന് നല്ല പഠിച്ചോനെപ്പോലെയുള്ള മൂല്യന്മാരുണ്ടായിരുന്നു. അവർ പറഞ്ഞു നമ്മൾ ഷാഫി മദ്ഹബല്ലേ, ഷാഫി മദ്ഹബിനനുസരിച്ച് തീരുമാനം സമസ്തക്കെടുക്കാൻ അവകാശമല്ല. അതുകൊണ്ട് കുത്തുബണ്ടാവണം, ആദ്യം മലയാളത്തിൽ തന്നെ തുറന്നു പോരണം എന്ന് പറഞ്ഞിട്ട് ഇന്നും അവിടെ മഞ്ചേരി സുന്നിപ്പള്ളി 4-5 സുന്നിപ്പള്ളികൾ ആ ഏരിയയിലുണ്ട്. പച്ച മലയാളത്തിൽ നിർവഹിക്കുക. 40 സമസ്തന്റെ പണ്ഡിതന്മാര് അതിൽ ചാപ്പനങ്ങാടി ബാപ്പമുട്ടിയാരെ ബാപ്പ വരെ ഉണ്ടാവും ഉപ്പിട്ടിയില്. ആ 40 പണ്ഡിതന്മാര് പറയും ഷാഫി മദ്ഹബ് എന്ന് പറഞ്ഞാൽ മിമ്പർമെന്ന് മലയാളം ഒന്നും പറയാൻ പാടില്ല എന്നല്ല.
അതിന് അർക്കാന് മാത്രം കുറച്ചൊരു 1/2 മിനിറ്റ് 1.5 മിനിറ്റ് അറബി ചൊല്ലണം. ബാക്കിയുള്ളത് ഏത് ഭാഷയിലാവാന്ന ഷാഫി മദ്ഹബ് എന്ന് പറഞ്ഞ സമസ്തയിലെ ഉഗ്ര 40 പണ്ഡിതന്മാര് ഇന്ന് കുത്തുബ മുഴുവൻ അറബിയിലാവണമെന്ന് പറഞ്ഞ ഷാഫി മദ്ഹബിന് ഘടക വിരുദ്ധ എന്ന് പറഞ്ഞിട്ട് 10 ഇറക്കി 40 പണ്ഡിതന്മാർ ഒപ്പിടുകയാണ് എന്നർത്ഥം. അപ്പൊ ഞാൻ ഈ പറഞ്ഞുകൊണ്ടുവന്നത് ഭരണഘടനയിലേക്ക് എന്താണ് ഷാഫി മദ്ഹബ് അനുസരിച്ച് കുത്തുബ തുടരണം. അപ്പൊ ഷാഫി മദ്ഹബ് അനുസരിച്ചിട്ടാണ് നോക്കുന്നത് അല്ല. ഒരു സമസ്ത മദ്ഹബുണ്ട്. സമസ്ത മദ്ഹബും ഷാഫി മതം കീരിയും പാമ്പും കണ്ട മാറിയ സുഹൃത്തുക്കളെ ഒരു നിലക്കും അവർ തമ്മിൽ യോജിക്കൂല എന്നർത്ഥം. അത് സമസ്തന്റെ ഒരു മദ്ഹബാണെന്നർത്ഥം. അതുപോലെ തന്നെ കുത്തുബി തന്നെ ഇമാം ഷാഫി എന്തേ പറഞ്ഞ അല്ലുമ്മിൽ അദ്ദേഹം പറഞ്ഞു ഈ കുത്തുബന്റെ 2ാമത്തെ ബാങ്ക് അത് ഉസ്മാനാണോ ആദ്യത്തെ ബാങ്ക് ഉണ്ടാക്കിയ ഉസ്മാനാണോ മർവാനാണോ ഒക്കെ തർക്കം കേട്ടോ. അയ്യോമാ കാന വൽ അമ്രുല്ലദി അലാ അഹ്ദി റസൂലുള്ളാഹി അഹബ്ബു ഇലയ്യ. ചെവിന്റെ കാലത്ത് ഒരു ബാങ്ക് മാത്രം മിമ്പർമല കയറിയാല് ഷാഫിയായി ഞാൻ തൃപ്തിപ്പെടുന്ന എന്താണ് ചെവിന്റെ കാലത്തെ മാതിരി ഒരൊറ്റ ബാങ്ക് വെള്ളിയാഴ്ച വിളിക്കലാണ്. ഷാഫി അല്ലുമ്മിൽ പറയാം ഉസ്മാനാണോ ഉണ്ടാക്കിയെങ്കിൽ ഉസ്മാനാവട്ടെ. ഷാഫി അറിയണം ഉസ്മാനാണെങ്കിൽ തന്നെ പ്രവാചകന്റെ സുന്നത്ത് കൈവിട്ടിട്ട് ഉസ്മാനെ സുന്നത്തെടുക്കാൻ പറ്റുമോ? ഷാഫി ചോദിക്കുക. അതെല്ലാം മർവാനാന്ന് അഭിപ്രായമുണ്ട്, വഹാബിയാന്ന് അഭിപ്രായമുണ്ട്, പല അഭിപ്രായം. ആണ് യാനബു താലിബ് അതിൽ പറഞ്ഞെന്താ വലം യുസജ്ജി അഹദും ബി സുന്നിയത്തിഹീന. ഈ ഭൂമിയില് ഒരൊറ്റ പണ്ഡിതനും ജുമാന്റെ ആദ്യത്തെ ബാങ്ക് സുന്നത്താന്ന് പറഞ്ഞിട്ടില്ല. മൂക്ക് കീഴ്പോട്ടായൊരു മനുഷ്യൻ എന്താണ് ജുമാന്റെ 2ാമത്തെ ബാങ്ക് നബിചര്യാണ് സുന്നത്താണ് പുണ്യകർമ്മാണ് പറഞ്ഞിട്ടില്ല. ഷാഫി മദ്ഹബിലെ യാനബു താലിബ് എന്ന കിതാബിൽ പറയാം. ഇനി അതുപോലെ തന്നെ വാളെടുക്കല് ഇമാം ഷാഫി കുത്തുബിയിൽ വാളെടുക്കാൻ പറഞ്ഞിരിക്കുന്ന സ്നേഹിതന്മാര് ഇല്ല. ഇമാം ഷാഫിന്റെ ഏറ്റവും വലിയ ശിഷ്യനാണ് ഷിറാസി. അദ്ദേഹത്തിന് സിഫ്റു സഅദ എന്ന കിതാബുണ്ട്, സൗഭാഗ്യത്തിന്റെ പുലരി. അതിൽ അദ്ദേഹം പറഞ്ഞെന്തരണ്ടോ ആദ്യകാലത്ത് പള്ളിയിൽ മിമ്പറല്ല. ഈ മിമ്പറ തുടങ്ങിയത് ആരാന്നറിയ പെണ്ണ. പള്ളിയിലെ മിമ്പറ വരെ പ്ലാൻ ചെയ്തത് പെണ്ണാണ്. ഇത്ര പെണ്ണ് കക്കം കിടക്കുന്നുണ്ട് വരുന്നുണ്ട്. ഒരിക്കൽ നബി ഈത്തപ്പണ തടിമേൽ കയറിയിട്ടാ നബി പ്രസംഗിക്കുക. അപ്പൊ കൈ ഇങ്ങനെ ആകുമല്ലോ വെക്കാനൊന്നുമില്ല. അപ്പൊ പെണ്ണിത് കണ്ടു ബുഖാരിയിൽ പറയാം. അവര് പെണ്ണ് കണ്ടിട്ട് നബിയോട് ചോദിച്ചു നബി എങ്ങൾക്ക് പ്രസംഗിക്കാൻ വേണ്ടി ഒരു മിമ്പർ ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു. ഉണ്ടാക്കി കഴിയെന്ന് പറഞ്ഞു. അങ്ങനെ ആ പെണ്ണെന്താ പെണ്ണിനൊരു ആശാരിപ്പണി വരുന്ന അടിമണ്ട്. ആ അടിമനോട് പറഞ്ഞു. അങ്ങനെ ആ അടിമ എന്തേലും മിമ്പറ പള്ളിയിൽ കൊണ്ടുവന്ന് ഷിറാസി പറയാം മിമ്പറ ഉണ്ടാക്കണ മുമ്പ് നബി വാളെടുത്തിട്ടില്ല. മിമ്പറ ഉണ്ടാക്കണ മുമ്പ് ചിലപ്പോ അറബികൾ എന്തെങ്കിലും വടി പിടിക്കാറുണ്ട്, അസ പിടിക്കാറുണ്ട്, ചില വില്ല് പിടിക്കാറുണ്ട്. അങ്ങനെ ചിലപ്പോ ഒരു കൈ ഇങ്ങനെ അനാവശ്യമായി ചലിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോ അസ പിടിക്കും, അല്ലെങ്കിൽ കൗസ് പിടിക്കും. അന്ന് സൈഫുമ പിടിച്ചിട്ടില്ല. പക്ഷെ മിമ്പർ ഉണ്ടാക്കിയ ശേഷം ഒന്നും തന്നെ ഒരു വടിയാവട്ടെ വാളാവട്ടെ ഒന്നൊന്നിലും മിമ്പറ സ്ഥാപിച്ച ശേഷം മുഹമ്മദ് നബി കയ്യിൽ പിടിക്കാറില്ല എന്നുള്ളത് മുജാഹിദല്ല സൈദന്മാരെ വഹാബിയല്ല പറയുന്നത്. ഷാഫി ഇമാമിന്റെ ശിഷ്യനായ ഇമാം ഷിറാസി അദ്ദേഹത്തിന് സിഫ്റു സഅദ എന്ന കിതാബിൽ പറയാണെന്ന് അർത്ഥം. അപ്പോൾ ഈ തൂഫി തന്നെ പറഞ്ഞത് എന്താണെന്നറിയങ്ങൾ തൂഫാ മഹല്യമുള്ള കിതാബ് പറഞ്ഞത് ഈ കുത്തുബിയിൽ വാളെടുക്കുന്നതിന് നബിചര്യന്റെ പിൻബലല്ലോ. അത് ഇസ്ലാം മതം വാളുകൊണ്ടാണ് പ്രചരിച്ചതിലേക്ക് സൂചനയായിട്ട് ഉണ്ടാക്കിയതാണ്. ഇസ്ലാം മതം ഹിന്ദുക്കളങ്ങനെ പിടിച്ചിട്ട് വെട്ടിയിട്ടേ ചെല്ലടാലായില്ലെന്നറിയാം വെട്ടുക. ഇസ്ലാം മതം ഈ കിതാബില് തൂഫിയിലും മഹദിലൊക്കെ പറയാം വെള്ളിയാഴ്ച വാളെടുക്കുന്ന മുഹമ്മദ് നബിന്റെ സുന്നത്തക്ക് സൂചന എന്നല്ല. ദീനുൽ ഇസ്ലാം ദീൻ പ്രചരിച്ചത് വാളുകൊണ്ടാണ് എന്നാണ്. സ്നേഹിതന്മാരെ ഒരിക്കലും വാളുകൊണ്ടല്ല കുത്തുകൊണ്ട് വെള്ളിയാഴ്ചയിൽ കുത്തുക ഇവർ പ്രസംഗം. ഈ വെള്ളിയാഴ്ച പള്ളിയിലാത്തൊരു ചെറുനാക്കും വെല്ലുന്നാക്കും വരുമല്ലോ, അപ്പോഴും കുത്തുക. ഇനി ചെറുനാക്കും വെല്ലുന്നാക്കും വരാത്തോലോ കല്യാണ പന്തൽ എങ്ങനെയാലും വരും ചോറുള്ളതുകൊണ്ട് അവിടെ നിക്കാഹിന്റെ കുത്തുക. നോക്കിങ്ങള് മയക്ക് വേണ്ടി നിസ്കരിക്കാനേ കുത്തുക. സൂര്യഗ്രഹണാണെങ്കിൽ പ്രസംഗം. 4 ആള് കൂടിയെടുത്തൊക്കെ ഇസ്ലാമതിന് കുത്തുക അറ്റാച്ചഡ് ആക്കിക്കണം. ഇത് തിരിയണോ തിരിയണ്ടെങ്കിൽ ചിന്തിച്ചു നോക്കി. ആ നിക്കാഹിന്റെ ഒക്കെ സദസ് നല്ലൊരു സദസ്സല്ല സുഹൃത്തുക്കളെ. അമുസ്ലിങ്ങളൊക്കെ വന്നിരിക്കുന്ന സദസ് ഇസ്ലാമിനെ കുറിച്ച് എത്ര തെറ്റിദ്ധാരണ. പ്രത്യേകിച്ച് വിവാഹം കണ്ടമാനം 4 പെണ്ണെത്താൻ പറയുന്ന മതം, കണ്ടമാനം തലാക്കിരിക്കാൻ പറയുന്ന മതം, എന്നിട്ട് 2 കാല് പൈസയും കൊടുക്കണം മതാവ് കൊടുക്കണ്ടെന്നും പറയുന്ന മതം. ഇങ്ങനെയൊക്കെ നമ്മളെ കുറിച്ച് എന്തൊക്കെ തെറ്റിദ്ധാരണയാണ്. അവർ മുസ്ലിങ്ങളെല്ലാം വന്നൊരു സദസ്. ആ സദസ്സില് സുന്ദരമായ പ്രസംഗം നിർവഹിച്ചാൽ എത്ര നന്ന്. പക്ഷെ അതും പാടില്ല. മൂലർ കുടുകുടുന്നല്ലും ഒരു ബുക്ക് എടുത്തിട്ട് ആർക്കാതെ തിരിഞ്ഞ മുസ്ലിങ്ങൾക്ക് തിരിയും. എന്നിട്ടല്ല ആ മുസ്ലിങ്ങൾക്ക് തിരിയുന്നത്. അപ്പൊ ഇങ്ങനെ 4 ആള് കൂടുന്നിടത്തൊക്കെ സുന്ദരമായ ഓരോ പ്രസംഗം വെച്ചിക്കണേ. ഇങ്ങനെ പ്രസംഗത്തിലൂടെയാണ് ഇസ്ലാം മതം പ്രചരിച്ചത് എന്നർത്ഥം. എന്നിട്ട് തൂഫിലൊക്കെ പറഞ്ഞത് കുത്തുബിയിൽ വാളെടുക്കുന്നത് മുഹമ്മദ് നബിയിലേക്കുള്ള സുന്നത്തിലേക്ക് ഇഷാറത്താന്ന് പറയുന്നില്ല.
അപ്പൊ ഞാൻ ആ വണ്ടൂര് ഭാഗത്ത് നിന്ന് പറഞ്ഞപ്പോ മൂല്യാർ പറഞ്ഞ എന്തെന്നെ ഇപ്പൊ ശരിയല്ലേ, മുഹമ്മദ് ബദറിലൊക്കെ വാളെടുത്തിട്ടില്ലേ, യുദ്ധത്തിൽ പ്രധാന ആയുധം വാളന്നെയല്ലേ. അപ്പൊ മറുപടി പ്രസ്ഥാനത്ത് പറഞ്ഞ എന്നാ നബി ബദറിലൊക്കെ കുതിരനെ ഉപയോഗിച്ചിരിക്കണേ. മൂല്യാർ കുതിരയായിട്ട് കയറിയോ മിമ്പർമേല്? യുദ്ധത്തിൽ ഉപയോഗിച്ചൊക്കെ മിമ്പർമ കയറണോ? പക്ഷെ അതിന്റെ ആവശ്യമില്ല, കയറണോ തന്നെ കുതിരയാണെങ്കിൽ പിന്നെ അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പൊ നോക്കി നിങ്ങൾ, ഇതെല്ലാം നബി കുതിരന് കുന്തൂട്ട് നിർത്തിക്കണല്ലോ യുദ്ധത്തില്. അല്ല പ്രധാനത് മിസൈല് കുത്താണല്ലോ, കുതിരയുണ്ട്, കൈതിയുണ്ട്. അതൊക്കെയായിട്ട് ഇമാം മിമ്പർമ കയറുന്ന മുഹമ്മദ് നബിന്റെ സുന്നത്തുണ്ടോ അല്ലെ നോക്കാനല്ലാതെ. അപ്പൊ ഷാഫി മദ്ഹബ് തന്നെയല്ല, ഇമാം ഷാഫിമ ഒരിക്കലും വെള്ളിയാഴ്ച വാളെടുക്കല് സുന്നത്താന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് തന്നെ ഷീറാജി അതിനെ എതിർത്തത്. ഷാഫി മദ്ഹബിലെ ഇമാമിന്റെ ശിഷ്യൻ ഷീറാജി വേണം, അങ്ങനെയല്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സ്നേഹിതന്മാര് മറ്റൊരു വിഷയം, അതായത് ഇമാം ഷാഫി മദ്ഹബ് എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ ജുമാ ജമാഅത്തിന്റെ വിഷയത്തിൽ മുജാഹിദുകളായ നമ്മളെക്കാൾ കുറച്ചും കൂടി ഉൽപ്പത്തിഷ്ണുക്കളാണ്. നമ്മൾ സ്ത്രീകൾക്ക് പ്രത്യേക റൂം ഉണ്ടാക്കുക, മറ ഉണ്ടാക്കുക. നേരെ മാറ്റി കിതാബ് മുഴുവെടുത്ത് നോക്കി സ്നേഹിതന്മാരുകള്, ആ നൂറുൽ അബ്സാർ വരെ എടുത്തു നോക്കി, അതിൽ കാണാം വയുഫാരിഖുൽ ഇമാമു അഖിബ ഫറാഇഹി ഇല്ലം യകുൻ അമ്മ ഇസാവുൻ. ഇമാമ് സലാം വീട്ടിയ വേഗം മിഹ്റാബിന് എഴുന്നേറ്റ് പോണട്ടോ. കൂട്ടുപാടത്തിനെയും കുറച്ചില്ല. ഷാഫി മദ്ഹബിന് ഒരിക്കലും യോജിക്കൂല. ഷാഫി മദ്ഹബിലെ കൊച്ചു ഗ്രന്ഥായ നൂറുൽ അബ്സാർ പറയാം, ഇമാമ് സലാം വീട്ടിയ വേഗം മിഹ്റാബിന് എഴുന്നേറ്റ് പോകണം. ഇല്ലം യകുൻ അമ്മ നിസാവുൻ. നേരെ പിന്നെ തന്നെ പെണ്ണുങ്ങൾ വന്നിട്ടുണ്ട്. പെണ്ണുങ്ങൾക്ക് രണ്ട് പ്രത്യേകം വഴിയില്ല. ആണും പെണ്ണും ഒരേ വഴിയിലൂടെയാണ് കടന്നു പോകുന്നത്. പള്ളിയിലേക്ക് രണ്ട് വഴിയില്ലെങ്കിൽ വഴിയിൽ ആണും പെണ്ണും കൂടിക്കലരാതിരിക്കാൻ വേണ്ടി ഇമാമും ആണുങ്ങളും അവിടെ ഇരിക്കുക, പെണ്ണുങ്ങൾ വേഗം എഴുന്നേറ്റ് പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. സൂഫിയിലൊക്കെ പറഞ്ഞാൽ അഫ്ളലുൽ ഇമാമിയൻ യഖൂമ മിൻ മുസല്ല അഖിബ സലാമിഹി ഇദാ ലം യകുൻ ഖൽഫഹു നിസാഉൻ ഹകദാ കാന ശാഫിഉ ഫിൽ മുഖ്തസർ വത്തഫഖ അലൈഹിൽ അസ്ഹാബ്. സൂഫ മോയിനീൻ ശറഅ് മദ്ഹബിൽ പറയാം, ഇമാമിന് ഏറ്റവും ശ്രേഷ്ഠമായത് സലാം വീട്ടിയ തിരിഞ്ഞിരിക്കലല്ല, എഴുന്നേറ്റ് പോകല. ഇല്ലം യകുൻ ഖൽഫഹു നിസാഉ. നേരെ പിന്നെ തന്നെ ജുമാഅക്കും ജമാഅത്തിനൊക്കെ പെണ്ണുങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവർ എഴുന്നേറ്റ് പോവാൻ വേണ്ടിയിട്ട് എന്താണ് അവിടെ അല്പം ഇരിക്കുക. എന്നിട്ട് ഈ വിഷയത്തിൽ ആകദാ കാല ശാഫിഉ ഫിൽ മുഖ്തസർ, ഇമാം ഷാഫി തന്റെ മുഖ്തസർ എന്ന കിതാബിൽ അങ്ങനെയാ പറഞ്ഞത്. ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർക്ക് ഏകഭിപ്രായമുണ്ട്. അപ്പൊ നേരെ പിന്നെ തന്നെ കൊണ്ടുപോയി ഇരുത്താന്നാ പറയുന്നത്, കിതാബിൽ മുഴുവനും. അപ്പൊ ഇതൊരു സ്ഥലത്ത് നിന്ന് ഞാൻ കാരപ്പുറത്ത് അറിയാം, എന്റെ നാട്ടിന്റെ ഇടക്കര സ്ഥലത്ത് കാരപ്പുറത്ത് പറഞ്ഞപ്പോ മൂല്യമാരൻ പറഞ്ഞു എന്റെ വിഷയം ഇതുപോലെ ഈ വിഷയം തന്നെയായിരുന്നു. കേരള മുസ്ലിങ്ങളും ഷാഫി മദ്ഹബും വെറും കിതാബ് കൊണ്ട് അത് സമർപ്പിച്ച് ഒരു വിഷയം മാത്രം, പ്രധാന വിഷയം കൂട്ടുപാത്രം മാത്രം എടുത്ത് അത് ഷാഫി മദ്ഹബിന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ ഞാൻ 10-50 കിതാബ് പറഞ്ഞ് കൂട്ടുപാത്രത്തിനാണ് വിഷയം. കൂട്ടത്തിൽ ഞാൻ പറഞ്ഞപ്പോ ഒരു വെടിക്ക് 2 പക്ഷിയായിട്ടോ. നേരെ പിന്നിൽ പെണ്ണുങ്ങൾ ഇല്ലെങ്കിൽ പറയുന്നുണ്ട്. അപ്പൊ സ്ത്രീകൾക്ക് ജുമാഅക്കും ജമാഅത്തിനും വരാ, പ്രത്യേകം മറ വരെ റൂം വരെ വേണ്ട. പിന്നെ തന്നെ നിന്റെ കാലത്ത് അങ്ങനെയാ, ഇമാമ് ആണുങ്ങള്, കുട്ടികള്, പിന്നിൽ പെണ്ണുങ്ങള്. കാരണം ഖതീബിനെ കണ്ടാലേ എപ്പോഴും എന്താണ് ശരിക്കും മനസ്സിൽ പതിയുള്ളൂ. കറണ്ട് പോയാൽ നമ്മളെ പെണ്ണുങ്ങളെ അവിടെ കുമ്പളങ്ങട്ടോ, കറണ്ട് പള്ളിയിലില്ലെങ്കിലേ. കാരണം ചിലപ്പം അണ്ടർഗ്രൗണ്ടിലായിരിക്കും പെണ്ണുങ്ങൾ, അല്ലെ മാളിന്റെ മുകളിലായിരിക്കും. ഇത് നമ്മളെങ്ങനെ തുടങ്ങിയത്, ഈ കുഞ്ഞാളെ പിടിച്ച് തുടങ്ങിയതാണ്. കാരണം ഒരു മൂല്യാര് പ്രസംഗിച്ച് എഴുതിയും ചെയ്തെന്ന് അറിഞ്ഞ്, ആ മടക്കര ആ അദ്വാജിന്റെ കയ്യിലുണ്ട് എന്ന് അറിഞ്ഞ് ആ എഴുതിയ തന്നെ. അതായത് മുയ്യദ്ദീൻ പള്ളിയിൽ ഒരു മൂല്യാര് മുഖ്യാര് വന്ന് പെട്ട് എന്നാണ്, കോഴിക്കോട് മുയ്യദ്ദീൻ പള്ളിയിൽ. അപ്പൊ അവിടെ സ്ത്രീകൾ വരുന്നുണ്ടെന്ന് മൂപ്പർക്ക് അറിയാതെ പത്രത്തിനൊക്കെ വായിച്ചിക്കണേ. അങ്ങനെ സ്ത്രീകൾ ഇവിടെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോ മൂപ്പർക്ക് സ്കലനം ഉണ്ടായി എന്ന് അറിഞ്ഞ്, സ്ത്രീകൾ വന്നിട്ടുണ്ടെന്ന് ഓർമ്മ ഉണ്ടായപ്പോ ഒരു മൂല്യാര് ഇതാക്കിയതാ. അപ്പൊ നമ്മളെ പള്ളിയിൽ നേരെ പിന്നെ തന്നെ പെണ്ണുങ്ങളി കൂടിയും കണ്ടാൽ പിന്നെ എന്ത് സ്കലനം ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത്തരം മുസ്ലിയാക്കന്മാരെ വിചാരിച്ചിങ്ങനെ നമ്മൾ വേറെ റൂമിലാക്കിയതാ. എന്റെ അഭിപ്രായം, ഇനി പുതിയ പള്ളി നമ്മൾ തുറക്കുമ്പോ സ്ത്രീകൾക്ക് നേരെ ഇമാമിനൊക്കെ കാണുന്ന നിലക്ക് തന്നെ പിന്നിൽ തന്നെ ഇതാക്കണം എന്നുള്ളതാണ്. ചെവിന്റെ ചര്യ അതാണ് എന്നർത്ഥം. അപ്പൊ ഇത് ഞാൻ പ്രസംഗിച്ചപ്പം കൂട്ടുപാടത്തിനാണ് വിഷയം. കൂട്ടത്തിൽ ഞാൻ പറഞ്ഞ് സ്ത്രീകൾക്ക് വരാന്ന് കിട്ടി. അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഹിജാബിന്റെ ആയത്തിന് ശേഷം വലിയ ഹറാമാണെങ്കിൽ പിന്നെ സ്ത്രീകൾ പിന്നിലുണ്ടായാൽ ഇല്ലെങ്കിൽ ഇത് പറയാൻ മൂല്യരെ ചോദിച്ചു. അപ്പൊ കള്ളുടിച്ചുമ്പോ ബിസ്മില്ലൽ സുന്നത്താണല്ലോ തുറക്കണ്ടോ? കള്ളുടി തന്നെ ഹറാമാണെങ്കിൽ പിന്നെ ബിസ്മില്ലിന്റെ പ്രശ്നം എവിടുന്നാ വരുന്നത്? പ്രശ്നം തന്നെയല്ലോ. അപ്പൊ അവിധ ബന്ധത്തിലോടും അള്ളാഹു ജനിമെ ചെയ്താൽ പ്രാർത്ഥന വലിയൊരു സുന്നത്താണല്ലോ തുറക്കണ്ടോ? അങ്ങനെ വിഷയം വരുന്നുണ്ട് അവിധ ബന്ധം തന്നെ തെറ്റാവുമ്പോ. അപ്പൊ നേരെ പിന്നെ തന്നെ സ്ത്രീകൾ വന്നിരിക്കാന്ന കിതാബ് പറയണമെന്ന് പറഞ്ഞു. അതിൽ മൂല്യാര് മറുപടി പ്രസംഗം സംഘടിപ്പിച്ച് മറുപടി പ്രസംഗം പറഞ്ഞേ, നിങ്ങൾക്ക് ഖുറാനും സുന്നത്തും പറഞ്ഞാൽ പോരെ, നിങ്ങളെന്താ ഷാഫി മദ്ഹബ് പറയുന്നത്? നിങ്ങൾക്ക് ഖുറാനും സുന്നത്തും പറഞ്ഞാൽ പോരെ. അപ്പൊ ഷാഫി മദ്ഹബ് പറയുന്നതിനാ അതുവരെ അവർ സ്വീകരിക്കണില്ല എന്നുള്ളതാണ്. എന്നിട്ട് മൂല്യാര് പറഞ്ഞാൽ തരണ്ടോ? ഇല്ലെങ്കിൽ അങ്ങനെ കിതാബിലുണ്ട്. അത് വീട്ടിലത്തെ കാര്യം പറഞ്ഞതാണ്. പള്ളിത്തെ കാര്യം വീട്ടിൽ ഭാര്യനായിട്ട് നിസ്കരിക്കുകയാണ്, ഉമ്മാനായിട്ട് നിസ്കരിക്കുകയാണ്. അപ്പൊ പിന്നീട് പെണ്ണുങ്ങൾ ഉണ്ടായില്ല എന്ന് പറഞ്ഞു.
അപ്പൊ ഞാൻ മറുപടി പ്രസംഗം വെക്കാൻ പറഞ്ഞു. മറുപടി പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു, സുഹൃത്തുക്കളെ, ഈ സാധാരണക്കാരായ നിങ്ങളോടാണ് എന്റെ പ്രസംഗം, മൂല്യന്മാരോടല്ല. മുസ്ലിയാക്കന്മാർക്ക് തിരിയാത്തത് കൊണ്ടല്ല. ഞാൻ ഭാര്യനേറ്റ് എന്റെ വീട്ടിൽ നിന്ന് നിസ്കരിക്കാട്ടോ, നിസ്കരിച്ച് സലാം പിടിച്ച് പിന്നിക്ക് നോക്കുമ്പോൾ പോയിക്കണോ, അവിടെ തന്നെ ഇരുന്ന് വീട് നോക്കി പോയിട്ടുണ്ടോ? ആ പോയി. ഇനി ഞാൻ എഴുന്നേറ്റ് കൊടുക്കണം, ഓള് പോയ കട്ടിലൊക്കെ തന്നെയല്ലേ, പിന്നെ ഓളെ എഴുന്നേറ്റ് പോകാൻ വേണ്ടി ഞാൻ ഇരിക്കണോ? ഇനി 5 നേരം നിസ്കരിച്ച ശേഷം വീട്ടിൽ ഉമ്മയും സഹോദരിയും ഭാര്യയൊക്കെ നിസ്കരിച്ച ശേഷം സലാം പിടിച്ച് കൊടുക്കുക, അവള് പോണത് ഇടയിൽ കൂടെ വയറ് കൂടിക്കിടക്കാതിരിക്കാന്ന് പറയുന്നില്ലേ? സൂട്ട് കേസ് വെച്ച് 5 നേരം നിസ്കരിച്ചിട്ട് ഇവിടെ പോവുകയെ, സൂട്ട് കേസ് വെച്ചിങ്ങനെ ഒന്ന് ചിന്തിക്ക്, ബുദ്ധിയുള്ളങ്ങളെ ചിന്തിക്ക്. പിന്നെ നബവി പറയുന്നുണ്ട്, ഇടവയില് കൂടിക്കരരാതിരിക്കാനാണ് അറിയുന്നുണ്ട്. ഭാര്യയും ഭർത്താവും കൂടിക്കരലില്ലേ? ഈ മൂല്യന്മാർക്ക് എന്ത് തെളിവ് കൊടുത്തിട്ടും ഫലമില്ലാന്നർത്ഥം, ദുർവ്യാഖ്യാനം ചെയ്തു. അവ മുജാഹിദ് പ്രസ്ഥാനത്തെക്കാളും ഈ വിഷയത്തിൽ ഷാഫി മത ഉൽപ്പതിഷ്ണുക്കളാണ്. പ്രത്യേക റൂമിൽ ഇസ്ലാമിൽ ഈമാന്റെ മറിയാ സുഹൃത്ത്. ഹജ്ജിൽ എന്താ ഉള്ളത് നിങ്ങൾക്കറിയോ? ഹജ്ജിൽ എന്താ മറണ്ടോ? തവാഫിയും പെണ്ണുങ്ങൾക്ക് പ്രത്യേകം വരി മുത്തുനബി നിശ്ചയിച്ചോ? ഇല്ലല്ലോ. ആണും പെണ്ണും കൂടിക്കടന്നിട്ടല്ലേ. മൂലിയാരെ മുന്നിലും പെണ്ണായിരിക്കും, പിന്നിലും പെണ്ണ്, മൂലിയാരെ നടുക്കായിരിക്കും. ഹജറാത്മനെ ചുംബിക്കുമ്പോ പെണ്ണിന്റെ മുഖത്തേക്കായിരിക്കും ചിലപ്പോ ചുംബനം വരിക. ഒറ്റിങ്ങനെ ചുംബിച്ചിട്ട് ഇങ്ങനെ മുന്തായിരിക്കും, അല്ല മൂലിയാരെ ചുംബിക്കാൻ പോവുക. അറഫിയിൽ പെണ്ണിനൊക്കെ പ്രത്യേക സ്ഥലം നിൽക്കാണ്ടോ? ഇനയിലുണ്ടോ? ഇതേമാതിരി പള്ളിയിൽ സെഫ് മാത്രം വേർതിരിച്ച് നേരെ പിന്നിൽ തന്നെ ആക്കി. എന്നാൽ ഖത്തീബിനപ്പോ എന്താ നമ്മളൊക്കെ അവസ്ഥ? മുജാഹിദ് പള്ളിയിൽ 50 കൊല്ലം ഒരു മൗലവി പള്ളിയിൽ കുത്തുബ നിർവഹിച്ച പെണ്ണുങ്ങൾക്ക് വയലിൽ വെച്ചിട്ട് മൗലവിനെ കണ്ടാൽ തിരിച്ചറിയില്ല, ഒച്ച കേട്ടാ അറിയുന്ന അർത്ഥം. ഈ നിലക്കാണ് നമ്മളെ സംവിധാനം. അതും വേണമെന്നില്ല അവൻ ഷാഫി പറയുന്നത്. ഷാഫി മതകാരനല്ലേ, ഹജ്ജിലെന്താ, മിനയിലെന്താണ്? ഈമാന്റെ മറ അത്ര തന്നെയുള്ളൂ. പള്ളിയിലും ഈമാന്റെ മറ എത്രത്തോളം എന്നറിയാം. ബുഖാരി മുസ്ലിമിൽ കാണാം. സാധും സഹാബത്ത് ഈ പണ്ടത്തെ പോലീസുകാരന്മാരിയ മുട്ടുപൊക്കിന്റെ അടിയിലുള്ള വസ്ത്രം. പണ്ടത്തെ പോലീസുകാരുടെ ഓരോ മുട്ട് വരെയാണ്. പിന്നെ ബസ്സിലിങ്ങനെ ഇരുന്ന് പെണ്ണുങ്ങൾ ഇങ്ങനെ അരിഞ്ഞു കൊടുത്ത ഗവൺമെന്റിന്, പോലീസുകാർക്ക് കണ്ട് മതിയായി, ഇതൊന്ന് വലിയതാക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ അന്നത്തെ വലിയ ഫാൻസ് പിന്നെ ഗവൺമെന്റ് കൊണ്ടുവന്നത്. അപ്പൊ ഇതുപോലുള്ള ഈ മുട്ടുവരെയുള്ള വസ്ത്രം ധരിച്ചിട്ട് ചില ആളുകൾ നിസ്കരിക്കുന്ന അവസരത്തിൽ ഇത് പൊന്തിയിട്ട് നേരെ പിന്നെ തന്നെ സ്ത്രീകളാണ്. മുഹമ്മദ് നബി ആ അവസരത്തിൽ വരെ മറ ഉണ്ടാക്കില്ല. സുഹൃത്തുക്കളെ, നബി സ്ത്രീകളോട് പറഞ്ഞ മൻകാന നീക്കും, നിങ്ങളിൽ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന പെണ്ണുങ്ങളായെങ്കിൽ പുരുഷന്മാർ കഴിഞ്ഞിട്ട് എഴുന്നേറ്റാൽ മതി എന്നാണ്. കറാഹിയത്തായി ഇറയിനമീൻ ഔറാത്തി റിജാലി, അതീത് പറയാം, സ്ത്രീകൾ പുരുഷന്റെ നഗ്നത കണ്ടുപോകണ്ടെന്ന് വിചാരിച്ച് നബി പറഞ്ഞതാണ്. മക്കൾ കിട്ടൂല സുഹൃത്തുക്കളെ. എത്ര ഓല അവിടെ കിട്ടും? ഒരു മറ വരെ മുഹമ്മദ് നബി ഉണ്ടാക്കിയല്ല, ഈമാന്റെ വിശ്വാസത്തിന്റെ ഒരു മറ എന്നർത്ഥം. എന്നിട്ട് ഈമാൻ ഷാഫി അല്ലുമിൽ എന്ത് പറഞ്ഞു? വലാ ഉഹിബ്ബുലി വാഹിദിൻ ഇമ്മല്ലഹു തെർക്കുൽ ജുമാഅത്തി മിനൽ അഹ്റാറി ലിൽ ഉദ്രി വലാലിൻ നിസായി. പ്രത്യേകം പറയാം, ജുമാ നിർബന്ധമില്ലാത്ത പെണ്ണുങ്ങള്, പനി പിടിച്ച ആണുങ്ങള്, ഇവരൊന്നും തന്നെ വേഗം ദുഹ്ർ വെള്ളിയാഴ്ച നിസ്കരിക്കരുതട്ടോ. ഷാഫിയെ പെണ്ണുങ്ങളെ പ്രത്യേകം എടുത്ത് പറയാണ്. കാരണം സ്ത്രീകൾക്ക് വെള്ളിയാഴ്ച ദുഹ്ർ നിസ്കരിക്കലല്ല നല്ലത്. അവൾക്ക് ശരിക്കും ഉറപ്പായി ജുമാ തിരിഞ്ഞിക്കണ്. ഇനി ഓട്ടോറിക്ഷ കാർ എടുത്തിട്ട് വരെ പോയാലും ജുമാ കിട്ടൂല. എങ്ങനെ പരിശ്രമിച്ചെത്തിയാലും ജുമാ കിട്ടൂല. ജുമാ തിരിഞ്ഞിട്ടുണ്ടെന്ന് ഉറപ്പായാലേ വെള്ളിയാഴ്ച സ്ത്രീകൾ ദൂരസ്കരിക്കാൻ പാടുള്ളൂ. എന്നിട്ട് ഷാബലി അന്നൂല അല്ലവും ചക്കതിരുവല ഇത്തിയാലും ജുമാ ഇത്തിയാനുഹ ഹൈറല്ലവും. കാരണം എങ്ങനെയെങ്കിലും സ്ത്രീകൾക്ക് പള്ളിയിൽ വരാൻ സാധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ കുട്ടി നോക്കാൻ ആളുണ്ടാവില്ല. എങ്ങനെയും കുട്ടി ഉറങ്ങിപ്പോയി, അല്ലെ കുട്ടിനെ നോക്കാൻ ആളെ കിട്ടിയാല് ദുഹ്ർ വേഗം നിസ്കരിച്ചാൽ അവനെ ജുമാക്ക് വരാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് ദുഹ്ർ നിസ്കരിക്കലല്ലോ ജുമാക്ക് വരാൻ ഉത്തമം. അതുകൊണ്ട് സ്ത്രീകളെ ഷാഫി മദ്ഹബ് എന്ന് പറഞ്ഞാല് പള്ളിക്ക് വരാൻ ബുദ്ധിമുട്ടുള്ള പെണ്ണുങ്ങള്, ജുമാക്ക് വരാൻ ബുദ്ധിമുട്ടുള്ള പെണ്ണുങ്ങള് വെള്ളിയാഴ്ച വേഗം ദുഹ്ർ വരെ നിസ്കരിക്കാൻ പാടില്ല. പുയ്യാപ്പള ജുമാ നിസ്കരിച്ച് വീട്ടിൽ കയറി വന്ന് അവൾക്ക് ഉറപ്പായി ജുമാ പിരിഞ്ഞിക്കണ്, ഇനി ഞാൻ പോയിട്ട് അവിടെ ജുമാ കിട്ടുമോ എന്ന് ഉറപ്പായ ശേഷം ദുഹ്ർ വരെ നിസ്കരിക്കാൻ പാടുള്ളൂ എന്ന് വരെ ഇമാം ഷാഫി അദ്ദേഹത്തിന്റെ അല്ലും എന്ന കിതാബിൽ വ്യക്തമായിട്ട് പറയാണ് സ്നേഹിതന്മാര്. അപ്പോൾ ഈ വിഷയത്തിൽ ഷാഫി മദ്ഹബുമായിട്ട് വലിയ ബന്ധമുണ്ടോ ഇവർക്ക്? ഇല്ല. ഷാഫി മദ്ഹബ് ഇസ്ലാമി പ്രസ്ഥാനത്തെക്കാളും ഒരു മുന്നിട്ടാണ് ഈ വിഷയത്തിൽ സ്നേഹിതന്മാർ. അങ്ങനെ ഇനി ഓരോ വിഷയം നമുക്ക് എടുത്തു നോക്കുക. ഇനി അതുപോലെ തന്നെ മരണവുമായി ബന്ധപ്പെട്ട ഏതാനും ചില വിഷയങ്ങൾ ഇമാം ഷാഫി ഇമാം വ്യക്തമായിട്ട് പറഞ്ഞെന്തായിരുണ്ടോ? അമിൻ ആയത്തിൽ കരീമ ഇസ്തംബത്തൽ ഷാഫിയു അമിൻ ഇത്തബഅഹു അന്ന ഖിറാഅത്തുൽ ഖുർആനി ലാ യസിലു ഇലൈഹി. മരിച്ചവർക്ക് വേണ്ടി ഖബറിന്റെ അടുത്ത് വെച്ച് അല്ലാതെ ആവട്ടെ മരിച്ചവർക്ക് വേണ്ടി നമ്മൾ യാസീൻ ഓതി അല്ലെങ്കിൽ ഖുർആൻ ഓതി ഒരിക്കലും എന്താണ് ആ കൂലി കിട്ടൂല. മരിച്ചവർക്ക് വേണ്ടി നമ്മൾ ഖുർആൻ ഓതിയ ഷാഫി ഇമാം പറയാണ്, ഇതിന് കസീർ ഉദ്ധരിക്ക അല്ലൈസലിൽ ഇൻസാനി ഇല്ലാമാത്ത ആയത്തും തന്നെ ഇമാം ഷാഫി പിടിച്ചെടുത്തുന്ന മരിച്ചവർക്ക് വേണ്ടി നമ്മൾ മരിച്ചുപോയ അമ്മ അപ്പ എന്നിട്ട് അവർക്ക് വേണ്ടി ഖുർആൻ ഓതി അതിയ നൽകി പ്രത്യേകം പറയാം. അല്ലാഹുമ്മ ഔസിൽ
സ്വഭാവമാ കറവത്ത് പഠിച്ചവനെ ഞാൻ ഓതിന്റെ കൂലിയായിട്ട് പാക്ക് എത്തിച്ചു കൊടുക്കണം, പാക്ക് എത്തിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാല് ഷാഫി പറയുന്നത് അതങ്ങോട്ട് എത്തൂല എന്നാ. അത് എത്ര രജിസ്റ്റർ ആയിട്ട് അയച്ചാലും കിട്ടൂല എന്നാ ഷാഫി അറിയുന്നത്. കത്തേ നമ്മൾ എത്ര രജിസ്റ്റർ ആയിട്ട് അയച്ചാലും ഷാഫിമാൻ പറയാം മരിച്ചവർക്ക് വേണ്ടി ഒരിക്കലും ഖുർആൻ ഓതുന്ന ചര്യ ലഭിപ്പെട്ടതല്ല, കൂലി അവർക്ക് കിട്ടൂല, നിർത്തിയില്ല. വലുതാലിക്കല്ല ഇതിന് കത്തീർ ഷാഫി പണ്ഡിതനാ. ഇദ്ദേഹം പറയാം മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതാൻ സൂചന വരെ പ്രവാചകൻ നൽകിയിട്ടില്ല. പല യുങ്കല്ലാൻ അഹദിന സഹാബത്തി, നമ്മളെക്കാളൊക്കെ അമ്മാനിപ്പാനെ സ്നേഹിച്ചത് അവരല്ല സ്നേഹിതന്മാര്. ഒരൊറ്റ സഹാബി വര്യൻ മരിച്ചുപോയ അപ്പാക്ക് വേണ്ടി ഉമ്മാക്ക് വേണ്ടി തന്റെ മകന് വേണ്ടിയിട്ട് ഖുർആൻ ഓതിയിട്ടില്ല. വലോക്കാന ഖൈറൻ ലസബഖൂന ഇലൈഹി, മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതിയിട്ട് ഖുർആൻ ഓതല് പുണ്യകർമാണെങ്കിൽ മുസ്ലിങ്ങളെ നമ്മളെക്കാളൊക്കെ സഹാബത്താണ് അതിലേക്ക് മുന്നിട് കേട്ടോ. സഹാബത്ത് ആരും തന്നെ മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതിയിട്ടില്ല, മുഹമ്മദ് നബിയുടെ സൂചന വരെ നൽകിയിട്ടില്ല. ഷാഫി മദ്ഹബിലെ പണ്ഡിതനായ ഇബ്നു കസീർ എന്നെ ഉദ്ധരിക്കുകയാണ്. അപ്പൊ ഷാഫി മദ്ഹബ് എന്ന് പറഞ്ഞാൽ ഇമാം ഷാഫിന്റെ അഭിപ്രായം എന്താ? മരിച്ചവർക്ക് വേണ്ടി നമ്മൾ ഖുർആൻ ഓതി, ഫാത്തിഹ ഓതി, യാസീൻ ഓതി എന്നിട്ട് അയച്ചാല് അതിന്റെ കൂലിയാട് കിട്ടൂലെന്ന് വ്യക്തമായിട്ട് ഇമാം ഷാഫി പറയാണ് സ്നേഹിതന്മാര്. പക്ഷേ ഷാഫിയാക്കൾ എന്ന് പറയുന്നവരുടെ ധാരണ എന്താ? ഖബറുമൽ വരെ കത്തപ്പുരട്ടി ഓതല്ലേ, വാക്ക് എടുത്തു പോയിട്ടും കേട്ടോ. പണ്ടൊക്കെ മരിച്ച ഖബറുമല് കത്തപ്പുര കെട്ടല, എന്നിട്ട് അവിടെ നിന്ന് ഓതുക. ഏത് സാധുവാണെങ്കിലും ഏഴ്സെങ്കിലും ചുരുങ്ങിയത് ഏഴ്സെങ്കിലും ദായ്മൂത്തുണ്ടായിരുന്നു. പക്ഷെ കുറെയൊക്കെ മനുഷ്യന് തിരിഞ്ഞു തുടങ്ങി എന്നർത്ഥം. അതുപോലെ തന്നെ ഇമാം ഷാഫി ഇമാം ഗണ്യതമായിട്ട് പറഞ്ഞ് നബവി പറഞ്ഞ് വൈലം അന്ന സവാബൽ മുഖ്താറമാക്കാൻ അലയി സലഫുസാരിങ്ങൾ ചെയ്താണ് ശരിയത്ത നബി അതുക്കാറ് പറയാം. അതെന്താണ്? സുക്കൂത്തുഫി ഹാലി സരിമാൽ ജനാസ, മയ്യത്തിന്റെ പിന്നാലെ പോകുമ്പം മിണ്ടാൻ പാടില്ല കേട്ടോ. രണ്ടാം ഷാഫിയ നബി അറിയാണ് ഒരിക്കലും ഖുർആനോത്ത് ഖിറാഅത്ത് പാടില്ല, ദിക്ർ പാടില്ല, നല്ല ചൊല്ലാൻ പാടില്ല. മനസ്സിൽ വേണമെങ്കിൽ ചൊല്ലിക്കോ, ചിന്തിച്ചു പോകണം, നിർത്തുന്നില്ല. പക്ഷേ ഭൂരിപക്ഷം മുസ്ലിങ്ങൾ ലാല ചൊല്ലിയിട്ട മയ്യത്തുണ്ടാണ്. കുറച്ച് സലഫീങ്ങള് അവര് മിണ്ടാതെങ്ങനെ പോവുകയാണ് എന്ന് വിചാരിച്ച് ചതിയിൽപ്പെടണ്ട. കൂടുതൽ ആളുകൾ ദിക്ർ ചെല്ലുന്നുണ്ട് എന്ന് വിചാരിച്ച് ചതിയിൽപ്പെടണ്ട. സത്യത്തിന്റെ ആളുകൾ കുറച്ചുണ്ടാവുള്ളൂ, കൂടുതൽ ഉണ്ടാവണമെന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് രണ്ടാം ഷാഫിയ നബവി അതുക്കാതെ ഈ വിഷയം തന്നെ അവതരിപ്പിക്കുന്നത്. 4 മദ്ഹബിന്റെ ഇമാമികളും സുഹൃത്തുക്കൾ ഏകോപിച്ച വിഷയ ഏത്? മയ്യത്തുണ്ടോമം മിണ്ടാതെ പഠിച്ചവനോർത്ത് പഠിച്ചവനെങ്ങനെ ചിന്തിച്ച ഡോക്ടർ വേണം, എഞ്ചിനീയർ വേണം, എല്ലാവരും വരണം, കാലിയാർ വരണം, വലിയ കാലും ചെറിയ കാലും ഒക്കെ വരണം, എല്ലാവരും. എന്നിട്ട് ഇങ്ങനെ മയ്യത്തിന് വലിയ മുതുമലന്റെ അത്രയൊക്കെ കൂടിയിട്ടുള്ള പുണ്യകർമ്മ അത് നമ്മളിങ്ങനെ മിണ്ടാതെ നിർത്തണം. ഇങ്ങനെ ഇനി നമ്മൾക്കറിയാലോ. എന്നിട്ട് ഈ നബവി നിർത്തിയില്ല. ഈ മരണത്തിന്റെ അവസരത്തിൽ മൗനം ദീക്ഷിക്കലാണ് ഏറ്റവും യോജിച്ചതെന്ന് അറിഞ്ഞു. ഇപ്പൊ പാർലമെന്റിൽ ഒരാൾ മരിച്ചാല് 2 മിനിറ്റിൽ നിങ്ങാണ്ട് രാമായണം വായിച്ചലാ, മിണ്ടാതെക്കലാ. ഇന്നാളെ MLA മരിച്ചിട്ട് MP മരിച്ചിട്ട് ആ മരണത്തെ ഓർമ്മിക്കാൻ വേണ്ടി 2 മിനിറ്റ് മൗനം ദീക്ഷിക്കുക. നബവി അറിയാം. അപ്പൊ മരണത്തെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഈ മിണ്ടാതെ സുക്കൂത്ത അതാ മനുഷ്യന്മാർ ചെയ്യാറുള്ളത്. MLA മരിച്ചാല് അസംബ്ലിയിൽ 2 മിനിറ്റ് ഇരുന്നിട്ട് നിങ്ങൾ മുസ്ലിങ്ങൾ ഫാത്തിഹ സൂറത്ത് ഓതി നമ്മൾ രാമായണം വായിച്ചാന്നെല്ലാം അറിയാം. 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് നമ്മൾ മൗനം ദീക്ഷിക്കാറ്. ഇത് MLA-മാരൊക്കെ നിന്നിട്ട് മിണ്ടാതിരിക്കും. ഈ ഹിക്മത്ത് വരെ തത്വം വരെ അതുക്കാൻ നബിമാൻ പറയാണ്. ആർക്കും നബിച്ചേരി അതാണ് പണ്ട് നിർത്തിയില്ല, സലഫീങ്ങളാ ചെയ്ത് നിർത്തിയില്ല. അതാ ഹിക്മത്ത് തത്വം. അതാ മരണത്തെക്കുറിച്ച് ഓർക്കല്, മിണ്ടാതിരിക്കല എന്നുള്ളതാണ് മരണത്തെക്കുറിച്ച് ഓർമ്മിക്കല്. അതാണ് ആ സന്ദർഭത്തിലേക്ക് ഏറ്റവും യോജിക്കുന്ന വരെ ഇമാം നബവി റഹ്മഹുല്ലാ അതുക്കാലിൽ പറയാണെന്ന് അർത്ഥം. അതുപോലെ സ്നേഹിതന്മാരെ ഷാഫി മദ്ഹബിന്റെ സർവ്വ കിതാബിലും പറഞ്ഞെന്താ? ഇപ്പം കഴിഞ്ഞ ആഴ്ച ഞാൻ മംഗലാപുരത്തായിരുന്നു, 2-3 ദിവസം മിഞ്ഞാന്നതിന്റെ അപ്പുറത്തും. എന്നിട്ട് അവിടെ ഒരു സംഭവം നടന്നിരിക്കണേ. എന്താ സംഭവം എന്നറിയാം? ഒരു മയ്യത്ത് കബറടക്കി ഉള്ളാൾക്ക് വെച്ചിട്ട സംഭവം. അപ്പൊ നമ്മൾ തസ്ബീഹ് ചൊല്ലി തെൽക്കീം ചൊല്ലിയില്ല. എന്നിട്ട് അവിടെ ബോർഡ് എഴുതി തൂക്കിച്ചപ്പം എന്ത് തെൽക്കീം ചെല്ലാത്തവരെ ഇവിടെ കബറടക്കൂല എന്നിട്ട് സുന്നികളെ ഇതിലൊന്നും തെൽക്കീം ചെല്ലാത്തവരെ കബറടക്കൂല. മംഗലാപുരത്തും ഉള്ളാൾക്കൊക്കെ ഇപ്പം മുജാഹിദർക്ക് ഇപ്പൊ വലിയ പ്രശ്നമായിക്കാണ്. കാരണം അവിടെയൊക്കെ സുന്നികളെ തീരുമാനിച്ചെടുത്തിച്ച തെൽക്കീം ചെല്ലാത്തവനെ എന്ത് ചെയ്യൂല, ഞങ്ങളെ ഇവിടെ കബറടക്കൂല. നിസ്കരിക്കാത്തവനൊന്നും തൂക്കിയില്ല കേട്ടോ. 5 നിസ്കരിക്കാത്തവനെ തൂക്കുവോ? അവനെ പൗതി സുന്നികളെ കബറടക്കാൻ പറ്റൂല. 5 നിസ്കരിക്കാത്തവനെ കള്ളുടിച്ചവനെ എഴുതിയിട്ട് വിട്ടുക്കണോ? കള്ളുടിച്ചവനെ ഇവിടെ കബറടക്കൂലെന്ന് എഴുതിയിട്ടില്ല. നിങ്ങൾ തെൽക്കീം ചെല്ലാത്തവന് കബറടക്കൂല എന്ന് പറഞ്ഞിട്ട് മംഗലാപുരം ഉള്ളാൾക്കൊക്കെ വലിയ നോട്ടീസ് വിതരണ. നോക്കി നിങ്ങൾ എന്താണ് ആ വിഷയങ്ങൾക്ക് അറിയോ? ഷാഫി മദ്ഹബിന് കിതാബിൽ മുഴുവൻ പറഞ്ഞത് മുഹമ്മദ് നബിന്റെ സുന്നത്ത് സ്ഥിരപ്പെട്ടതുകൊണ്ട് 1 മണിക്കൂറിൽ 2 മണിക്കൂറൊക്കെ കബറിന്റെ അടുത്തുനിന്ന് തസ്ബീഹ് വല്ലണം. അംർ ബിൻ ആസ് എന്ന പ്രഗൽഭ സഹാബി വസിയത്ത് ചെയ്തത് കാരണത്താലും
നബിചര്യന്റെ അടിസ്ഥാനത്തിലും തസ്ബീത്താണ് ചെല്ലണ്ടേന്ന് പറയാത്ത കിതാബുണ്ടോ? ഷാഫി വത്തുൽ മൂയിന് വരെ പറഞ്ഞ് തസ്ബീത്താണ് സുന്നത്ത് കൂട്ടത്. അതാണ് സഹാബത്ത് നിർദ്ദേശിച്ചത്, നബിന്റെ സുന്നത്ത് അതാണ്. പക്ഷേ തെൽക്കീൻ ചെല്ലാന്ന് പറഞ്ഞ കിതാബ് തന്നെ പറഞ്ഞ് കയ്യൂബിയൊക്കെ പറഞ്ഞ് വലോ വിദഗ്ധാണട്ടോ, എന്നാലും വേണമെങ്കിൽ ഈ സമയത്ത് തസ്ബീത്തൊക്കെ ചൊല്ലിക്കഴിഞ്ഞ ടൈം ഉണ്ടെങ്കിൽ ഈ തെൽക്കീനും കുറച്ച് ചൊല്ലിക്കോ. പക്ഷേ വലോ വിദ്യ അത് അനാചാരാണ്, പുതിയതാണ്. പിന്നെ പറയുന്നത് ഷാമിലൊക്കെ ചില മനുഷ്യന്മാർ ചൊല്ലിനിന്ന സഹാബത്ത് ചൊല്ലിന്ന് ഷാഫി മദ്ഹബിൽ പറയുന്നില്ല. ഷാമിലെ ചില ആളുകളൊക്കെ ചെയ്തിന്റെ അടിസ്ഥാനത്തിൽ തസ്ബീത്തിൽ മണിക്കൂറൊക്കെ ചൊല്ലിക്കഴിഞ്ഞ ശേഷം വേണമെങ്കിൽ തെൽക്കീനും ചൊല്ലിക്കോന്നാണ്. അതേ അവസരത്തിൽ അവരെന്നെ പറയും സുയൂത്തി ദുറുൽ മൻസൂർ എന്നൊരു കിതാബിന്റെ ദുററുൽ മുൻതസിർ വേറുണ്ട്. അതിൽ പറഞ്ഞ് തെൽക്കീന്റെ ഹദീസ് അബൂമാമയിൽ നിന്ന് തുബ്രാൻ ഉദ്ധരിച്ച തെൽക്കീന്റെ ഹദീസ് ഇസ്നാദുഹു ദഈഫുൻ, അത് ദുർബലാണ് എന്ന് പറഞ്ഞു, സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാണ്. ഇമാം നബവി എന്നെ പറഞ്ഞ് ശറഹ് മദ്ഹബിൽ പറഞ്ഞ് തെൽക്കീന്റെ ഹദീസ് ലൈസ ബിഖായിമിന്ന, അതിന് എഴുന്നേറ്റ് നിൽക്കാനുള്ള ആരോഗ്യം വരില്ല എന്നാണ് നബവി ശറഹ് മദ്ഹബിൽ പറയണേ. തെൽക്കീന്റെ ഹദീസിന് എഴുന്നേറ്റിക്കാനുള്ള ആരോഗ്യമല്ല. ഇസ്നാദുഹു ലൈസ ബിഖായിമിന്ന ശറഹ് മദ്ഹബിൽ നബവി പറയാം തെൽക്കീന്റെ സനദിന് ഹദീസിന്റെ പരമ്പരക്ക് എഴുന്നേറ്റ് നിൽക്കാൻ വരെയുള്ള ആരോഗ്യമല്ല എന്നാണ്. ഇതാ ഷാഫി മദ്ഹബിലെ ഇമാമികൾ തന്നെ പറഞ്ഞത് എന്നർത്ഥം. അപ്പൊ നബിചര്യ അതാണ്, തസ്ബീത്താണ്. പക്ഷേ ഷാഫി മദ്ഹബൻ നിങ്ങളെന്ന് പറഞ്ഞൊക്കെ പരിചയമുണ്ടോ? പിന്നെ ഷാഫി മാം അല്ലുമിന് സുഹൃത്തുക്കളെ ഖബർ അല്ല വജീലാളി ഭൂമിന്റെ ഉപരിഭാഗത്തിൽ ചാനെ കബർ പൊന്താൻ പാടുള്ളൂട്ടോ. കബറാ തിരിച്ചറിയൽ ചാണ് മാത്രം. വല ഉഹിബു യുബിനാലെ ഒന്നും തന്നെ കെട്ടിപ്പടുക്കാൻ പാടില്ല, കുമ്മായിടാൻ പാടില്ല, നിർത്തിയില്ല. ഇത് അമുസ്ലിങ്ങളെ കബറാന്ന് വിചാരിക്കണ്ട. ഉടനെ ഷാഫി വലമാറ കുബൂറൽ മുഹാജിരിനെ വല്ല അൻസാർ മുജസ്സൻ, മുഹാജിരിങ്ങളെ അൻസാരികളെ കബറൊന്നും കെട്ടിപ്പടുക്കേ കുമ്മായത്തെ ചെയ്തിട്ടില്ലട്ടോ. ഏതെങ്കിലും മുഹാജിന്റെ അൻസാരിൽ കബറുകൾ കെട്ടിപ്പടുത്തിട്ടുണ്ടെങ്കിൽ അന്നത്തെ ഭരണാധികാരികളെ ജാറം പൊളിക്കാൻ കൽപ്പിക്കുന്നുണ്ട്. ജാറം പൊളിക്കാൻ വേണ്ടി കൽപ്പിക്കുമ്പോൾ അന്നത്തെ മുസ്ലിം പണ്ഡിതന്മാരെ സഹാബത്തിന് കിതാബ് ഓതി പഠിച്ച പണ്ഡിതനാ. സഹാബത്തിന് കിതാബ് ഓതി പഠിച്ച അന്നത്തെ ഷാഫിമയിലെ ഫുഖാക്കള് ആരും ഭരണാധികാരിക്ക് എതിർക്കുന്നില്ല, അനുകൂലമായ ഫത്ത് കൊടുക്കുക ജാറങ്ങൾ പൊളിച്ചു മാറ്റാന്. ആര്? ഷാഫി അല്ലുമൽ പറയാം. ഷാഫിമയിലെ വലിയ കിതാബായ മുഅ്മിനിൽ എന്ത് പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ഷാഫി മദ്ഹബില് ഖബറിൽ ചാനെ ഉയർത്താൻ പാടുള്ളൂ എന്ന് പറഞ്ഞു തന്നെ തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ഭരണം നടത്തുന്ന നാട്ടിലാണ്. തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിക ഭരണമാണെങ്കിൽ എന്താണ്? നേരെ മാറ്റി ബിദ്അത്ത് അനാചാരം ചെയ്യുന്ന മുസ്ലിം രാഷ്ട്രം, അല്ലെ ഇന്ത്യ പോലുള്ള അമുസ്ലിം രാഷ്ട്രങ്ങളിൽ ചാണും പാടില്ല, ഭൂമിയോട് സമാക്കണം. മുഅ്മിനി പറയാനേ ഒരു ചാന് കബർ പൊന്തിച്ചാന്ന് പറഞ്ഞത് സൗദി അറേബ്യ പോലുള്ള ഇറാൻ ഇറാഖും പറ്റൂലട്ടോ. അവിടെ വിദ്യാർത്ഥി സൗദി അറേബ്യ പോലുള്ള തൗഹീദിന്റെ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രമാണെങ്കിൽ അങ്ങനെ ഒരു ചാണ് പൊന്തിക്കാന്ന് പറഞ്ഞത്. നേരെ മാറ്റി വിദ്യാർത്ഥി മുസ്ലിം രാഷ്ട്രമാണ്, പക്ഷെ വിദ്യാർത്ഥി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അനിസ്ലാമിക രാഷ്ട്രമാണെങ്കിൽ ഒരു ചാണും പൊന്തിക്കാൻ പാടില്ല എന്ന ഭൂമിനോട് സമാക്കി വെക്കണം. ഇതാണ് ഷാഫി മദ്ഹബ്. മുഅ്മിനി പറയാം. ഇനി ഇബ്നു ഹൈതമി സവാജി പറയാണ് വജിബുൽ മുബാറത്തുൽ ഹദിമിഹാവാദിമിൽ ഖുബാബി, ഖബറുള്ള കുബ്ബകൾ പ്രത്യേകം പറയാട്ടോ. ഹൈതമി പറയാം കുബ്ബകൾ, ഖബറുമുള്ള കുബ്ബകള്, ചാറങ്ങള് ഇതൊക്കെ പൊളിച്ചു മാറ്റാൻ മുസ്ലിങ്ങളെ ധൃതിപ്പണ്ണം കേട്ടോ. ഇനി വയല് അറിഞ്ഞ് നടന്നാൽ മാത്രം പോരാ. ഹൈതമി പറയത്തില്ല. ഹൈതമി സവാജി പറയാണ് ചാറങ്ങൾക്കെതിരെ വയല് മാറിഞ്ഞുകൊണ്ട് മാത്രം നിർത്തൂല, ലക്ഷക്കണക്കിന് ഉറുപ്പിയുടെ വരുമാനേ മനുഷ്യന്മാര് നിർത്തുവോ? ഹൈതമി സവാജി പറയാണ് അത് പൊളിച്ചു മാറ്റാൻ ധൃതിപ്പണ്ണം. ഇത് യാളറുമി മസ്ജിദ് നിറാർ, ജൂതന്മാരുണ്ടാക്കിയ മസ്ജിദ് നിറാറിനേക്കാൾ അപകടമാണ് കുബ്ബകളൊക്കെ. കാരണം മുഹമ്മദ് നബിക്ക് എതിർ പ്രവർത്തിച്ചുകൊണ്ടാണ് ഇവ സ്ഥാപിക്കപ്പെട്ടത് എന്ന ആര്? ഹൈതമി. ഷാഫിയിലെ മുഖ്യ തൂഫിന്റെ ഗ്രന്ഥകർത്താവ് ഹൈതമി നവാജിർ എന്ന കിതാബിൽ പറയാം. പക്ഷേ ഇന്നത്തെ ആളുകൾ ഷാഫിയാക്കൾക്ക് വലിയ ബന്ധമുണ്ടോ ഈ വിഷയത്തിൽ? ഷാഫി മദ്ഹബ് വഹിച്ച് റിസാലിൽ എഴുതി, ഇന്ത്യത്തിന്റെ റിസാൽ എന്ന മാസികയിൽ എഴുതി ചില ജാറങ്ങളൊക്കെ കുരങ്ങിന്റെതാണോ മനുഷ്യന്റെ ആണെന്ന് തിരിച്ചറിയില്ല എന്നാണ് അവരെന്നെ എഴുതാണ്. കുരങ്ങാണോ മനുഷ്യനാന്ന് വരെ തിരിച്ചറിയില്ല, എന്നിട്ട് ജാറുണ്ട്. റിസാലിൽ എഴുതിയാണ് ഇന്ന് ഖബർ സിയാറത്തല്ല നടക്കുന്ന, ഖബർ പൂജയാണെന്ന്. നമ്മൾ പറഞ്ഞപ്പോ പരിഹസിച്ച് ഖബർ സിയാറത്തിനെ പൂജയാക്കിയത്. അപ്പൊ അവരെന്നെ എഴുതി വരമൊഴിയാക്കി. വാമൊഴിയല്ല, വരമൊഴി ഞാൻ കാണിച്ചവർക്ക് ഇന്ത്യത്തിന്റെ മാസിക. ഇന്ന് നടക്കുന്നത് ഖബർ സിയാറത്തല്ല, ഖബർ പൂജയാണ്. നീയോ അങ്ങനെ ഏത് വിഷയക്ക് ഇമാം ഹൈതമിയോട് ഫത്താവയ്ക്ക് ഉപയോഗിച്ച ചോദ്യം എന്താ ചോദ്യം എന്നറിയോ? ചില പള്ളിയിലൊക്കെ കാണാം ബാങ്കിന്റെ മുമ്പ് സലാത്ത് ചെല്ലുന്ന ഏർപ്പാട്, ബാങ്ക് കൊടുക്കുന്ന മുമ്പ് സലാത്തെല്ലും. ഹൈതമി ഇതിന് നബിചര്യയില് നമ്മുടെ ഷാഫി മദ്ഹബിൽ പിമ്പലം ചോദിച്ചപ്പോ ഹൈതമി എന്താ പറഞ്ഞത്? ഫത്താവൽ കുബ്രയിൽ ഞാൻ നമ്മുടെ ഇമാമിങ്ങളെ ഷാഫി ഇമാമിന്റെ അഭിപ്രായം മുഴുവൻ പരിശോധിച്ച്, ഗ്രന്ഥങ്ങൾ മുഴുവൻ പരിശോധിച്ച്, ബാങ്കിന്റെ മുമ്പ് സലാത്തലിന് ഒരു രേഖയില്ല, പ്രവാചകന്റെ നബിചര്യ മുഴുവൻ പരിശോധിച്ച് ബാങ്കിന്റെ മുമ്പ് സലാത്തിന് രേഖയില്ല, അതുകൊണ്ട് അത് അനാചാരാണ്, വിദഗ്ധാണ്, നിർത്തിയില്ല.
അദ്ദേഹം പറഞ്ഞ അങ്ങനെ ഏതെങ്കിലും മുക്കി ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം ഉപദേശിക്കുക. ഇത് നമ്മളെ ഷാഫി മദ്ഹബിന് എതിരാന്ന് അറിയാം, വ്യഭിചാരിയൊക്കെ എതിരാന്ന് പറയാം. എന്നിട്ടും അംഗീകരിക്കണമെങ്കിൽ എന്താ, ഹൈത്തമി ഫത്താവൽ കുബ്ര ആ മുക്രീനെ പിടിക്കണം എന്നാ, വേദനിപ്പിക്കുക, ശാരീരികമായി വേദനിപ്പിക്കണം. ഫത്താവൽ കുബ്രയാൾ കാണിച്ചവർക്ക് ഹൈത്തമി പറയാണ് ആദ്യം ഉപദേശിച്ച് നോക്കുക. ബാങ്ക് കൊടുക്കുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ പാടില്ല. എന്നിട്ടും നിർത്തണില്ലെങ്കിൽ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കൈക്രിയ ചെയ്യണമെന്നാ. കൈക്രിയ ഒന്ന് ശാരീരികമായി ഭേദനിപ്പിക്കണമെന്നാ. കാരണം അയാള് നിർത്തണില്ല, അയാൾ സ്വയം പരച്ചോണോ എന്ന് അറിയുന്നത്. ഒരു മുക്രിയെ ബാങ്ക് കൊടുക്കുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് ബാങ്ക് കൊടുക്കുക. ഒരു ഷാഫി മദ്ഹബിന്റെ കിതാബ് പറഞ്ഞോ? ഇല്ല. ഹൈത്തമിയാരെ നമ്മളെ മദ്ഹബിൽ ഷാഫി മദ്ഹബിലില്ല. അത് ചില ആളുകൾ മുക്രിമാരുണ്ടാക്കിയതാണ്. അതുകൊണ്ട് ഓരോട് ഉപദേശിച്ചിട്ട് പറയില്ലെങ്കിൽ പിന്നെ കൈക്രിയ നടത്തണമെന്നാ. ഇനി സ്നേഹിതന്മാര് ഷാഫി മദ്ഹബിന്റെ കിതാബ് മുഴുവനും പറഞ്ഞ് നൂറുൽ അബ്സാർ മുതൽ തൂഫ വരെ പറഞ്ഞ് ഇസ്ലാമിലെ സുന്നത്ത് ഷാഫിയാന്ന് ഞാൻ ഇഷ്ടപ്പെടുന്നത് മരിച്ച വീട്ടുകാർക്ക് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കുക, അവരെ തീറ്റിപ്പിക്കുക. ഫലാലിക സുന്നത്തും വഫീലു അഹ്ലിൽ ഖൈരി ഖബലന, മുസ്ലിങ്ങൾ അതാണ് നബിചര്യ, നമുക്ക് മുമ്പുള്ളവർ ചെയ്തു പോകുന്നതും അതാണെന്ന് അറിഞ്ഞ് നിർത്തീന. അതേ അവർ 3ന്റെ അന്ന് മരിച്ച 3ന്റെ അന്ന് 7ന്റെ അന്ന് 40ന്റെ അന്ന് കൊല്ലത്തിന്റെ അന്ന് മരിച്ച വീട്ടുകാർ ഭക്ഷണം ഉണ്ടാക്കുക, ക്ഷണിച്ചു വരുത്തുക. അത് ബിദഅത്തിന് ഒഴിവാക്കണ ചീത്ത ബിദഅത്ത് നൂറുൽ അബ്സാർ വരെ പറയാം. തൂഫിൽ പറഞ്ഞ് ബിദഅത്തും ഖബീഹ വികൃതമായ ഒദ്ദാലിമായി എത്രത്തോളം പറയുന്നുണ്ട്. ഒദ്ദാലിന്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ പറഞ്ഞു നമ്മൾ മരിച്ച വീട്ടുകാരെ സമാധാനപ്പെടുത്താൻ വേണ്ടി ചെല്ലണം. സാഹിത്യത്തിന് ചെല്ലുന്ന അവസരത്തിൽ അവര് അതിഥി മര്യാദ പാലിക്കാന്ന് വിചാരിച്ചിട്ട് ചായ എന്തേലൊക്കെ ഉണ്ടാക്കി തരും, കുടിക്കാൻ പാടില്ല എന്നാണ്. അത് കിതാബും വിയാഫത്തിലാണ് ഒദ്ദാലി ഉദ്ധരിക്കുകയും ചെയ്യണത്, അതിഥി മര്യാദയിലാണ്. അപ്പൊ അതിഥി മര്യാദയിൽ പെട്ടതല്ല അത്. നിങ്ങൾ മരിച്ചിട്ടുണ്ട്, നിങ്ങളെ വീട്ടിൽ സമാധാനപ്പെടുത്തി വരുമ്പോ നിങ്ങൾ വിചാരിക്കും ഒരു ചായയെങ്കിലും കൊടുക്കണ്ടേ. അങ്ങനെ ചായ ഉണ്ടാക്കി തന്നാലും ഒദ്ദാലി പറയാം അതിന് സ്വീകരിക്കാൻ പാടില്ല. അത് ആതിഥ്യ മര്യാദയും അതിഥി മര്യാദയിലും പെട്ടതല്ല. ഉണ്ടാക്കി കൊടുക്കലും സ്വീകരിക്കലും അതിഥി മര്യാദയിലോ ആതിഥ്യ മര്യാദയിലോ പെട്ടതല്ല. അത് തിരസ്കരിക്കലാണ് കേട്ടോ ഇസ്ലാമിന്റെ നിയമം എന്ന് ഇമാം ഒദ്ദാലി ഇഹ്യാ ഉലൂമുദ്ദീനിലെ കിതാബ് റിയാഫത്ത് അതിഥിന്റെ മര്യാദ അതിഥികൾ തന്നെ വിശദീകരിക്കുകയാണ്. പക്ഷെ ഇന്നത്താള് ഷാഫിയാക്കാന്ന് പറഞ്ഞിട്ട് ചെയ്യണെന്താ, ചിലപ്പോ ഉപ്പം മരിച്ചിട്ടുണ്ടാവും സുഹൃത്തുക്കളെ, പ്രായപൂർത്തിയെത്താത്ത കുട്ടികളായിരിക്കും. ചിലപ്പേര് മൂലിക്കുട്ടൻ മാത്രം ഉണ്ടാകുക. ആ മൂലിക്കുട്ടനെ അറുത്തിട്ട് ഇവർ തിന്നിട്ട് പുറത്തിയാക്കുക. ഇവിടെ വേണ്ടിയതെന്താ, ചിലപ്പോ കെട്ടിക്കാൻ പറഞ്ഞ പെൺകുട്ടികളായിരിക്കും. ഇപ്പൊ മരിച്ച് വാപ്പ മരിച്ച് ആ അവസരത്തിൽ സാമ്പത്തികമായി ഇവരെ സഹായിക്കുക. ഒരു പശുവിനെ കൊണ്ടുപോയി കൊടുക്കുക, കറന്ന് തിരിച്ചോളി എന്നറിയാം. ഇതാണ് ഇസ്ലാമിലെ കണ്ണോക്ക് ചാവടിയന്തരം. ഇത് മൂല്യന്മാർക്ക് അറിയാത്തോണ്ടല്ല. ഇപ്പൊ ഒരു മൂല്യാരെ വീട്ടിന്റെ അടുത്ത് മരിച്ചെന്ന് വിചാരിക്കും. ഇന്ന് ആരാ കണ്ണൂക്ക് അടുത്തെത്തിയത്? ചാവടിയന്തരം മൂല്യാര മുസ്ലിയാരാ. ആ മുസ്ലിയാരെ മേത്തേക്ക് പിടിച്ചുവല്ലോ. അതിന് നബി ഖദീജാബിന്റെ ആണ്ടാ കഴിച്ചിട്ട് ആ വീട്ടിൽ കാത്തി മരിച്ച വീട്ടിൽ ശരി ഖദീജാബിന്റെ ആണ്ട് കഴിച്ചിട്ടുണ്ട്. നാട്ട് കണ്ണൂക്ക് കഴിച്ചെന്റെ മൗലന്മാരെ എന്റെ വീട്ടിന്റെ അടുത്ത് സാധു മരിച്ചെന്ന് വിചാരിക്കും. മൗലവിയാ ഞാനാ കണ്ണൂക്ക് കഴിക്കേണ്ടത്. ഞാൻ 3 ദിവസം വരെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് മരിച്ച വീട്ടുകാരെ തീറ്റിക്കണം. ഇത് മൗലന്മാരും കടിമക്ക് പിടിക്കും. അപ്പൊ അത് ദുർവ്യാഖ്യാനം ചെയ്ത് നടത്താം. ഏത് വിഷയം നാസോ ഫതാവൽ ഹദീസിന് ഇതിനായിട്ട് ചോദിക്കാം. മുസ്ലിംകളുടെ അടിയിൽ ഏർപ്പാടുണ്ട്, കല്യാണം നിശ്ചയിക്കാൻ യാത്ര പോകാൻ നാസ് നോക്കും. ഇത് ഇസ്ലാമിലുണ്ടോ ചോദിച്ചപ്പോ ഹൈത്തമി എന്ത് ഫതാവൽ ഹദീസിൽ പറഞ്ഞതിലുണ്ടോ? ഈ നാസ് നോക്കല് മീൻ അതിയിൽ യഹൂദിയീന, ജൂതന്മാരെ പരിപാടിയാണെന്ന. ലാമിൻ സുന്നത്തിൽ മുസ്ലിമീൻ അൽ മുതവക്കിലീന അലാ ഖാലിഖിഹിം വ ബാരിഹിം, സൃഷ്ടാവിന് വരമേൽപ്പിക്കുന്ന മുസ്ലിങ്ങളെ ഏർപ്പാടല്ലോ, പടച്ചോന് വരമേൽപ്പിക്കുന്ന മുസ്ലിങ്ങളെ ഏർപ്പാടല്ല നാസ് നോക്കല്. അത് ജൂത ക്രൈസ്തവരുടെ ഏർപ്പാടാണ്. ആരാവാനത്? ഷാഫിന്റെ ശിഷ്യൻ ഇബ്നു ഹൈത്തമി ഫതാവൽ ഹദീസിൽ പറയാം. നാസ് നോക്കൽ ഇസ്ലാമില് ഇതിപ്പോ സമ്മതിച്ചിട്ടുണ്ട് കേട്ടോ. സുന്നത്ത് മാസിക്കൊരു ചോദ്യം, ആ മാസിക എടുത്ത് വെച്ചിട്ടുണ്ട്. മുലയന്മാരിപ്പോൾ ചെലവക്കിന് സമ്മതിച്ച് വരുന്നുണ്ട്. എന്താ ചോദ്യം എന്നറിയോ? ഇന്ന് മുസ്ലിങ്ങളുടെ അടിയിൽ ഈ മുഹറം മാസം മറിഞ്ഞു കാണാൻ പാടില്ല എന്ന് ധാരണ ഉണ്ട്. മുഹറം മാസം മറിഞ്ഞു കണ്ടാൽ വലിയ കുഴപ്പമുണ്ടോ? അപ്പൊ ആദ്യം മറുപടി കൊടുക്കുന്നത് എന്താ? മുഹറം മാസം മറിഞ്ഞു കണ്ടാലുള്ള കുഴപ്പം ആ മറഞ്ഞ ഭാഗം കാണാനുള്ള ഭാഗ്യം നമുക്ക് നഷ്ടപ്പെട്ട്, വേറൊരു കുഴപ്പമില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു, എന്റെ മുജാഹിദ് ഭാഗത്തുനിന്ന് ബാപ്പ എഴുതിയിട്ട് പറഞ്ഞു, മുസ്ലിങ്ങളുടെ അടിയിൽ നെഹസിനെ കുറിച്ചൊരു തെറ്റിദ്ധാരണ ഉണ്ട്. ഇപ്പൊ കല്യാണമൊക്കെ നിശ്ചയിക്കാൻ നെഹസൊക്കെ ഏർപ്പാടുണ്ട്, അത് വെക്കണം എന്ന് പറഞ്ഞു. അത് സേതന്മാര് അസമുസ്ലിയാരും കാന്തപുരയും രണ്ടാളും എഴുന്നേറ്റ് പറഞ്ഞു, നെഹസിനെ കുറിച്ച് ഞങ്ങൾക്ക് വിശ്വാസമല്ല, അങ്ങനെ ഏർപ്പാടെന്നെ മുസ്ലിങ്ങളിൽ ഞങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ആ വാദപ്യാത്തിൽ എന്താ വെച്ചെന്നറിയുന്നത്? നെഹസ് വാദപ്യാത്തിന് വിഷയം വെക്കണ്ടെന്ന് തീരുമാനിച്ച്, കാരണം സുന്നി മുജാഹിദ് അത് ഇസ്ലാമിലില്ല എന്ന് ഏകകണ്ഠമായി അംഗീകരിച്ചതിനാല് ഇതിന്റെ കാഷ്ടമൂത്രം വരെ വാദപ്യാത്തിനുണ്ട്. പക്ഷേ നെഹസ് നിങ്ങൾക്ക് കാണൂല.
അത് എഴുതിയത് രണ്ട് വിഭാഗം. സുന്നി പണ്ഡിതന്മാർ നഹ്സ് ഇസ്ലാമില്ലാതെ സമ്മതിച്ച്, മുജാഹിദ് സമ്മതിച്ച്, അത് കാരണത്താൽ നഹ്സ് വാദപ്രയാസത്തിന് വിഷയം വെക്കണ്ടെന്ന് തീരുമാനിച്ചിരുന്ന. പക്ഷേ സമുദായത്തിൽ ഇപ്പോഴും ഇല്ലേ, ചൊവ്വാഴ്ച ചൊവ്വില്ലാത്ത ദിവസമല്ലേ, മുഹറം 1 കഴിഞ്ഞാൽ 10 വരെ കച്ചവടം തുടങ്ങുമോ? കച്ചവടം തുടങ്ങാൻ വേണ്ടി കല്യാണം കഴിക്കാൻ പവിത്രമായ മാസമാണ് മുഹറം. നല്ല കാര്യങ്ങൾക്ക് കല്യാണത്തിനൊക്കെ നബിന്റെ സുന്നത്താ കല്യാണം. അപ്പൊ മുഹറം 1, 2 എന്നൊക്കെ കല്യാണം നിശ്ചയിച്ചാൽ കൂടുതൽ ബർക്കത്താ കിട്ടുക. അപ്പൊ എന്നും ആ വിശ്വാസല്ലേ അർച്ചിന് ശാസ്ത്യാക്കള്. ആ വിശ്വാസപരമായിട്ടും കർമ്മപരമായിട്ടും സുഹൃത്തുക്കളെ ഒരു ഷാഫി ഇമാം വെച്ച് വരെ ബന്ധമല്ല നമുക്ക്. ഷാഫി മദ്ഹബ് അനുസരിച്ച് ഇവർ ജീവിക്കാൻ സ്വീകരിച്ചാൽ 75% മുജാഹിദായി. പിന്നെ 25% അത് അതിലേക്ക് മടങ്ങിയാൽ മതി. മദ്ഹബി കഴിഞ്ഞും ചെയ്തു. ഏതാനും ചില വിഷയത്തിലെ പേരുകളൊരു കുനൂത്തിന്റെ വിഷയം, തറാവിന്റെ വിഷയം, അത് ഞാൻ പറഞ്ഞില്ല. ഹദീസ് സിമ്പലല്ല, ഹദീസ് സ്ഥിരപ്പെട്ടില്ല. അപ്പൊ ഇമാം ഷാഫിന്റെ തത്വം ഉപയോഗിച്ചാൽ മതി. ബാക്കിയുള്ള മുഴുവനും അല്ലല്ലാത്ത വിളിച്ച് തേടാൻ പാടില്ല. 4 മതവും 40,000 മതവും അതന്നെ പറഞ്ഞത്. ഔലിയാക്കളെ പേരിൽ നേർച്ചെടുത്താൻ പാടില്ല. ഷാഫിമാൻ എന്താ പറഞ്ഞത്? അള്ളാഹിന്റെ പേരിൽ നേർച്ച പാടുള്ളൂ, മറ്റവർക്ക് നേർച്ചെടുത്താൻ പാടില്ല എന്നാ. ഔലിയാക്കളെ പേരിലൊന്നും നേർച്ച പാടില്ല. ഇതിലൊക്കെ മൗലികമായ വിഷയത്തിലൊക്കെ മദ്ഹബും ഇസ്ലാമി പ്രസ്ഥാനത്തിന്റെ പിന്നിൽ തന്നെയാണ്. പക്ഷേ ധാരണ എങ്ങനെയാണ്? ഷാഫി മദ്ഹബ് അനുസരിച്ച് നമ്മൾ നീങ്ങളുണ്ടെന്ന് അതും നീങ്ങളില്ല എന്നുള്ളതാണ്. അതിന് ഏതാനും ചില വിഷയങ്ങൾ മാത്രങ്ങളെ മുന്നിൽ വെച്ച് ഖുർആനും സുന്നത്തും നമ്മുടെ സമുദായം അകന്നു പോയതുപോലെ തന്നെ ഷാഫി മദ്ഹബൊന്നും സമുദായം അകന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരടിയിലിഞ്ഞ് തർക്കണ്ടല്ലോ. അവര് പറയണം തരണ്ടോ? കുത്തുബ മലയാളത്തിലാകുന്ന ഹറാമും കറാഹത്ത് വരല്ല. അത് അത്യുത്തമത്തിനെതിരെ അവർ പറയുന്നുള്ളൂ. പെണ്ണുങ്ങൾ നബിന്റെ സഹാബത്തിന് ശേഷമൊക്കെ പള്ളിയിൽ വന്നിട്ടുണ്ട്. 2-ാം നൂറ്റാണ്ടിലും 3-ാം നൂറ്റാണ്ടിലും എല്ലാം വന്നിട്ടുണ്ട്. ശരിയൊക്കെ വരും. അപ്പൊ കിത്തന ഉണ്ടാവുമെങ്കിൽ നല്ലതല്ല, കുഴപ്പമാണ്. പിന്നെ സ്പീക്കർ കൂടെ ബാങ്ക് പാടില്ല, അങ്ങനെ വിവാദം. സ്പീക്കർ കൂടെ ബാങ്ക് കൊടുക്കാനും കുത്തുകയൊന്നും പാടില്ല. കുത്തുബ സ്പീക്കർ കൂടെ പാടില്ല. ഫോൺ കൂടെ മാസം പറവി സ്വീകരിക്കാൻ പാടില്ല. ഫോൺ കൂടെ മാസം ഉറപ്പിച്ചു എന്ന് പറഞ്ഞാല് ഇങ്ങനെയൊക്കെ ചില അഭിപ്രായ ഭിന്നതയിൽ സമസ്യയുടെ തെറ്റി വേറെ പിരിഞ്ഞതാ. അവര് വേറെ ഉണ്ട്. പിന്നെ ഇവരെന്നപ്പോ 2ആയി തിരിഞ്ഞല്ലോ. അതിൽ തന്നെ ഖുർആൻ പരിഭാഷ പാടുണ്ടോ പാടില്ലേ? തർക്ക. ഖുർആൻ പരിഭാഷ പാടുണ്ടോ പാടില്ലേ? പിന്നെ അടിയിൽ വെച്ചിട്ട് ഒരു പ്രസംഗമാണ്. അവിടെ ഉണ്ടോ ഈക്കക്കാർക്ക് അത് കുഴപ്പമില്ലാണ്. കുത്തുബന്റെ മുമ്പായിട്ട് അടിയിൽ കർമ്മ പ്രസംഗം അത് പേരോട് തന്നെ ഹറാമ് എന്നാണ്. പൊന്മളാറിനെ കറാഹത്താണെന്ന് അവലടിക്കുന്ന സ്ട്രോങ്ങാരടി തന്നെ അർത്ഥം. സ്ട്രോങ്ങാരന്റെ കൂട്ടർ കറാഹത്താണ്, ഹറാമാണ്. ഒരു കൂട്ടർ ഈക്കക്കാരാണെങ്കിൽ വിരോധമല്ല, അടിയിൽ തറയുന്ന പ്രസംഗിക്കാല. എന്തിനാ സുഹൃത്തുക്കളെ തർക്കളിന് പോകണോ? പണ്ട് കുറെ വിദ്യകള് മാങ്ങ പറിക്കാൻ വേണ്ടി പോയി എന്നറിഞ്ഞു. തറി തന്നെ സാധനമുണ്ട്, മരത്തിന്റെ വടി, അതെടുത്തിട്ട് മാവുമ്മത്തിൽ എറിയുന്നറിഞ്ഞു. ഇതെല്ലാം തറി മാവുമ്മ തങ്ങണ അവസരത്തില് ഒരാൾ കയറിയിട്ട് തറിയൊക്കെ എടുത്തിടുന്നറിഞ്ഞു. എന്നിട്ട് അറിഞ്ഞു എന്നിട്ട് എറിയുന്നറിഞ്ഞു. ഇതിന്റെ ആവശ്യം എന്താ? തറി എടുക്കാൻ വേണ്ടി കയറിയപ്പോ മാങ്ങ പറിച്ചിട്ടാ പോരെ? മാങ്ങ പറിച്ചിട്ട് ആ തറിയൊക്കെ എടുത്തിട്ടിട്ട് ഇതേമാതിരി കൂട്ടരെ ഈ അടിയിൽ ചെയ്യുന്ന പ്രസംഗം ഇമ്പർമല കയറിയാ പോരെ? ഇവര് ഇങ്ങനെ തന്നെ തർക്കല്ലേന്ന്. ഒരു കൂട്ടരാണ് മറ്റേതാണ് പച്ചറാമ. നബിന്റെ കാഴ്ച പാടില്ല. നബിന്റെ കാഴ്ച കുത്തുബക്ക് മുമ്പായിട്ട് വേറെ പ്രസംഗം നിർവഹി ഖുർആൻ ഓതുക ഇരുന്നിട്ട് പഠന ക്ലാസ് പാടില്ല എന്ന് പറഞ്ഞിട്ട് അവര് ഈ കുത്തുബന്റെ മുമ്പുള്ളത് ഹറാമാണ് എന്നാ. ചില പള്ളിയിൽ എങ്ങനെയുണ്ടോ? കുത്തുബയെ കഴിഞ്ഞിട്ട് ചോറ് കഴിക്കാൻ പോകുമ്പോൾ ബഹുമാനപ്പെട്ടാണ് തുടങ്ങുക. കോടതിയെ കഴിഞ്ഞ് കൂട്ടിയിട്ട് പുറത്തുനിന്നിട്ട് വിധി അറിയാം ജഡ്ജിയെ. കോടതിയെ കഴിഞ്ഞ ശേഷം സോങ്ങാൻ അങ്ങനെയാ. ഇതാ കഴിഞ്ഞ ശേഷം ജനങ്ങൾ ചോറ് കഴിക്കാൻ പോകുമ്പോൾ ബഹുമാനപ്പെട്ടാണ് തുടങ്ങുക. ഇപ്പൊ 3 കുത്തുബയായി. മുഹമ്മദിലേക്ക് എന്തല്ലേ ഇതൊക്കെ? എന്തിനാ അതിന്റെ ആവശ്യമൊക്കെ നമ്മൾ ഇതുണ്ടോ? അപ്പൊ മദ്ഹബ് സ്വീകരിക്കണമെന്ന് പറഞ്ഞവരൊക്കെ പലതിലൊന്നുണ്ട് അഭിപ്രായ ഭിന്നതകൾ ഉണ്ട് എന്നർത്ഥം. അതുകൊണ്ട് ഏതാനും ചില ഉദാഹരണം പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് സുഹൃത്തുക്കളെ എന്തുകൊണ്ട് മദ്ഹബ് നമ്മൾ സ്വീകരിക്കുന്നില്ല? അത് ഞാൻ പറഞ്ഞ് എല്ലാ മദ്ഹബിലും ഖുർആനും സുന്നത്തും എതിരഭിപ്രായം വന്നിട്ടുണ്ട്. അത് അവർ മനുഷ്യന്മാരാണ്. പിന്നെ സുന്നത്ത് ക്രോഡീകരിക്കാത്തത് കൊണ്ട് സുന്നത്തിനെതിരെ വന്നതാണ്. ആ നിലക്കൊക്കെ സംഭവിച്ച് അവരെന്നെ പറഞ്ഞിട്ടുണ്ട് ഖുർആനും സുന്നത്തെ ജീവിച്ചാൽ മതി എന്നുള്ളത്. ആ മാത്രം കപ്പ് നമ്മൾ നിർവഹിക്കാന്നുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. കുറച്ചേരം കൂടുതൽ നേരമല്ല. ജുമാഅത്ത് മത്സര വിളിക്കുന്നതിന് തെളിവുണ്ടോ? മത്സരവിളി എന്ന ഏർപ്പാട് തൂഫി എന്ന് പറയുന്നുണ്ട്. ഈ മത്സരവിളി 1-ാം നൂറ്റാണ്ട് കഴിഞ്ഞിട്ടുണ്ടായതാണ് എന്നാ. ഇനി അത് ഉണ്ടെന്ന് നമ്മൾ വെക്കുക. എന്നാ തന്നെ എന്തിനാ ഉദ്ദേശിക്കുന്നവരുണ്ടോ? അതായത് 2 ഖുത്ബ നമ്മൾ നിർവഹിക്കുന്നത് കൊണ്ട് എന്താണ് ളുഹ്റ് എന്താണ് 2ന്റെ പ്രശ്നമല്ല, അതിന്റെ സ്ഥാനത്ത് വരുന്നേ ഉള്ളൂ. ഒക്കെ അബൂഹുറൈറയിൽ നിന്ന് ഹദീസനെ അക്ക നുണയാണ്. അബൂഹുറൈറയിൽ നിന്ന് ഹദീസനെ ഉദ്ദേശിക്കണില്ല. അക്ക മത്സരവിളിയിൽ ഉണ്ടാക്കിയത് അബൂഹുറൈറിന്റെ പേരിലും ബുഖാരിന്റെ പേരിലും
ശുദ്ധ നോണിയാണെന്ന് അർത്ഥം. സുബഹിക്ക് കുനൂത്തോന്നതിന് വല്ല തെളിവുമുണ്ടോ? ഇല്ലേ, ഒരു കുനൂത്തുമില്ല. അതായത് ഞങ്ങളോട് പറയണ്ടാവുമല്ലോ. അതായത് ഷാഫി മദ്ഹബിലെ ഉഗ്ര പണ്ഡിതനാണ് ഇബ്നു ഖുസൈമ. ഇബ്നു ഖുസൈമ സഹീഹിൽ പറഞ്ഞ ഒരു കുനൂത്ത് വിത്റിന്റെ കുനൂത്തിൽ ഒറ്റ ഹദീസ് സഹീഹായി വന്നിട്ടില്ല. പിന്നെ ഷിറാജിന്റെ സിഫ്റു സഹാദിൽ പറഞ്ഞ സുബീന്റെ കുനൂത്തിലും വിത്റിന്റെ കുനൂത്തും ഒറ്റ സഹീഹായി വന്നിട്ടില്ല. പുറമെ ഇബ്നു ഉമല്ലാഹു എന്ന് പറഞ്ഞാൽ നബി ചവിട്ടിയ സ്ഥലത്ത് ചവിട്ടുന്ന സഹാബിയാണ്. അദ്ദേഹത്തോട് വിത്റിലെ കുനൂത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞേ ഒരു കുനൂത്തുമില്ല. സഹാബത്തായ ഞങ്ങൾ കുനൂത്ത് മനസ്സിലാക്കി തൂലുൽ ഖിയാമ നിസ്കാരം ഒന്ന് നീട്ടി നിസ്കരിക്കുക, വേഗം നിസ്കരിക്കാതെ ഖുർആനൊക്കെ ഒന്ന് ഓതുക. ഇതേ സഹാബത്തായ ഞങ്ങൾ കുനൂത്ത് തന്നെ മനസ്സിലാക്കിയിട്ടുള്ളൂ എന്നാണ് ഇബ്നു ഉമർ. ഇത് മുവത്തി ഇബ്നു അബീ ശൈബ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. സുന്നത്തിന്റെ വിഷയത്തിൽ വളരെയധികം ജാഗ്രത പുലർത്തിയതാണ് ഇബ്നു ഉമർ. അദ്ദേഹം വിത്റിലും കുനൂത്തില്ല, സുബഹിക്കും കുനൂത്തില്ല. സഹാബത്തായ ഞങ്ങൾ മനസ്സിലാക്കിയ കുനൂത്ത് എന്ന് പറഞ്ഞാൽ എന്താ, നിസ്കാരമൊക്കെ സാവധാനം ഒന്ന് ഖുർആനൊക്കെ ഓതിച്ച് നിസ്കാരം ഒന്ന് നന്നായിട്ട് നിസ്കരിക്കാം, അത്രേ ഞങ്ങൾ കുനൂത്ത് മനസ്സിലാക്കിയിട്ടുള്ളൂ എന്നാണ്. പക്ഷേ ഹദീസിലില്ലേ, സഹിയില്ല. സംസം വെള്ളത്തിന് വല്ല മഹത്വമുണ്ടോ? നബി ചോദിച്ചപ്പോ ആ തൂമത്തുൽ തായ് ഒരു ഭക്ഷണമാണ്, ദാഹജലമാണ്, അത്ര മാത്രം. ദാഹിച്ചവൻ എന്താണ്, ദാഹജലാണ്. വിശന്നവനൊരു ഭക്ഷണമാണ്, അത്ര മാത്രം നബി പറഞ്ഞത് സഹിയായി വന്നിട്ടുള്ളൂ. മുസ്ലിം ഉദ്ദേശിച്ചത്. പിന്നെ രോഗശമനാന്ന് പറഞ്ഞൊക്കെ ദുർബലാണ്, ഒറ്റ ഹദീസ് കാണൂല. ഞാൻ പറഞ്ഞതാ ഇരിക്കട്ടെ. മുഹമ്മദ് നബി രോഗിക്ക് തേൻ കൊടുക്കാൻ പറഞ്ഞ സംഭവമുണ്ട്, തേൻ തൊട്ട് കൊടുക്കാൻ പറഞ്ഞതുണ്ട്. പക്ഷേ ഒറ്റ ഹദീസിൽ വരെ ഏതെങ്കിലും രോഗിക്ക് മുഹമ്മദ് സംസം വെള്ളം കൊടുക്കാൻ പറഞ്ഞതില്ല എന്നർത്ഥം. പിന്നെ ഈ ശിഫാവ് എന്നൊക്കെ പറഞ്ഞ ഹദീസ് മുഴുവൻ മാറോലിയാണ്, ദുർബലാണ്, ഒറ്റൊന്നും സഹിയില്ല. ഇല്ല, അത് കൊണ്ടുവരണ്ടല്ലോ. ആരാ കൊണ്ടുവരുന്നത്? സഹാബത്തൊന്നും കൊണ്ടത് ഒറ്റ ഹദീസില്ല. നബിനേക്കാൾ നമ്മളെക്കാളൊക്കെ നബിനൊക്കെ സ്നേഹിച്ച ഇസ്ലാമിന് താല്പര്യമുള്ള സഹാബി വര്യന്മാര് ഏതെങ്കിലും സഹാബി ഹജ്ജ് ചെയ്തിട്ട് നാട്ടിൽ മടങ്ങി പോയപ്പോൾ സംസം വെള്ളം കൊണ്ട് കാണൂല. ഈ സംസം വെള്ളം ഞങ്ങൾ മനസ്സിലാക്കി. ഈ സംസം വെള്ളം എന്തിനുണ്ടാക്കിയതാ? ഹാജിറ ബീബി ഇസ്മായിൽ നബിനെ അവിടെ കൊണ്ടാക്കിയില്ലേ. അപ്പൊ ഹാജിറ ബീബിക്കും ഇസ്മായിൽ നബിക്കും ഒക്കെ മറക്കിരുന്നാൽ എന്തുകൊണ്ട് അത് ശുദ്ധിയാക്കി, ഏത് വെള്ളം കൊണ്ട് ശുദ്ധിയാക്കിയത്? ഹാജിറ ബീബി മറക്കിരുന്നാല് മൂത്രിച്ചാൽ ഏത് വെള്ളം കൊണ്ട് ശുദ്ധിയാക്കിയത്? സംസം വെള്ളം കൊണ്ട് വേറെന്ത് വെള്ളം ഉണ്ടെങ്കിൽ അവിടെ ഓർക്ക് ശുദ്ധീകരിക്കാനുള്ള വെള്ളം തന്നെയായിരുന്നു. പടച്ചോനോർക്ക് വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഉണ്ടാക്കിയതാണ്. ആ പ്രദേശത്തുള്ള ആളുകൾ അതിന് ഉപയോഗിച്ചതാണത്. അല്ല, രോഗശമനത്തിന് ഉണ്ടാക്കി കൊടുത്തതല്ല. എന്തിനടി അതിനെല്ലാം അടി ഉണ്ടാവുള്ളൂ. വേണ്ടിന ബലാസിണ്ടാലിപ്പോ ആ പ്രാവിന്റെ കാപ്പൊക്കെ ഇതാക്കാൻ കയവ കയകുമ്പോഴെ വെള്ളം കുടിച്ചാലേ തിരക്കല്ലേ. ഊതിന്റെ അടുത്ത് മുസലിട്ട് സ്കരിക്കണില്ലേ. അതുകൊണ്ടാണ് ഇസ്ലാം നബി എന്താ പറയുക, അവസാന ഹജ്ജ് നിർബന്ധമാക്കി. തൗഹീദൊക്കെ ശരിക്കും പഠിച്ച് കഴിഞ്ഞിട്ടാണ് അവസാനമാണ് എന്താ ഹജ്ജ് നിർത്താക്കുന്നത്. കാരണം തൗഹീദ് പഠിക്കാത്തോടെ ഹജ്ജിന് പോയാൽ ശിർക്കിന്റെ കൊച്ചേരി മടങ്ങി പോലേ ചെയ്യുള്ളൂ. ആ ഹജല്ലാസ്മതൊക്കെ ചുംബിക്കുമ്പോൾ മിക്ക ആളുകളും മുശിരിക്കാകുക. അതുകൊണ്ടാണ് ഉമർ പറഞ്ഞത് കല്ലേജ് നാടൻ കല്ലാട്ടോ, ഒരു പ്രത്യേകത എല്ലാ തൊണ്ണൂറ് വലാത്തപ്പോ ഉപകാരോപദ്രവം ചെയ്യൂലനി. മുഹമ്മദ് നബി ചെയ്യുന്നത് കണ്ടുകൊണ്ട് മാത്രം ചെയ്യാണെന്ന് മുള്ളാവ് പ്രഖ്യാപിക്കുക. അപ്പൊ നമ്മളെ ഹജറുല്ലാസ്മിനെ ചുംബിക്കുമ്പോൾ ഇതിനെന്തൊരു അദൃശ്യം ഉണ്ടെന്ന് വിചാരിച്ചാൽ ഓന്റെ അറ്റൊക്കെ പോയി നടത്താം. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് മുശ്രിക്കന്മാരെന്ത് ചെയ്യേണ്ട കാബന്റെ അടുക്കനെ വേണ്ടെന്നാണ് ഖുർആൻ തന്നെ. ശിർക്ക് വിശ്വാസമുള്ളവർ കാബിക്ക് വരുന്നുണ്ടാണ് ഖുർആൻ സൂറത്ത് തോബിയിൽ. തറാവീഹ് വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്നതാണോ നല്ലത്, അതോ പള്ളിയിൽ നിന്ന് നിസ്കരിക്കുന്നതാണോ ഉത്തമം? അല്ല, റസൂൽ ജമാഅത്തായി നിസ്കരിച്ചത് 3 ദിവസം മാത്രമേ കാണിച്ചെന്ന്. പിന്നെ നബി വന്നില്ല. അതിന് കാരണം നബി പറഞ്ഞത് ഏറ്റവും ഉത്തമങ്ങൾക്ക് എന്താണ്, വീട്ടിലേക്ക് നിസ്കരിക്കലാന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഖുർആനൊക്കെ ഇഫുണ്ട്, ഉറപ്പുണ്ട്, നിങ്ങൾക്ക് നഷ്ടപ്പെടില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലത് എന്ത് തന്നെയാണ്, പള്ളിയിലെ ഇമാമത്തിൽ കൂടലല്ല, ഒറ്റയ്ക്ക് ഇരുന്ന് പെണ്ണുങ്ങളെയും കുട്ടികളൊക്കെ ആയിട്ട് വീട്ടിൽ നിസ്കരിച്ചില്ല. അത് തുറന്ന് പറയാനപ്പോ നമുക്കുള്ളത് പറയാം, നമ്മൾ മുജാഹിദാണ്. കാരണം അതുകൊണ്ട് ചിലപ്പം ഇമാമികൾക്ക് എന്റെ പൈസയൊക്കെ നഷ്ടപ്പെടും. ഇപ്പൊ നമ്മൾ ഇമാമായി നിന്നിട്ട് 5000 ഒറ്റയ്ക്ക് കിട്ടീനി. ഇപ്പൊ ഞാനത് ഇമാമത്ത് ഒഴിവാക്കിയിട്ട് അധികം എന്ത് തന്നെയാണ്, വീട്ടിൽ നിന്ന് നിസ്കരിക്കലാണ്. ചിലപ്പം പള്ളി പോകും, കാരണം എനിക്ക് ഇപ്പുറത്ത് ഇഫുദാക്കിക്കണാണ്. അപ്പൊ നിങ്ങൾ ഖുർആനൊക്കെ ഇഫുദുണ്ടെങ്കിൽ അസുമുണ്ട്, ഉറപ്പുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് എന്തെന്നെയാ, ഉത്തമം ഒറ്റക്ക് വീട്ടിൽ നിസ്കരിക്കൽ തന്നെയാ. ആ പറ്റൂല, നോക്കിയത് പറയാൻ പറ്റൂല. അതിനൊരു രേഖയില്ല. കാരണം നബിന്റെ കാലത്ത് ബുഖാരി മുസ്ലിമിൽ കാണാം, സഹാബത്ത് 7 വയസ്സിലൊരു കുട്ടീനെ ഇമാമുർത്തിന്ന ബുഖാരിയുടെ ഹദീസാ. എന്നിട്ട് ആ കുട്ടി ഈ മുട്ട് വരെയുള്ള വസ്ത്രം ധരിക്കുക. പണ്ട് ചെറിയ കുട്ടികളൊക്കെ തോരുണ്ടല്ലോ, അത് സുജൂദ് കഴിയുമ്പോൾ പൊന്തിയിട്ട് നേരെ പിന്നെ തന്നെ പെണ്ണുങ്ങൾ പറഞ്ഞേ, ഈ നിങ്ങളെ നിങ്ങളെ ഈ ഓത്തുകാരുടെ ഞങ്ങളിത് മറച്ചക്കൂലെന്ന് പറഞ്ഞു. പെണ്ണുങ്ങൾ അവരാതി പറഞ്ഞു. അപ്പം വലിയൊരു ഇന്നത്തെ പോലീസുകാരമായി വലിയൊരു ഡൗസർ വാങ്ങി കൊടുത്തിരുന്നാണ്. ചെറിയ കുട്ടിയെ പ്രഗത്ഭ സഹാബത്ത് നിർത്തുന്നത് എന്തുകൊണ്ട്? ഇപ്പൊ നോക്കിയതായി എല്ലാവർക്കും കാണല്ലേ. ചില മുഹമ്മദെ പറഞ്ഞത് ഖുർആൻ എടുക്കുന്നതോ ഇമാമക്കാനാകും സമാണെങ്കിൽ കുഞ്ഞത്തിൽ കൂടെ പഠിച്ചവരെന്നാകും. നോക്കിയതാണെങ്കിൽ എല്ലാവർക്കും ഒരല്ലേ. ചില വക്രവുമായിട്ട് എത്ര പേര് ഖുർആൻ എന്ന് പറയുന്നത്. അള്ള ഖുർആൻ തന്നെ പറഞ്ഞ നിങ്ങൾക്ക് ഈ സാധിക്കുന്നത് നിങ്ങൾ എന്താണ് ഓടിയാൽ മതി എന്ന് പറയുന്നത്. ഖുർആന്റെ 10 ചില ആളുകളുടെ തെളിവ് എന്തായാലും ആയിഷാബിക്ക്
അദ്ദേഹത്തിന്റെ എന്താണ് ഒരു അടിമ എന്താണ് മുട്ടാബെടുത്തിട്ട് ഇസ്ലാമുലേക്ക് ഇമാമുക്കാറിന്റെ നിലയ്ക്കാ അത് ശരിയായിട്ട് നമുക്ക് രേഖ എന്താണെന്ന് അർത്ഥം. കാരണം നബി ചെയ്തതല്ല നബി പറഞ്ഞു, ആയിഷാബി പറയുന്നില്ല, നബിന്റെ അനുവാദത്തോടെയാണ് പറയുന്നില്ല. അത് ആയിഷാബിന്റെ ഒരു ഗവേഷണം ഇരിക്കാതെ മാത്രമല്ല, അതിന്റെ പരമ്പര സെനദില്ലാതെ ബുഖാരി ഉദ്ധരിച്ചതാ. സെനദില്ലാതെ ബുഖാരി ചിലത് ഉദ്ധരിക്കും, അതിൽ പെട്ടതുമാണെന്ന് അർത്ഥം. ഈ സെനത് ഉണ്ടെങ്കിൽ തന്നെ രേഖയല്ല നബി അനുവദിച്ചതെന്നും ആയിഷാബി പറയുന്നില്ല എന്നർത്ഥം. എത്രത്തോളം അപഹരികമാണ് നിസ്കാരം വരെ ബാക്കിലാവുന്ന അനഫി മതത്തിൽ വന്ന അനാവശ്യ ചിലതാടുന്ന അനാവശ്യ ചിലതും മറക്കണ്ടേ. ഇതിന്റെ ആവശ്യം അള്ളാഹ് ഖുർആൻ. അപ്പൊ അനാവശ്യമായ ചിലനായതുകൊണ്ട് നിസ്കാരം വരെ മുട്ടാബെടുത്ത് നോക്കിയാൽ ഇതാവുന്ന അപഹരിച്ചെന്നുള്ള പറയുന്നത്. ഈ കറണ്ട് പോയാൽ പറയും വേണ്ടി വരില്ല. അതെങ്ങനെ ഉണ്ടായിട്ടെന്നല്ല, അന്ന് മൗലികമായിട്ട് ഖുർആൻ ഇസ്ലാക്കാൻ കഴിയുന്നില്ലേ, അതായത് ഇങ്ങനെ കിടക്കുന്നില്ല, അല്ലെങ്കിൽ പിന്തുണ വരും പകലൊക്കെ കറാറിന് വലിയ ബാധിക്കുക. കറാറിയൊക്കെ അതിന് പകലിൽ പരിപാടിക്കാൻ പറ്റില്ല. അപ്പൊ അതിന് കണ്ടുമാ നടക്കാൻ വേണ്ടി മക്കളെ കണ്ടുപിടിച്ചതാ നിർത്തോളാന്ന്. നല്ല അർത്ഥമുണ്ടോ? മയ്യത്ത് നമസ്കാരത്തിൽ ഇമാമായി ആര് നിൽക്കലാണ് ഉത്തമം? മയ്യത്തുകാരുടെ പ്രശ്നം മംഗലാപുരത്തുണ്ടായത്. മംഗലാപുരത്ത് മയ്യത്തിന്റെ ബന്ധു ഇമാമെന്നപ്പോ മൂലയുടെ കയ്യേറ്റത്തിൽ വന്ന് മൂലയാണ് ഞാനാ നിൽക്കേണ്ടതെന്ന് അറിഞ്ഞു. ഇത് മൂലയുടെ നിൽക്കില്ല, അതിൽ മുജാഹിദും വിട്ടുകൊടുത്തില്ല. കല്ലായി അടിയൊക്കെ നടന്ന് 4-5 മുജാഹിദൊക്കെ കല്ല കിട്ടിയിരുന്നു, അങ്ങോട്ട് കിട്ടിയിരുന്നു. അങ്ങനെ അയച്ചുള്ള വലിയ തർക്കമായിട്ട് കാക്കുക. അതേസമയം ഷാഫി മദബിലെ കിതാബിൽ മുഴുവൻ പറഞ്ഞ മയ്യത്തിന്റെ ബന്ധു നിൽക്കേണ്ടത് 10 മൂല്യ പരിഭാഷയുടെ നോക്കികള് മകൻ മരിച്ച ഉപ്പുണ്ടെങ്കിൽ ഉപ്പ നിൽക്കുക, വെല്ലാപ്പുണ്ടെങ്കിൽ പിന്നെ മകന്, പിന്നെ സഹോദര മക്കള്, പിന്നെ അതാപ്പ മൂത്താപ്പ, ഈ അനന്തര സ്വത്ത് എടുക്കുമല്ലോ അത്. എന്നാ പിന്നെ കാലിയാര് മയ്യത്തിന് ഇമാമുക്കാണ്, മയ്യത്തിന്റെ എല്ലാ ബാധ്യതയും കാലിയാർ ഏറ്റെടുക്കട്ടെ. കടം വീട്ടാണ്ടെങ്കിലൊക്കെ ഏറ്റെടുക്കുക. എന്നാ കാലിയാർക്കിട്ട മയ്യത്തിന് കടം വീട്ടിലൊക്കെ എന്താക്കി ഏറ്റെടുക്കുക. അതും കൂടി മൂല്യം ഏറ്റെടുക്കുക. മൂല്യങ്ങൾ നോളിയെന്ന് അറിയാം. എന്നിട്ട് എന്തിനാ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഈ മയ്യത്തുസ്കാരത്തിന്റെ വിഷയത്തിലേക്ക് പ്രാർത്ഥന നിഷ്കളങ്കാക്കിനാ പറഞ്ഞത്. അപ്പൊ ഞാനിപ്പോ നിങ്ങൾക്ക് മയ്യത്ത്, ഞാൻ പള്ളിയിലെ ഇമാമ സങ്കല്പിക്കും, ഞങ്ങൾക്ക് ഇമാമുക്കാണ്, മയ്യത്ത് ഇമാമുക്കുമ്പോൾ എന്റെ ചിന്ത എന്തായിരിക്കും? ഇനി സ്പെഷ്യലായിട്ട് ഇതിൽ എന്തെങ്കിലും പള്ളി കമ്മിറ്റി തരുമെന്നായിരിക്കും. ഇമാമെന്നീനെ ഇമാമെന്നതല്ലേ, ഇനിയിപ്പോ ആരെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കിട്ടുമോ ചിന്തയായിരിക്കും. ഇഖ്ലാസ് ഉണ്ടാവില്ല. മയ്യത്തുസ്കാരത്തിന്റെ വിഷയത്തിലേക്കാണത് ദുഃഖായിനെ നിഷ്കളങ്കാക്കണം. അപ്പൊ നിഷ്കളങ്കാവണമെങ്കിൽ ആരെന്നെ വേണം? മയ്യത്തിന്റെ എന്തെന്നെയാവണം? ബന്ധുക്കൾ തന്നെയാവണം എന്നർത്ഥം. കാലിക്ക് ചിലപ്പോ എന്താണ് ഈ കുട്ടികളെന്തെങ്കിലുമൊക്കെ തരുമോ? കൈമടക്ക് കഴിക്കുമ്പോൾ അങ്ങനെ തിരികെ തരുമോ? അല്ലെങ്കിൽ പള്ളി കമ്മിറ്റിയിൽ എന്തെങ്കിലും പരിഗണന ഉണ്ടാവുമോ? ഇമാമ് മയ്യത്തിൽ എത്ര മയ്യത്തിനല്ലോ, ഇങ്ങനെ പല ചിന്ത ഉണ്ടാവും എന്നർത്ഥം. അത് ബന്ധുവാണ് നിൽക്കേണ്ടത് എന്നർത്ഥം. മയ്യത്ത് കുളിച്ചതൊക്കെ ചെയ്യേണ്ടി അവരെന്നെയാണ്. മയ്യത്തിനോ പ്രതിഫലമല്ല, ശിക്ഷ കിട്ടുക. അത് അനാചാരം നബിയുടെ സൂചന വരെ നൽകിയിട്ടില്ല എന്നാണല്ലേ. മരിച്ചവർക്ക് വേണ്ടി ഓടാൻ പാടില്ല. മരിച്ചവർക്ക് വേണ്ടി ചെയ്യാൻ പറഞ്ഞ എന്ത് ചെയ്യും? എന്ത് വേണമെങ്കിൽ ഹജ്ജ് ഉംറയും ചെയ്യാം. മരിച്ചവർക്ക് വേണ്ടി അതിന് ഹദീസിലുണ്ട്. മരിച്ചവർക്ക് വേണ്ടി നമുക്ക് എന്താവാം? ഹജ്ജ് ഉംറയും ചെയ്യാൻ അനുവദിച്ചിട്ടുണ്ട്. പിന്നെ പ്രാർത്ഥിക്കാം, ഖബർ ചെയ്യാൻ നിർത്തിക്കാം, അഞ്ചര നിസ്കാരം ശേഷം പ്രാർത്ഥിക്കാം. ഈ വിദ്യാർത്ഥിന്റെ പിന്നാലെ തന്നെ പോണോ? അത് നബിയും പറഞ്ഞിരിക്കുന്നത് പിശാച് ഈ വിദ്യാർത്ഥി നമ്മൾ ചെയ്യുമ്പോൾ കൂടുതൽ താല്പര്യം ഉണ്ടാക്കും എന്നറിഞ്ഞ്, സുന്നത്തെടുക്കാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല എന്നറിഞ്ഞ്. അപ്പൊ അതിനാണ് ഇതെന്താ നേരത്തെ അഞ്ചര നിസ്കാരം ശേഷം പ്രാർത്ഥിക്കാം. ഖുർആൻ പറഞ്ഞല്ലേ ചെയ്താ മതി. അല്ല സഹാബത്ത് ആരും തന്നെ നബി ഖദീജ ബീവിക്ക് വേണ്ടി ഒരു അൽഫാത്തിഹ ഒരിക്കലും ഓതിയിട്ടില്ല എന്നർത്ഥം. മരിച്ച ഖദീജ ബീവിക്ക് വേണ്ടിയിട്ട് ഇതില് നബി പറഞ്ഞ് നമ്മൾ ചെയ്യാന്നർത്ഥം. മരിച്ചവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാനുണ്ട് നബി പറഞ്ഞ്. മരിച്ച ഉപ്പാന്റെ സ്നേഹിതന്മാരുണ്ടാവുമല്ലോ, ആ സ്നേഹിതനോട് നമ്മൾ എന്ത് ചെയ്യണം? സ്നേഹബന്ധം ചാർത്തണം. അത് ഇമാല് പെട്ടതാണ്. ഒരിക്കലും ഇതിനുമുമ്പ് സുന്ദരമായ കുതിരപ്പുറത്ത് പോവുക, അടിമയുണ്ട്. അപ്പൊ എതിരൊരാളെ കണ്ടപ്പോൾ ഇബ്നുമർ എന്ത് ചെയ്ത്? കുതിരപ്പുറത്തിറങ്ങിയിട്ട് തന്റെ കുതിര അദ്ദേഹത്തിന് സമ്മാനമായിട്ട് കൊടുത്ത്. മുസ്ലിം ഉദ്ധരിച്ച ഹദീസ. അപ്പൊ അടിമ ചോദിച്ചു, നിങ്ങൾ തീരെ പരിചയമില്ലാത്ത ആൾക്കെന്ത് ഞങ്ങളെ കുതിര ധർമ്മമായിട്ട് കൊടുത്തു വെച്ച്? അത് പറഞ്ഞു, എന്റെ ഉപ്പായ ഉമ്മല്ലാവിന്റെ പരിചാരന സൈനികനാണ്. നബിയാണെങ്കിൽ ഉപ്പാന്റെ സ്നേഹിതനോട് മക്കൾ എന്ത് ചെയ്യണം? സ്നേഹബന്ധം പുലർത്തൽ ഈമാനിൽ പെട്ടതാന്ന് പറഞ്ഞിട്ടുള്ളത് പറഞ്ഞു. അപ്പൊ അങ്ങനെ മരിച്ചവർക്ക് വേണ്ടി മക്കൾ ഖുർആൻ ഓതിയാൽ മരിച്ചവർക്ക് അതിന്റെ കൂലി എത്തുമോ? അതെ, മക്കള് വളർച്ചയുണ്ടാക്കിയായിരിക്കും. നമ്മുടെ മക്കളെ വളർച്ചയുണ്ടാക്കി. എന്നാ മക്കൾ എന്ത് ചെയ്യുകയാണെങ്കിലും അതിനൊരു പ്രതിഫലം കിട്ടും എന്ന് പറഞ്ഞാൽ ഊഹ് നിസ്കരിക്കണം മകനെ. നിങ്ങൾ മക്കളെ നിസ്കരിച്ച സ്വഭാവം ഉണ്ടാക്കി, എന്നാ മക്കൾ ഊഹ് നിസ്കരിച്ച് കൂടിയിട്ടും ബാപ്പാക്ക് വേണ്ടി ഊഹ് നിസ്കരിക്കാൻ പറ്റുമോ? ഊഹ് നിസ്കാരം ബാപ്പാക്ക് വേണ്ടിയിട്ടുണ്ടോ? ഇല്ല. മകന് എന്ത് ചെയ്ത് ഓട്ടോമാറ്റിക്കലി കിട്ടും എന്നർത്ഥം. ഒരു മോനും ബാപ്പാക്ക് വേണ്ടി ഞാൻ സുബഹിസ്കരിച്ചാൽ പറ്റുന്ന നിസ്കാരം ഏറ്റവും വലിയത്. മരിച്ച ബാപ്പാക്ക് വേണ്ടി സുബഹിസ്കരിക്കണോ? നിസ്കരിക്കണോ? എന്തേ? അതേസമയം സുബി നമ്മൾ നിസ്കരിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് കൂലി കിട്ടും. ഈ മകനെ വളർത്തിണ്ടാക്കി ഉപ്പിയാണെങ്കിൽ എന്നർത്ഥം. ഇതിനകത്ത് ഉപ്പാല് മകനെ തിരിഞ്ഞു നോക്കിക്കാനല്ല, മക്കൾ സ്വയം ഓട്ടോമാറ്റിക് നന്നതാണെങ്കിൽ കിട്ടൂല എന്നർത്ഥം. കിട്ടി തരും. ബാപ്പാക്ക് വിളിക്കാൻ വേണ്ടി ഓതിർക്കുന്നർത്ഥം. നിങ്ങൾ ഖുർആൻ ഓതി, നിങ്ങൾ പെണ്ണുങ്ങളോട് നന്നായി പെരുമാറി, എന്നാ പെണ്ണുങ്ങളോട് നന്നായി പെരുമാറി തന്നെ ബാപ്പാക്ക് കൂലി കിട്ടുന്നർത്ഥം. നിങ്ങളെ സംസ്കാരത്തിൽ വളർത്തിയെടുത്താൽ എന്താണ്? ഉപ്പിയാന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ അയൽവാസികളോട് നന്നായി പെരുമാറി,
ഇത് നന്നാലും നോമ്പ് വെച്ച് എന്നാലൊക്കെ ഒരു അംശം ഉണ്ടാവും, കിട്ടിക്കൊണ്ടിരിക്കും. കിട്ടാൻ വേണ്ടിയിട്ട് അന്ന് കണ്ട് എന്തായിരുന്നു നൂറുസ്കരിച്ചത് നടത്താം. പേരാ പേരമക്കളോ? അത് ചിലപ്പോ ഒന്നായിട്ട് കിട്ടി നബി അറിഞ്ഞിക്കണേ. അതിനൊക്കെ ഇങ്ങനെ തലമുറയിൽ പോവുകയാണെങ്കിൽ അതാ സദക്കത്തും ജാരിയാന്ന് പറഞ്ഞത് നബി. ഒരാൾ ധർമ്മം ചെയ്യണ ഇങ്ങനെ ഉണ്ടാക്കി അല്ലെ പള്ളി ഉണ്ടാക്കി, എന്നിട്ട് എത്ര കൊല്ലം നിലനിൽക്കുന്നുണ്ട് അത്ര കൂലി കിട്ടിയെന്ന് വരും. ചിലപ്പോ മകന്റെ മകനും അതിനുള്ള കാരണം മകനായിരിക്കും. അപ്പൊ അതിന് മകനെ കാരണം അങ്ങനെ കാരണക്കാരനായിട്ട് ചിലപ്പോൾ കിട്ടിയെന്ന് വരും. അതിപ്പോ നമുക്ക് അവനാൻ ചെയ്തത് ചോദിക്കാൻ പറ്റുള്ളൂ എന്നർത്ഥം. അള്ളഹാനോട് പറച്ചനെ കൂലി തരണമെന്ന് ആവശ്യപ്പെടാൻ അവനാൻ ചെയ്താ എന്ന് പറഞ്ഞതല്ല. വൻ ലൈസലിൽ ഇൻസാൻ ഇല്ലാമ എന്ന് പറഞ്ഞു. ഒരു മനുഷ്യന് അള്ളഹാനോട് ആവശ്യപ്പെടാൻ അവർ നിൽക്കുന്നത്. ഇപ്പൊ ഞാൻ ഒരാൾക്ക് മയ്യത്ത് സ്കെച്ച് എന്നാ എനിക്ക് പറയാൻ പറച്ചത് ഞാൻ അന്നോലെ മയ്യത്ത് സ്കെച്ചിന്റെ കൂലി തരണം. അപ്പൊ മയ്യത്ത് നിസ്കരിക്കപ്പെട്ടെന്ന് പറയാൻ പറ്റില്ല. പറച്ചത് അന്നോലൊക്കെ എനിക്ക് മയ്യത്ത് സ്കെച്ചിന്റെ കൂലി കൊണ്ടാന്ന് പറയാൻ പറ്റുമോ? മയ്യത്ത് നമ്മൾ നിസ്കരിച്ച് നമുക്ക് അതാണ് അവകാശപ്പെടാം. നിസ്കരിക്കപ്പെട്ടോന്ന് ചോദിക്കാൻ പറ്റൂലാണ്. അത് തഫദ്ദുൽ എന്നാ പറയാം. അള്ളാന്റെ മഹത്തായ ഔദാര്യം കാരണം കൊടുത്താലേ മരിച്ചത് കിട്ടുന്നർത്ഥം, നമുക്ക് ചെയ്യാന്നർത്ഥം. അല്ല വൻ ലൈസലിൽ ഇൻസാൻ ഇല്ലാമാസ മനുഷ്യന് അവൻ അധ്വാനിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞാല് അവന് അവകാശപ്പെടാൻ അവൻ അധ്വാനിച്ചതുള്ളൂ. നമ്മൾ അധ്വാനിച്ചത് അള്ളാഹ് ചോദിക്കാം. നേരെ മാറ്റി പറച്ചവനെ ഞാൻ മരിച്ചപ്പോ പള്ളിയിൽ നിന്നൊക്കെ ഇമാമ് നിസ്കരിച്ചിട്ട് അവന്റെ കൂലിയിട്ട് കൊണ്ടാകാൻ നിസ്കരിച്ച ആൾക്ക് ആവശ്യപ്പെടാം. ഞാൻ പറഞ്ഞത് ഒന്നോലെ മയ്യത്ത് സ്കെച്ചിനെ കൂലിയിട്ട് തരണം. ചെയ്യാതെ നമുക്ക് ചെയ്യാതെ അനുവദിച്ചത് നബി അനുവദിച്ചതൊക്കെ നമുക്ക് ചെയ്യാം. കൂലി അള്ളാന്റെ മഹത്തായ ഔദാര്യം കൊണ്ട് തന്നാൽ വാങ്ങാൻ നടത്താം, അത്രയേ ഉള്ളൂ. ദത്തം ആ ദത്തെടുക്കലേ അനുവദനീയുള്ളൂ. ഈ ബീജത്തെക്കാൾ ഒക്കെ ഇസ്ലാം മതം പറയുന്നത് കൃത്രിമ ബീജം കൊടുക്കുന്നുണ്ടല്ലോ, ദത്തെടുക്കലാണ് ഖുർആൻ പറയുന്നത്. അതായത് ഭാര്യക്ക് എന്തില്ല, അല്ല ഭാര്യക്കല്ല ഭർത്താവിന് ലൈംഗിക ആസക്തിയില്ല, കുട്ടി ഉണ്ടാണില്ല. ഇങ്ങനെയൊക്കെയാണ് കുട്ടീനെ നമുക്ക് എന്താക്കാം, ദത്തെടുക്കാന്നർത്ഥം. എന്തോ കുട്ടി പെൺകുട്ടീനെ ദത്തെടുക്കാം എന്നാ പെൺകുട്ടിക്ക് മോശം? അല്ലല്ല പെൺകുട്ടികളെ എടുക്കാത്തത് പെൺകുട്ടികൾക്കാ കുഴിച്ച. കാരണം അതീതിലൊക്കെ ഈ കുട്ടികൾക്ക് നന്മ ചെയ്യുന്ന വിഷയത്തിൽ പെൺകുട്ടികളെ പറഞ്ഞിട്ടുള്ളൂ. ഒരനേരും ഞങ്ങൾക്ക് 3-4 പെൺകുട്ടികളുണ്ടായി. എന്നിട്ട് അവർക്ക് നന്മ ചെയ്താൽ കുഞ്ഞ ചിത്ര ലഹുവിന് എന്നാറാ പെൺകുട്ടികൾ അവനെന്താവും മറിയായി തീരുമെന്ന് അറിഞ്ഞ്. അതുകൊണ്ട് ആൺകുട്ടികളെ നോക്കിക്കൊള്ളണമെന്നല്ല അറിയുന്നത്. ആൺകുട്ടികൾക്ക് നന്മയെ കൂടിയിട്ടും നബി പ്രത്യേകം എടുത്ത് പറഞ്ഞത് പെൺകുട്ടികളെ വിഷയമാണെന്ന് അർത്ഥം. കാരണം പെൺകുട്ടികളെ പൊതുവെ മോശമായിട്ടാ കാണുക. അപ്പൊ നബി പ്രത്യേകം എടുത്ത് പറഞ്ഞു ഒരാൾക്ക് പെൺകുട്ടികൾ ഉണ്ടായി അതിനുള്ള പ്രതിഷേധം ഉണ്ടായാലും പെൺകുട്ടികൾക്ക് നന്മ ചെയ്ത് പഠിപ്പിച്ച് വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായാല് ആ പെൺകുട്ടികൾ അവർക്ക് എന്താവും മറിയായി തീരുന്നൊക്കെ നരകത്തുന്ന നബി പറഞ്ഞു. അത് ദത്ത് ആൺകുട്ടിനെ പെൺകുട്ടിയൊക്കെ ദത്തെടുക്കാന്നർത്ഥം, വിരോധമല്ല. സറാവി വീട്ടിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ ഹിഫ്ള് കൂടുതലുള്ള ഭാര്യയാണെങ്കിൽ ഭർത്താവിന് തുറാബ് ചെയ്യാം. അതായത് തറാവി പൊതുവെ സ്ത്രീകൾക്ക് ഇമാം വെക്കാൻ പാടില്ല എന്നതാ. അതേ സമയത്ത് ഖിയാമുല്ലയിൽ തറാവിക്കാണെങ്കിൽ എന്താ ഇമാമുക്കായ ഹദീസിൽ വന്നിട്ടുണ്ടെന്ന് അർത്ഥം. പിന്നെ അഹമ്മദ് ബിൻ അംബൽ ഷെയ്ഖുൽ ഇസ്ലാമിയൊക്കെ പറഞ്ഞത് തറാവി നിസ്കരിക്കും പെണ്ണിനാണ് കൂടുതൽ ഇഫ്ളല്ലെങ്കിൽ ഭർത്താവിന് വേണ്ടിയിട്ട് നടന്നത്, പള്ളിയിലല്ല നടന്നത്. ഭാര്യക്ക് ഭർത്താവിനേക്കാൾ കൂടുതൽ ഇഫ്ളുണ്ടെങ്കിൽ ഭാര്യക്ക് എന്താണ് ഭർത്താവിന് വേണ്ടി തറാവിക്ക് എന്താണ് വീട്ടിൽ ഇമാമുക്ക എന്നുള്ളതാണ്. അല്ലെ ഹദീസിൽ ഉമ്മറക്ക എന്ന സ്ത്രീനോട് ശരി കുടുംബത്തിൽ ഭർത്താവിന് വേണ്ടി ഇമാമുക്കാൻ പറഞ്ഞ ഹദീസ് അബൂദാബൂദ് തിരിക്കുന്നുണ്ട് എന്നർത്ഥം. ഫർളിന് പറ്റൂല എന്നർത്ഥം. ഫർളിന് ഇഫ്ളില്ലെങ്കിൽ ആരെന്നെ നിൽക്കണം, ഭർത്താവിനെ നിൽക്കണം, ഭാര്യക്ക് എന്നർത്ഥം. തറാവിക്ക് ഖിയാമുല്ലയിലാണെങ്കിൽ ഭാര്യക്ക് കൂടുതൽ ഭർത്താവിനേക്കാൾ ഇഫ്ളുണ്ടെങ്കിൽ നിൽക്കുന്നതിന് വിരോധമല്ല. ളുഹർ കള ആയ ഒരു വ്യക്തി പള്ളിയിൽ കയറുമ്പോൾ അസ്ർ നമസ്കാരം നടക്കുന്നു. ഏതാണ് ആദ്യം ചെയ്യേണ്ടത്? അതായത് ഒരാൾക്ക് ളുഹർ നിസ്കരിക്കാണ്ട് അയാൾ പള്ളിയിൽ വന്ന് അസ്ർ നിസ്കരിക്കുക, ഏതാ ചെയ്യേണ്ടിയെന്നാ? എന്ത് ചെയ്യാനുണ്ടോ? അസ്ർ നിസ്കരിക്കണ ഇമാമിനെ ളുഹർ ഞാൻ നിസ്കരിക്കാന്ന് വിചാരിച്ച് തുടരാം, അങ്ങനെ ചെയ്യാൻ പാടെങ്കിൽ. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ളുഹർ നിസ്കരിച്ചിട്ട് എന്താകുക? ഒരിക്കലും അസ്ർ നിസ്കരിക്കാന്ന് വിചാരിച്ചിട്ട് തുടരാൻ പറ്റൂല എന്നർത്ഥം. കാരണം ആദ്യത്തെ ആദ്യം നിസ്കരിക്കണം എന്നാ. അപ്പൊ 2 രീതി സ്വീകരിക്കാൻ നിങ്ങൾക്ക്. ഒന്നെങ്കിൽ നിങ്ങൾ ഞാൻ എന്റെ ളുഹർ നിസ്കരിക്കാന്ന് വിചാരിച്ചിട്ട് അസ്ർ നിസ്കരിക്കണ ഇമാമിനെ തുടരാം, അത് തെറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങൾ ളുഹർ നിസ്കരിച്ചിട്ട് ഇമാമിനെ തുറന്നാൽ മതി, കിട്ടിയില്ലെങ്കിൽ വേണ്ട ഒറ്റയ്ക്ക് നിസ്കരിച്ചാൽ മതി. 2 രീതി ചെയ്യാം. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിസ്കരിക്കാൻ മാനസിക ക്ലേശം ഉണ്ടെങ്കിൽ ഞാൻ ളുഹർ നിസ്കരിക്കാന്ന് വിചാരിച്ചിട്ട് അസ്ർ നിസ്കരിക്കണ ഇമാമിനെ തുടരാന്നർത്ഥം. അപ്പൊ നിങ്ങൾ ളുഹർ നിസ്കാരാവും. ഇമാമിനെ തീയത്ത് മാറിയ വ്യത്യാസമല്ലേ? ആ ജമാഅത്തിന് കൂലി കിട്ടും. അതിപ്പോ തറാവിക്ക് തന്നെ നിങ്ങൾ പള്ളിയിൽ വരെ തറാവി നിസ്കരിക്കുകയാണ്. നിങ്ങൾ ഇഷസ്കരിച്ചില്ലെങ്കിൽ എന്നാൽ തറാവി നിസ്കരിക്കുന്ന ഇമാമിനെ നിങ്ങൾ ഇഷസ്കരിച്ചാൽ പിന്തുടരാം. അത് ഷാഫിമാരൊക്കെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞതാണ്. സുന്നത്ത് നിസ്കരിക്കണോ ഫർദ് നിസ്കരിക്കുക തുടരാം. രൂപം മാറുന്നത് പറ്റൂല. ഇപ്പൊ മഗ്‌രിബ് നിസ്കരിക്കുന്ന ആണെങ്കിൽ 4 റക്അത്തുള്ളവരെ രൂപം മാറുമല്ലോ. നിസ്കാരം രൂപമുള്ളവനാണെങ്കിൽ പറ്റൂല. മിഹാജിലൊക്കെ പറയുന്നുണ്ട്, 13 വരെ പറയുന്നുണ്ട്. രൂപം മാറാത്തപ്പോ അസ്റും ളുഹറും രൂപം മാറുന്നില്ലല്ലോ. അപ്പൊ അസ്ർ നിസ്കരിക്കുന്ന ആളെ ളുഹർ നിസ്കരിക്കുക പിന്തുടരാന്റെ ഫിഖ്ഹിന്റെ കിതാബ് തന്നെ പറഞ്ഞതാണ്. സർവ്വ ഫിഖ്ഹിന്റെ കിതാബ് 13 വരെ മറിച്ചു നോക്കി. അപ്പൊ നിങ്ങളെന്താണ് ഞാൻ ളുഹർ നിസ്കരിക്കാന്ന് വിചാരിച്ചിട്ട്
അസർ നിസ്കരിക്കുക ഇമാമിനെ തുടരാം, എന്നിട്ട് നിങ്ങളെ അസർ നിസ്കരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്താകുക, ആദ്യം 100 നിസ്കരിച്ചിട്ട് പിന്നെ ഇമാമിനെ തുടരാന്നർത്ഥം. അല്ലാതെ പറ്റൂല, ആദ്യം തന്നെ അസർ നിസ്കരിക്കാൻ അയച്ചിട്ട് പറ്റൂല, പിന്നെ 100 നിസ്കരിക്കാൻ പറ്റൂല എന്നർത്ഥം. അതെ 100 അതെ അങ്ങനെ എങ്ങനെ കള്ളാകായിട്ടില്ലേ? പോയ യാത്രക്കാരനെ കള്ളാറുണ്ടോന്ന് ചോദിച്ചത്. ഒരു പക്ഷെ വെച്ചാൽ നിസ്കരിക്കാൻ സാധിക്കാതെ വന്ന്, അല്ലെങ്കിൽ ജമ്മാക്കി നിസ്കരിക്കാന്ന. നാട്ടിൽ തന്നെ പ്രധാന കാരണം ജമ്മാക്ക കസറ് പറ്റൂലെന്ന. അപ്പൊ ജമ്മാക്കാണ് ചെയ്യാറ്, കള്ളാവില്ല ജമ്മാക്കാന്നർത്ഥം. കള്ളാവിന്റെ പ്രശ്നമല്ല, ജമ്മാക്കി നിസ്കരിക്കാൻ യാത്രക്കാരനാണ്, ഓന് 100 ഉണ്ട്, ഇവിടെ കസറ എടുക്കാണ്, എന്നാ ഓൻ എന്താണ് ഓന്റെ 100 നേരിച്ചിട്ട് അസറത്തിനെ തുടരാം. കൽപ്പിക്കൂടി നിസ്കാരം ഉപയോഗിച്ചിരുന്ന പ്രശ്നമല്ല എന്നർത്ഥം. എങ്ങനെ അല്ല, മരുവിനെ കൂടെ അസറ് പറ്റുന്നില്ലല്ലോ. അസറ് അല്ല, കള്ളാവ് പറയാ നിങ്ങള് ജമ്മാക്കല്ലേ. നിങ്ങൾ നിസ്കരിക്കാം. നിങ്ങൾ ശ്രദ്ധിക്കണ്ട, നിങ്ങൾ ഒറ്റയ്ക്ക് അസറസ്കരിച്ച് മാരി നിസ്കരിച്ചാൽ മതി. കാരണം അസറസ്കരിച്ചോണ്ട് അസറിനെ മാരിവിലേക്ക് ചേർത്താൻ പറ്റൂല. പിന്നെ രൂപം മാറാണല്ലോ. അസറസ്കാരും മാരിവിസ്കാരും ഒന്നൊരു രൂപ വ്യത്യാസമുണ്ട്, രൂപവ്യത്യാസമുള്ള പറ്റൂല. 4 ഇമാമിങ്ങളുടെ കാലഘട്ടം ഏതാണ്? അജറുൽ അസ്വദ് കല്ല് സ്വർഗത്തിലെ കല്ലാണോ? 4 ഇമാമിയുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഏകദേശം 1 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ്. എന്ന് പറഞ്ഞാൽ 1147, 200 ഈ ഘട്ടങ്ങളിലാണ് ആര് ജീവിക്കുന്നത്? ഇമാമികൾ ജീവിക്കുന്നത്. നബി മരിച്ച് ഏകദേശം 100 കൊല്ലം കഴിഞ്ഞിട്ടാണ് എന്നർത്ഥം. അത് കണിശമായിട്ട് ഓരോന്നിന്റെ മരണം പറയാപ്പം ഇതിന്റെ ഇതിലില്ല. ഏകദേശം എന്താണ് 100 കൊല്ലത്തോളം കഴിയാനയക്കണെന്നർത്ഥം ഇമാമികൾ ഉള്ള കാലത്ത്. പിന്നെ അജറുൽ അസ്വദ് സ്വർഗത്തിലെ കല്ല്. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, പറയുന്നുണ്ട് ഇത് സാധാരണ ഒരു കല്ല് തന്നെയാണ്. അത് നബി ചുംബിക്കാനോട് ചുംബിക്കാനല്ല, സ്വർഗത്തുനിന്ന് കൊണ്ടുവന്നല്ല, സ്വർഗത്തുനിന്ന് കൊണ്ടുവന്നതാണ്. എന്നിട്ട് പിന്നെ കൊണ്ടുവന്നപ്പോ വെള്ള നിറമായിരുന്നു. എന്നിട്ട് മനുഷ്യന്മാരെ പാപ്പം കാലം കറുത്തതാന്നൊക്കെ കഥകളിലുണ്ട്. എന്നാ പിന്നെ നല്ല മനുഷ്യന്മാരതുകൊണ്ട് വെളുക്കും ചെയ്യേണ്ടത് ചോദിച്ചിട്ടുണ്ട് ഹദീസ് പണ്ഡിതന്മാര്. കാപ്പിയോട് ആക്കണമെങ്കിൽ അപ്പൊ ഒന്നുമില്ല, അത് സാധാരണ കല്ലാണ്. അതിനെതിരെ അജറുൽ അസ്വദിന്റെ ഇതിൽ ഇനി ചുംബിച്ചോന്ന് നമ്മൾ ആംഗ്യം കാണിച്ചാലും മതി. അതിങ്ങനെ കഅബ തവാഫ് ചെയ്യുമ്പോൾ ഓരോ തവാഫ് പൂർത്തിയാക്കണം എന്നതിന്റെ നാന്തി കുറിക്കാൻ വേണ്ടിയിട്ട് സൗകര്യം ചുംബിക്കാൻ. ചുംബിച്ചോന്നൊന്നുമില്ല, അങ്ങനെ കയ്യോണ്ട് ആംഗ്യം കാണിച്ചാലും മതി എന്നർത്ഥം. അധികം ആളൊന്നും ചുംബിക്കലില്ല. ഇപ്പൊ ഹജ്ജിലൊക്കെ പോണവർക്ക് അതിന്റെ അടുത്ത് കിടക്കാൻ പറ്റില്ല ചുംബിച്ചത്. ഹജ്ജിന്റെ വേളയിലൊന്നും ചുംബിച്ചല് പോയിട്ട് അടുത്ത് കൂടി അടുക്കാൻ പറ്റൂല എന്നർത്ഥം, തിരക്കൊണ്ട് എന്നർത്ഥം. അത് ഹജ്ജിലെ ഒരു പ്രധാന കർമ്മമൊന്നുമല്ല എന്നർത്ഥം. ചുംബിക്കൽ സൗകര്യം എന്തെങ്കിലും ചെയ്യാന്നർത്ഥം. പക്ഷെ ചുംബിക്കുന്ന അവസ്ഥ അദൃശ്യം എന്തെന്ന് വിചാരിക്കാൻ പാടില്ല. സുബഹി നമസ്കാരത്തിന് മുമ്പ് പള്ളിയിൽ വെച്ച് മൈക്കിൽ കൂടി ഖുർആൻ ഓതുന്നതിന്റെ ഇസ്ലാമിൽ എന്തെങ്കിലും തെളിവുണ്ടോ? മുസ്ലിങ്ങളും അമുസ്ലിങ്ങളെയും ഒരുപോലെ ബുദ്ധിമുട്ടിക്കുന്നതിന് ഇതൊക്കെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട സ്നേഹിതന്മാരെ. അനാവശ്യമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. എന്റെ അഭിപ്രായത്തില് ഇപ്പൊ 4-5 പള്ളി അടുത്തടുത്തുണ്ടെങ്കിൽ 4 പള്ളിയിൽ നിന്ന് ഒപ്പം ഒന്നായിട്ട് സ്പീക്കർ കൂടെ വാങ്ങിക്കൊടുത്തോന്നില്ല. നമ്മൾ ഒരു പള്ളിയിൽ നാക്കി നിസ്കരിക്കുമ്പോൾ കൊടുത്താൽ പല മഹലുണ്ട്. നമ്മളെ വണ്ടൂരുണ്ട്, ഒരു റോഡിന്റെ അപ്പുറത്ത് ഇപ്പുറത്ത് സുന്നിപ്പള്ളി, ഇപ്പുറത്ത് മുജാഹിദ് പള്ളിയാ. നമ്മൾ എന്തെങ്കിലും ഇതിലുണ്ടോ? സ്പീക്കർ കൂടെ വാങ്ങിക്കൊടുക്കൂല. സുന്നിപ്പള്ളിയിൽ നിന്ന് സ്പീക്കർ കൂടെ വാങ്ങിക്കൊടുക്കും. നിസ്കരിക്കാൻ നിൽക്കുന്ന അവസരത്തിൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ വാങ്ങിന സമയത്ത് തന്നെ സ്പീക്കർ ഇല്ലാതെ വാങ്ങിക്കൊടുക്കും. അപ്പൊ ഞാൻ ഒരിക്കലും ഈ ചേരൂർമലിന്റെ കേസിന് വേണ്ടിയിട്ട് ക്രൈംബ്രാഞ്ചിൽ അവിടെ ചെല്ലാൻ വേണ്ടി, മലപ്പുറം ഓഫീസിൽ ചെല്ലാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥന് മുസ്ലിം തന്നെയാണ്. എന്തെങ്കിലും വിചാരണ ചെയ്യുന്ന സമയത്ത് 10 പള്ളിയിൽ സ്പീക്കർ കൂടെ ഒരു ബാങ്ക്. അത് എന്നോട് ചോദിച്ചു, മൗലവി ഏത് ബാങ്കിനാ? അപ്പൊ ഞാൻ മറുപടി പറയേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെങ്ങനെ പറയാം, ഞാൻ അതിനെതിരാണ്. എന്റെ അഭിപ്രായം എന്താണ്, ഇങ്ങനെ എല്ലാ പള്ളിയിലും സ്പീക്കർ കൂടെ വാങ്ങിക്കൊടുക്കണമെന്നില്ല, ഒന്നിനോ കൊടുത്താൽ മതി, അത്രയും പണ്ഡിത മഹലിൽ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്നോട് പറയാം, ഞാനും നിങ്ങൾക്ക് അഭിപ്രായം തന്നെയാണോ? ഞാനത് പണ്ഡിതന്മാർ പലരോടും ചോദിച്ചപ്പോൾ മറുപടി അറിയുന്നില്ല. അപ്പൊ അത് ഞാൻ ഇനിയിപ്പോ വാങ്ങിയ ദിവസം ഞാൻ പറയുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു റോഡിന് അപ്പുറത്തും ഇപ്പുറത്തും വാങ്ങണമെങ്കിൽ വിചാരിച്ചു നോക്കി, ഒരേ സമയത്ത് കൊടുത്താൽ എന്തായിരിക്കും? പല പള്ളി നമ്മളിതുണ്ട്, നമ്മളിത് ഐക്യത്തിലാക്കിയിട്ട് ഒരു പള്ളിയിൽ സ്പീക്കർ കൂടെ കൊടുക്കും, നമ്മൾ ആ സമയത്ത് അതിന്റെ അടുത്ത് മുക്കറി കൊടുക്കും. അങ്ങനെ ചെയ്യാനർത്ഥം. അതേമാതിരി ഖുർആനോത്ത് സ്പീക്കർ കൂടെ അത് നമ്മൾ ഉപേക്ഷിക്കേണ്ടതാണ്. കാരണം അങ്ങനെ ഒന്നും ഇല്ലാന്നർത്ഥം. അതിനെ നിസ്കാരത്തിനടുത്ത് കൊടുക്കാനും ഞാൻ എന്താണ്, ഇനി അത്താഴത്തിൽ അറിയിക്കണമെങ്കിൽ 2 വാങ്ങുകയാണെങ്കിൽ കൊടുക്കാം. നബിന്റെ കാലത്ത് ഖുർആൻ ഓതല്ല ചെയ്യുന്നത്. അത്താഴത്തിന്റെ സമയം അറിയിക്കാൻ വേണ്ടി ഒരു വാങ്ക് ഉമ്മുമക്തും കൊടുക്കും, ഒരു വാങ്ക് ബിലാലും കൊടുക്കും. ആ ഒറ്റയിൽ തിരിച്ചറിയുന്ന അർത്ഥം. അല്ലാതെ നബി ഒരിക്കലും എന്താണ് ഖുർആൻ ഓതാൻ പറഞ്ഞതില്ല എന്നർത്ഥം. അപ്പൊ അതൊക്കെ അധികം നമ്മൾ ഒഴിവാക്കാണ് വേണ്ടിയത്. അനാവശ്യമായ പ്രകോപനങ്ങൾ നമ്മൾ ഉണ്ടാക്കരുത് എന്നർത്ഥം. അത് നമ്മൾ അനാവശ്യമായിട്ട് പ്രകോപനം ഉണ്ടാക്കേണ്ടത്. ഒരിക്കലും ബാങ്കിന്റെ മുമ്പ് ഖുർആൻ ഓതൽ സുന്നത്തായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ അത്താഴത്തിന്റെ സമയം അറിയിക്കാൻ വേണ്ടി നബി ബാങ്ക് 2 ആക്കിയെന്നുള്ളൂ, അല്ലാതെ ഖുർആൻ ഓതിയിട്ടില്ല എന്നർത്ഥം. അപ്പൊ അതൊക്കെ നമ്മൾ നീക്കുപോക്ക് നടത്തേണ്ടതാണ്.
നാരിയത്ത് സ്വലാത്ത് എന്ന ഒരു ദുആ ഉണ്ട്. അത് നമുക്ക് ചൊല്ലാൻ പറ്റും? ഒരിക്കലും പറ്റൂല. അതാ നാരിയത്ത് സ്വലാത്ത്. ഞാൻ പറഞ്ഞത് ഒന്നുകൊടുക്കുന്ന അവസരത്തില് ഓരോരോ അവയം കഴിയുമ്പോൾ സുന്ദരമായ പ്രാർത്ഥന ഖുർആനിൽ വരെ വന്നതാ. എന്നിട്ട് അത് ചൊല്ലാൻ പാടില്ല, ഉപേക്ഷിക്കണം, നബി ചെയ്തിട്ടില്ല എന്ന് പറയാം. അതൊക്കെ പിന്നീടുണ്ടായ അനാചാരങ്ങളാണെന്ന് അർത്ഥം. നാരിയത്ത് സ്വലാത്തൊന്നും ചെല്ലണ്ട നമ്മള്, അതൊരു സ്വലാത്തൊന്നുമില്ല. ഇനി മീറാജിനെ കുറിച്ചുള്ളതാണ്. അതൊക്കെ കുറെ ഉണ്ട്. മഹദി മറ്റൊക്കെയാണ്. അതൊക്കെ ഇൻഷാള്ള നോമ്പാണ്, 4 മണി ആകാനായി. നമുക്ക് പിന്നെ പറയാത്, കുറച്ച് ഇതുള്ളതാ. തസ്ബീ നിസ്കാരത്തിന് തുർമതി, അതൊക്കെ ദുർബലാണ്. തസ്ബീ നിസ്കാരം തുർമതി അഹമ്മദ് അബൂദാവൂദൊക്കെ ഉദ്ധരിക്കാൻ അറിയത്തില്ല. പക്ഷെ നബവിന്റെ ചെറമതും പലന്റെ സ്ഥലത്തൊക്കെ തുർബല അറിയുന്നുണ്ട്. പിന്നെ നബവിന്റെ ഉസ്താദ് അബൂഷാമിന്റെ ബായിസ് എന്ന ഒരു കിതാബുണ്ട്. അതിലും പറയുന്നുണ്ട് തസ്ബീ നിസ്കാരത്തിന് ഹദീസ് മുഴുവൻ ദുർബല എന്ന് അറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ചെല്ലരുത് എന്ന് അറിയുന്നുണ്ട്. ഏറ്റവും നല്ലത് എന്തായാലുണ്ടോ? അതൊക്കെ ഏറ്റവും ഈ ലാഭം കണ്ടിട്ട് അതിന് 10% കൊടുക്കണം ഉത്തമം. 10% മൂലധനത്തിന് നമ്മൾ കൊടുത്ത് ശുദ്ധീകരിച്ച് ഈ സകാത്ത് പറഞ്ഞതിന് എന്തിനായിട്ടുണ്ടോ? ഇത് കച്ചവടത്തേക്ക് ഇറക്കാനാണ്. അപ്പൊ നമ്മള് മെഷീനൊക്കെ വാങ്ങി കച്ചവടത്തേക്ക് ഇറക്കി കഴിഞ്ഞാല് പിന്നെ മൂലധനം നമ്മൾ മെഷീൻ വാങ്ങി ബിൽഡിംഗൊക്കെ വാങ്ങി അതൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ ലാഭം കണ്ടിട്ട് ലാഭത്തിന് 10% കൊടുക്കാനാണ് ഏറ്റവും ശരിയായിട്ടുള്ള രീതി എന്നർത്ഥം. അപ്പൊ മൂലധനം ഒഴിവാക്കാൻ നമുക്ക് മെഷീനൊക്കെ വാങ്ങിയില്ല. കൃഷിനോടാണ് സാദൃശ്യം. ഇപ്പൊ 2.5% നമ്മളിലേക്ക് സ്വർണം വെള്ളിക്കുക. സ്വർണം വെള്ളി ഖനിന്നൊക്കെ കുഴിച്ചെടുക്കുകയാണ്. കുഴിച്ചെടുത്തിട്ട് ആടത് കൊണ്ട് അതേമായി സ്വർണം വെള്ളി നിധി കിട്ടിയാലോ 2.5 കൊടുത്താൽ പോരാ. എത്ര കൊടുക്കണം? 20% കൊടുക്കണം. അപ്പൊ ഈ അധ്വാനത്തിന്റെ തോതനുസരിച്ചിട്ട് എന്ത് ഇതാവും? റേറ്റ് മാറും. അപ്പൊ ഫാക്ടറിയൊക്കെ കൃഷിനോടാ കൂടുതൽ. അതായത് കൃഷി ഭൂമിക്ക് നമ്മൾ സക്കാത്ത് കൊടുക്കണില്ലല്ലോ. ഭൂമിക്ക് സക്കാത്തില്ല, വരുമാനത്തിന്. അപ്പം 10, 5, 10 നമ്മൾ കൊടുക്കുക. ഫാക്ടറിയൊക്കെ ഏറ്റവും നല്ലത് അതിനോട് തുലനപ്പെടുത്തല. അപ്പൊ 10% കൊടുക്കുക. ലാഭത്തിന് മൂലധനം ക്യാപിറ്റൽ ഒഴിവാക്കുക. ക്യാപിറ്റൽ കൂട്ടുകയാണെങ്കിൽ നിങ്ങളെ കയ്യിലുള്ളത് ക്യാപിറ്റലും കയ്യിലുള്ള പൈസയും, എന്നിട്ട് 2.5%. അപ്പൊ ലാഭം ഒന്നും ഇതാക്കണ്ടെന്നർത്ഥം. 2.5 കൂട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇതിനാ കൊടുക്കുക. മെഷീനൊക്കെ വാങ്ങിയുള്ള പൈസ കൂട്ടുക, മെഷീൻ വാങ്ങാനൊക്കെ ഉള്ളത്. ഏതൊരു കയ്യിൽ എന്താണ് റൊക്കായിട്ടുള്ളത് അതും. അപ്പൊ 2.5. അതെ, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. ക്ലിയർ ആക്കിയത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അത് ഒഴിവാക്കിയിട്ട് ലാഭത്തിന് നിങ്ങൾ 10 കൊടുത്താൽ മതി. ലാഭം കൂട്ടുകയാണെങ്കിൽ 10 കൊടുക്കണം എന്നർത്ഥം. 2.5 കൊടുത്താൽ പറ്റില്ല. 2.5 കൊടുക്കുകയാണെങ്കിൽ ഫാക്ടറിന്റെ കൂടി കൂട്ടാൻ നടത്താം. അത് കച്ചവടക്കാരെ മാതിരിയാണേ. കച്ചവടക്കാർ 2.5% കൊടുക്കും. അവിടെയുള്ള സ്റ്റോക്ക് റേറ്റ് എടുക്കുകയാണ്. അവിടെയുള്ള പഞ്ചസാരയും പിന്നാക്കും തുണിയും ഒക്കെ എടുക്കുകയാണ്. എന്നിട്ട് കയ്യിലുള്ള റൊക്ക സംഖ്യ എന്നിട്ട് 2.5 കൊടുക്കുക. അപ്പൊ 2.5 കൊടുക്കുകയാണെങ്കിൽ ഏതുമെന്നാണോ നമ്മൾ ലാഭം എടുക്കുന്നത് അതിനും കൂടി കൂട്ടണം എന്നർത്ഥം. 10 കൊടുക്കുകയാണെങ്കിൽ അത് വേണ്ടെന്നർത്ഥം. ഇപ്പം ഭൂമിക്ക് നമ്മൾ കൂട്ടുന്ന വില കൂട്ടണില്ല. കൃഷി ഭൂമിന്റെ വില നമ്മൾ കൂട്ടണില്ല. ഭൂമി ഇത്ര 10 ലക്ഷത്തിന്റെ ഭൂമി ഉണ്ടെങ്കിൽ 10 ലക്ഷം നമ്മൾ പരിഗണിക്കണില്ല. ആ കൊയ്ത്തിന് മാത്രമാണ് കൂട്ടണത്, വരുമാനത്തിന് മാത്രം. അപ്പോൾ എത്ര കൊടുക്കാണ്? 10, 5 കൊടുക്കുകയാണ് എന്നർത്ഥം. മരണാന്തര വിചാരണ. അതെ, എല്ലാവർക്കും ഒരു ദിവസമാണ്. അതെ, അതെ, അതെന്താ മനസ്സിലായില്ല.